തിരുവിതാംകൂർ എന്നൊരു എലുക നമ്മൾ പറഞ്ഞു, ഒരു അതിർത്തി നിർണയിച്ച് അങ്ങനെ പറയുന്നത്. അപ്പൊ ഇത് പൂർണ്ണമായിട്ടും എന്താ പറയണ്ടത്, നമ്മളൊരു വിശ്വാസാധിഷ്ഠിതമായിട്ടുള്ള ഒരു കലാരൂപമാകുമ്പോൾ നമ്മൾ ഇതേപോലെയുള്ള അക്കാദമിക ചർച്ചകളിൽ വിശ്വാസികളെ എല്ലാ വിശ്വാസത്തിന്റെ തലത്തെ നമ്മൾ ചർച്ചയിലേക്ക് കൊണ്ടുവരുന്നില്ല. അവരെ ഇതിനെ പൂർണ്ണമായ ഒരു ആദരവോടെ മാറ്റി നിർത്തിക്കൊണ്ട് നമ്മൾ ഇവിടെ അതിന്റെ ഒരു അക്കാദമിക തലത്തിലുള്ള ഒരു സംഭാഷണമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അത് മനസ്സിലാക്കി തരാനായിട്ടുള്ള ഒരു ശ്രമമാണ്. അപ്പം എൻ്റെ ഒരു അന്വേഷണത്തിൽ തോന്നിയ കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. അതിന് എനിക്ക് ചില വ്യക്തമായ ചില തെളിവുകളുടെ ഒക്കെ സഹായത്തോടെയാണ് ഞാൻ പറയുന്നത്. ഇപ്പൊ കേരളത്തിലെ ഈ കാളി നാടകങ്ങളുമായി ബന്ധപ്പെട്ട ഒരു പഠനം നടത്തിയ കൂട്ടത്തിലാണ് അതിന്റെ ഒരു ഭാഗമായ പടയണിയെ എൻ്റെ ശ്രദ്ധയിൽ വരുന്നതും ഈ കൂടുതൽ വളരെ എൻ്റെ ഒരു മേഖലയായതുകൊണ്ട്, എൻ്റെ ഒരു മേഖലയിൽ ഇത് പല ക്ഷേത്രങ്ങളിലും ഉള്ളത് കൊണ്ട് കൂടുതൽ ശ്രദ്ധിക്കാനും സാധിച്ചു. ഇപ്പം ഇതിനെ പെട്ടെന്ന് ഇത് കാളിയുമായി ബന്ധപ്പെട്ട് പറയാൻ കാരണം ഇത് ഒരു വിശ്വാസത്തിന്റെ ഭാഗമായിട്ടാണ്. ഇപ്പൊ ഏത് ഫോക്ലോർ കലാരൂപങ്ങളും നിലനിൽക്കുന്നത് ഒരു വിശ്വാസത്തിന്റെ പശ്ചാത്തലം ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ. അപ്പൊ വിശ്വാസം ഈ നഷ്ടപ്പെടുന്നതിനനുസരിച്ച് ഈ ഫോക്ലോർ കലാരൂപം ക്രമേണ നഷ്ടപ്പെട്ടു പോയിക്കൊണ്ടിരിക്കും. അല്ലെ പുതിയ വിശ്വാസങ്ങൾ കൊണ്ടുവരണം, വേറെ എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ മാത്രമേ അത് നിലനിൽക്കത്തുള്ളൂ. കേവലം ഒരു കലാരൂപം എന്നുള്ള നിലയിൽ ഇത് നിലനിൽക്കത്തില്ല. അപ്പൊ ഇത് ഉണ്ടായിരുന്നത് ഈ നമ്മള് ഉഷ്ണമേഖലയോട് അടുത്ത ഒരു പ്രദേശമായതുകൊണ്ട് ഒരു കാലത്ത് ഈ വസൂരി പോലെയുള്ള രോഗങ്ങൾ വന്നു കഴിഞ്ഞപ്പോൾ ഈ വസൂരി വിതയ്ക്കുന്നത് ഈ ദേവിയുമായി ബന്ധപ്പെട്ട ഒരു കഥയാണെന്നും അതുകൊണ്ട് ദേവി കോപം കൊണ്ടാണ് വസൂരി ഉണ്ടാകുന്നതെന്നും അങ്ങനെ വരുന്നത് കൊണ്ട് ദേവിയെ പ്രീണിപ്പിച്ചു കഴിഞ്ഞാൽ വസൂരിയിൽ നിന്ന് രക്ഷപ്പെടാമെന്നുള്ളതും കേരളത്തിൽ പൊതുവെ ഒരു വിശ്വാസമായിരുന്നു. അതുകൊണ്ട് നമ്മൾ തെക്ക് മുതൽ വടക്ക് വരെയുള്ള ഓരോ അനുഷ്ഠാന കലാരൂപങ്ങൾ നോക്കിയാലും അത് ഈ അനുഷ്ഠാന കലാരൂപം എന്ന് പറയുമ്പോൾ ഈ നമ്മുടെ മുഖ്യധാരയിൽ വരുന്ന, അതായത് ഒരു ഹിന്ദു പുരാണവുമായി ബന്ധപ്പെട്ട് വരുന്ന വലിയ ക്ഷേത്രങ്ങളല്ല ഉദ്ദേശിക്കുന്നത്. പ്രാദേശികമായ ക്ഷേത്രങ്ങളിൽ മാത്രമേ ഉള്ളൂ. തട്ടകത്ത് അമ്മ എന്നൊക്കെ നമ്മൾ പറയുന്ന പോലെ പ്രാദേശിക ദേവതകൾ ഓരോ ദേശത്തിന്റെ ഒക്കെ പേരിൽ അറിയപ്പെടുന്ന ദേവീക്ഷേത്രങ്ങളിലാണ്, അല്ലെങ്കിൽ കാവുകളിലാണ്, ഭഗവതി കാവുകളിലാണ് ഇത്തരം കലാരൂപങ്ങൾ കാണുന്നത്. അത് നമ്മുടെ തിരുവനന്തപുരത്ത് തൂക്കമായാലും, കൊല്ലംകോട് തൂക്കമായാലും, തൊട്ടിപ്പുറത്ത് കൊല്ലത്ത് ചിറയൻകീഴൊക്കെ ആകുമ്പോഴത്തേന് കാളിയൂട്ടായാലും, പറണേറ്റ് കാളിയൂട്ട്, ഇതൊക്കെ ഒന്ന് തന്നെയാണ്. ഇവയായാലും ആലപ്പുഴ ജില്ലയിൽ വന്ന് കുത്തിയോട്ടമായാലും, പിന്നെ നമ്മുടെ പത്തനംതിട്ട ജില്ലയിലേക്ക് പടയണിയാകുന്നു, കോട്ടയം ജില്ലയാകുമ്പോഴത്തേനത് തീയാട്ടാകുന്നു, എറണാകുളം തൃശ്ശൂർ മേഖലയാകുമ്പോൾ കാളിയൂട്ടാകുന്നു, മുടിയേറ്റാകുന്നു. ഈ രീതിയിൽ കേരളം മുഴുവൻ എല്ലാ മേഖലയിലും നമുക്ക് ഈ കാളി നാടകം ഈ പ്രാദേശിക ക്ഷേത്രത്തിൽ അനുഷ്ഠിച്ചു വരുന്നതായിട്ട് കാണാം. എന്നാൽ ഇതൊന്നും തന്നെ നമ്മുടെ മുഖ്യധാരയിൽ വരുന്ന ശ്രീകൃഷ്ണന്റെയോ അല്ലെങ്കിൽ മഹാദേവന്റെ, ശിവന്റെയോ അങ്ങനെയുള്ള ക്ഷേത്രങ്ങളിലൊന്നും നമ്മൾ ഇങ്ങനെയുള്ള കലാരൂപങ്ങൾ കാണുന്നില്ല. ഇതിനെല്ലാം ഒരു പ്രാദേശികതയുണ്ട്. അപ്പം ഇത് ഒരു പ്രകൃതി ആരാധനയുടെയും അമ്മദൈവ ആരാധനയുടെയും ഒക്കെ തുടർച്ചയായിട്ട് വന്നതുകൊണ്ടാവണം ഈ അമ്മ ദൈവങ്ങളുടെ പേരിൽ അറിയപ്പെടുന്ന ക്ഷേത്രങ്ങളിൽ ഇത് നടന്നു വരുന്നത്, ഇപ്പോഴും നടന്നു വരുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഒരു 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 ഈ പഠനത്തിന്റെ തെളിവുകളായിട്ടാണ് എൻ്റെ ഒരു PhD വർക്ക് പോയത്. അതുകൊണ്ടാണ് ഞാൻ ആ രീതിയിൽ സംസാരിക്കുന്നത്. ഇനി എന്താണ് ഈ കഥയൊക്കെ നിങ്ങൾക്ക് അറിയാമെങ്കിലും എന്തുകൊണ്ടാണ് ഈ ഒരു കഥ ഈ കേരളത്തിലെ എല്ലാ കാളി നാടക പശ്ചാത്തലത്തിലും വന്നതെന്ന് ഒന്ന് അറിയുമ്പോൾ എന്താണ് അതിൻ്റെ ഒരു കാര്യം കൂടെ നമ്മൾ അറിയണമല്ലോ, കഥയുടെ ഒരു പൊരുള്. ഈ കഥ കാണുന്നത് ഒരുപാട് പഠനങ്ങൾ വന്നിട്ടുണ്ടെങ്കിലും നമ്മുടെ നാടോടി പാട്ടുകളിലൊക്കെ ദാരിക വീര പോരിന് പാടാന്നൊക്കെ ഉള്ളത് പറയുന്നതല്ലാതെ ഈ പ്രത്യേകിച്ച് പുരാണങ്ങളിലൊന്നും, ഈ ദേവി മഹാത്മ്യം പോലെയുള്ള പുരാണങ്ങളിലാണിതോ, അല്ലെങ്കിൽ മാർക്കണ്ഡേയ പുരാണം പോലെയുള്ള പിൽക്കാലത്ത് ദേവി മഹാത്മ്യം അതിനകത്ത് ചേർന്നാണ് വരുന്നത്. അങ്ങനെയുള്ള പുരാണങ്ങളിലാണ് ഇത് ഉണ്ടായിരുന്നു എന്നൊരു പഠനം വന്നിട്ടുണ്ട്. പക്ഷെങ്കിൽ ആ പുരാണത്തിലുള്ള മുഴുവൻ കഥാപാത്രങ്ങളെയും നമ്മൾ നോക്കിയാൽ ഈ ദാരികനെയും ഭദ്രകാളിയെ കാണാൻ പറ്റും. പക്ഷെ ദാരികൻ എന്നൊരു അസുരനെ നിഗ്രഹിക്കുന്നത് നമുക്ക് കാണാൻ പറ്റത്തില്ല. ഇത് പിന്നെ നമ്മൾ കണ്ടെത്തുന്നത് നമ്മുടെ ലിംഗപുരാണവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. ആനന്ദകുമാരസ്വാമികളുടെ ഡാൻസ് ഓഫ് ശിവ എന്നുള്ള ബുക്കില് അദ്ദേഹം ഈ താണ്ഡവം എന്നുള്ള ആ ഒരു ഈ അവസ്ഥ പറയാം. എന്താണ് താണ്ഡവം എന്ന് ചോദിക്കുമ്പോൾ ലിംഗപുരാണത്തിലെ ഒരു 101 120 അങ്ങനെയുള്ള ഒരു അധ്യായത്തില് ഈ കാളിദാരികന്റെ കഥ പറയുകയാണ്. ആ ദേവിയുടെ താണ്ഡവ നൃത്തത്തെ ആ സമയത്ത് ഈ ദാരികൻ നിഗ്രഹത്തിന് ശേഷമുള്ള അല്ലെ അത് തയ്യാറെടുക്കുന്ന ആ താണ്ഡവത്തെ സൂചിപ്പിക്കുമ്പോഴാണ് ഈ കഥ വരുന്നത്. ഈ ദാരികൻ എന്നൊരു അസുരൻ ഉണ്ടായിരുന്നു, ആ ദാരികനെ നിഗ്രഹിക്കാനായിട്ടാണ് ഭദ്രകാളി ജനിച്ചതെന്നുള്ള കഥ ലിംഗപുരാണത്തിൽ കാണുന്നുണ്ട്. ഈ കഥകളെ ആസ്പദമാക്കിയിട്ട് നമ്മൾ ചിദംബരം ക്ഷേത്രത്തിൽ നമുക്ക് അതിന്റെ ഒരു ശില്പവും കാണാം. ഈ കഥയുമായി ബന്ധപ്പെട്ട് താണ്ഡവത്തിന്റെ ശില്പമുണ്ട്. ഇത്
ആഹ് ഈ ഡാൻസ് ഓഫ് ശിവായ്ക്കകത്തെ ഒരു അധ്യായത്തിൽ പറയുന്ന കാര്യങ്ങളാണ്. അത് വെച്ചുകൊണ്ട് ലിംഗപുരാണം ഞാൻ നോക്കുകയും ഈ കഥ കൃത്യമായിട്ട് വായിക്കാൻ സാധിക്കുകയും ചെയ്തു. ആ കഥ പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഈ ദേവാസുര യുദ്ധം, അമൃതവുമായി ബന്ധപ്പെട്ടുണ്ടായ ദേവാസുര യുദ്ധത്തിന് ശേഷം അസുരവംശം പൂർണ്ണമായിട്ടും ഇല്ലാതായപ്പോൾ അസുര മാതാക്കളായ ദാരുമതിയും ദാനവതിയും ബ്രഹ്മാവിനെ തപസ് ചെയ്ത് ഞങ്ങളുടെ വംശം നിലനിൽക്കുന്നതിന് വേണ്ടിയിട്ട് പുത്രന്മാരെ നൽകണമെന്ന് ആവശ്യപ്പെടുകയാണ്. അങ്ങനെ ദാരുമതിക്ക് ദാരികനും ദാനവതിക്ക് ദാനവേന്ദ്രനും അങ്ങനെ 2 മക്കൾ ഉണ്ടാവുകയാണ്. അപ്പൊ ഇവര് ജനിക്കുമ്പോൾ തന്നെ ഒരുപാട് ഈ ശുഭകരമല്ലാത്ത അശുഭ ലക്ഷണങ്ങൾ ഒരുപാട് ഉണ്ടായി. അഗ്നി പെയ്തു, രക്തമഴ പെയ്തു, ഇങ്ങനെയൊക്കെയുള്ള കഥകൾ നമുക്ക് പല ഈ ഇതുമായി ബന്ധപ്പെട്ട കഥകളിലും പാട്ടുകളിലും ഒക്കെ കാണാൻ പറ്റും. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാൻ നേരമില്ല. അതിങ്ങനെ കിളിപ്പാട്ടുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്, അതൊക്കെ നമ്മുടെ ഭാഷയിലുണ്ട്. അതിലൊക്കെ ആ രീതിയിലുള്ള ദാരിക കഥ നമുക്ക് കാണാൻ പറ്റും. പക്ഷെ അതിന്റെ മൂലം ലിംഗപുരാണത്തിലാണ്. അങ്ങനെ ഈ ബ്രഹ്മാവിന്റെ ഇവര് മക്കളുണ്ടാകുന്നു, ബ്രഹ്മാവിന്റെ പല പ്രസാദത്താൽ മക്കളുണ്ടാകുന്നു. ഇവര് ചെറിയ പ്രായത്തിൽ തന്നെ കേൾക്കുന്ന കഥകൾ മുഴുവൻ തന്റെ വംശത്തിൽപ്പെട്ട പൂർവികരെ എല്ലാം ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ദേവന്മാര് നടത്തിയ ശ്രമങ്ങളാണ്. അങ്ങനെ ദേവന്മാരെ ചെറിയ പ്രായത്തിൽ തന്നെ ശത്രുക്കളായിട്ട് ഇവര് പ്രഖ്യാപിക്കുകയും ഇവര് ഈ ബ്രഹ്മാവിനെ തന്നെ തപസ് ചെയ്ത് പ്രത്യക്ഷപ്പെടുത്തി ബ്രഹ്മാവിനോട് വീണ്ടും വരങ്ങൾ ചോദിക്കുകയാണ്. അതിനകത്ത് രസകരമായ വരങ്ങളാണ് കൊടുത്തത്. ഒന്ന്, രാത്രിയും പകലും അല്ലാതെ നേരത്തെ ഞങ്ങളെ വധിക്കാൻ പറ്റൂ, രാത്രിയിലോ പകലോ വധിക്കാൻ പാടില്ല, അതല്ലാത്ത ഒരു സമയം. പിന്നെ ഒരു തുള്ളി ചോര പോലും രക്തം ഭൂമിയിൽ വീഴാൻ പാടില്ല. ഒരു തുള്ളി രക്തം ഭൂമിയിൽ വീണാല് ഓരോ തുള്ളിയിൽ നിന്നും 1000 ദാരിയന്മാർ ജനിക്കും. അങ്ങനെ ചില വരങ്ങൾ കൊടുക്കുകയാണ്. പിന്നീട് ഒന്നുള്ളത്, പുരുഷന്മാരാൽ ഞങ്ങൾ വധിക്കപ്പെടാൻ പാടില്ല. സ്ത്രീകൾ ആയാലോ എന്ന് ബ്രഹ്മാവ് ചോദിക്കുന്നുണ്ട്. അപ്പൊ അന്നേരം അഹങ്കാരത്തോടുകൂടി സ്ത്രീകൾ അബലകളാണെന്നുള്ള രീതിയിൽ അഹങ്കാരം പറയുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഈ 3 വരങ്ങളും അതുപോലെ തന്നെ ഒരു യുദ്ധത്തിനായിട്ടൊരു ദണ്ടും കൊടുത്താണ് ഇവരെ പറഞ്ഞു വിടുന്നത്. ഒരു മൂലമന്ത്രവും കൊടുത്തു. ഈ മന്ത്രം നിങ്ങൾ കൈമാറ്റം ചെയ്യപ്പെടരുത്, അത് നിങ്ങളുടെ ശക്തി ക്ഷയിക്കും എന്ന് പറഞ്ഞാണ് വിടുന്നത്. അപ്പൊ ഈ വരബലത്താൽ അഹങ്കാരികളായി തീർന്ന് ഇവർ ദേവന്മാരെയും എല്ലാം വെല്ലുവിളിച്ച് അവസാനം ഇന്ദ്രപദം കൈക്കലാക്കും എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തിയപ്പോൾ നാരദ മഹർഷിയുടെ നേതൃത്വത്തില് ദേവഗണങ്ങളെല്ലാം കൂടെ മഹാവിഷ്ണുവിന്റെ അടുക്ക് ചെല്ലുകയാണ്. മഹാവിഷ്ണുവിന്റെ അടുക്ക് ചെന്നിട്ട് പറയുന്നു, ഇങ്ങനെ ഭൂമിയിലെ ദാരികാസുരന്റെ ഈ രീതിയിലുള്ള ഇവരോടുള്ള ദേവന്മാരോടുള്ള വെറുപ്പ് കാരണം അവർക്ക് ജീവിക്കാൻ വയ്യാത്ത ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് എങ്ങനെയും ദാരികനെ നിഗ്രഹിക്കണമെന്ന് പറയുമ്പോൾ അദ്ദേഹം നോക്കും എന്താണ് ഇതിന്റെ പിന്നിലുള്ള കഥ. അപ്പം ബ്രഹ്മാവാണ്, തന്നെ പോലെ തന്നെ ശക്തനായ ബ്രഹ്മാവാണ് ഈ വരവൊക്കെ കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് അദ്ദേഹം പറയും, നിങ്ങളെ എന്നാൽ ഇത് സാധ്യമാകത്തില്ല, അതുകൊണ്ട് ശ്രീ മഹാദേവനെ കാണാൻ പറയും. ശിവന്റെ അടുക്ക് ചെല്ലും. അപ്പൊ ശിവന്റെ അടുക്ക് ചെന്ന് ശിവൻ എന്നോടും ഇതേപോലെ പറയുമ്പോൾ ശിവനും ഇതേപോലെ അന്വേഷിക്കും എന്താണ് ഇത്രയും അഹങ്കാരത്തിന്റെ പശ്ചാത്തലം. അപ്പൊ ബ്രഹ്മാവിന്റെ ബലബലത്താലാണ് ഇവർ അഹങ്കരിക്കുന്നത് മനസ്സിലാകും. അപ്പൊ ഈ സാധാരണ നമ്മുടെ കഥയിലൊക്കെ കേൾക്കുന്ന പോലെ തന്നെ നാരദ മഹർഷി അല്പം ശിവനെ ആക്ഷേപിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ ഈ ദാരികാസുരന്റെ ചെയ്തികൾ എന്നൊക്കെ പറഞ്ഞ് ശിവനെ ഇങ്ങനെ അല്പം പരദൂഷണമൊക്കെ പറഞ്ഞ് ഏഷണിയൊക്കെ പറഞ്ഞ് ശിവനെ കോപിഷ്ഠനാക്കി ശിവൻ തന്റെ അഗ്നി കണ്ണുകളിൽ നിന്ന് ഒരു ദേവിയെ ഈ ദാരിക നിഗ്രഹത്തിനായിട്ട് ജന്മം കൊടുക്കുകയാണ്. ദേവി അങ്ങനെ അഗ്നി കണ്ണിൽ നിന്ന് ആ സമയത്ത് ജനിക്കുകയാണ്. അത് ആ ഒരു നിയോഗത്തിന് വേണ്ടി മാത്രമാണ് ജനിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് നോക്കിയാൽ കാണാം, ഇപ്പൊ ഉണ്ണിക്കണ്ണന്റെയോ അല്ലെങ്കിൽ ഈ മണികണ്ഠനായിട്ടുള്ള അയ്യപ്പന്റെയോ ബാലസുബ്രഹ്മണ്യന്റെയോ ഒന്നും രൂപത്തിലുള്ള ദേവിയെ നമുക്ക് എങ്ങും കാണാൻ പറ്റത്തില്ല. ദേവീനയുക്തിയായിട്ടുള്ള ദേവിയെ പറ്റിയുള്ള കഥകൾ മാത്രമേ കേട്ടിട്ടുള്ളൂ. ഇതിന്റെ ശൈശവ ബാല്യ കൗമാരങ്ങളൊന്നും ദേവീനയുക്തിയായിട്ട് ഈ ദാരികാസുര നിഗ്രഹത്തിന് വേണ്ടിയിട്ടുള്ള ദേവിയാണ് നമ്മൾ കഥകളിലും എല്ലാ ക്ഷേത്രങ്ങളിലും ഒക്കെ കാണുന്നത്. അതിന്റെ ഒരു സംഭവം അതിനുവേണ്ടി ആ ഒരു നിയോഗമേ ഉള്ളൂ, ദാരികാസുരനെ നിഗ്രഹിക്കുക എന്നുള്ളതാണ്. അങ്ങനെ ദേവി ജന്മം കൊണ്ടു. ദേവിയോട് തന്റെ ഈ ജന്മനിയോഗം എന്താണെന്ന് അറിയിക്കുന്നു. അപ്പൊ ദേവി നോക്കുമ്പോ എന്താണ്, തന്നെ യുദ്ധകളത്തിലേക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു വാഹനം തന്നെയില്ല. കാരണം ദേവി നേരെ നിന്ന് കഴിഞ്ഞാല് ഈ മേഘജാലങ്ങളിലേക്ക് തല ഉയർന്നു കയറിപ്പോകും. അങ്ങനെ ആയപ്പോഴത്തേന് ശിവന്റെ ഭൂതഗണങ്ങൾ ഈ ദേവിയെ യുദ്ധകളത്തിലേക്ക് കൊണ്ടുപോകുന്നതിനായിട്ട് ഒരു വാഹനം അന്വേഷിച്ച് നടക്കുകയാണ്. അവരങ്ങനെ നടന്നു ചെല്ലുമ്പോൾ കടലുകളെല്ലാം കലങ്ങുന്ന ഒരു രംഗം കാണുന്നു. ഈ സുനാമികളും വന്ന പോലെ തിരകളെല്ലാം കരയിലേക്ക് അടിച്ചു കയറുന്നു. ഈ സമയത്ത് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് നോക്കുമ്പോൾ ഒരു വലിയ തത്വം ഈ നീരാടുന്നതാണ് കണ്ടത്. അത് വേതാളം എന്ന് പറയുന്ന രൂപമായിരുന്നു. വേതാളമൊക്കെ നമ്മുടെ സങ്കല്പത്തിലേ ഉള്ളൂ. അപ്പൊ ഈ വേതാളം എന്ന് പറയുന്നത് വെള്ളത്തിൽ ഇറങ്ങി വെള്ളം വെക്കുന്നതിന്റെയാണ്, കുളിക്കുന്നതിൻ്റെതായിട്ടുള്ള അലയോടികളാണ് ഇങ്ങനെ കരയിലേക്ക് അടിച്ചു കയറുന്നത്. അപ്പൊ വേതാളത്തിനോട് ഈ ഭൂതഗണങ്ങൾ പറയുന്നു,
ഇങ്ങനെ യുദ്ധത്തിലേക്ക് ദേവിയെ കൊണ്ടുപോകാൻ നിന്നെ കൊണ്ട് സാധിക്കും. അതിനവർ കണ്ടെത്തിയത് വേതാളം കൂടി കഴിഞ്ഞ് വന്നിട്ട് ഈ ചന്ദനക്കുറി ചാന്തുകുറി തൊടുന്നത് പോലെ കുറെ ആനകളെ, നമ്മളിങ്ങനെ ഉറുമ്പിനെയൊക്കെ വാരുന്ന പോലെ കുറെ ആനകളെ വാരി കയ്യിലിട്ട് തിരുമ്മി ഇങ്ങനെ ഗോപിക്കുറി തൊടുന്ന പോലെയാണ് കാണുന്നത്. അപ്പൊ ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേന് ഇവർക്ക് മനസ്സിലായി ഇവരെ കൊണ്ട് എടുക്കാൻ സാധിക്കും. കാരണം ദേവി അതുപോലെ തന്നെയാണ്. ദേവിയുടെ അരയിൽ ഇങ്ങനെ അരഞ്ഞാണമായിട്ട് 64 ആനകളും ചെവിരിയിലെ 3 ആനകളും ഒക്കെയാണ് ഇട്ടിരിക്കുന്നത്. അതേപോലെ വലിപ്പമാണ് ദേവിക്ക്. അപ്പൊ ഇത്രയും ആനകളെ ഒരുമിച്ച് വാരുന്ന ആളിൽ ഇദ്ദേഹത്തിനെ എടുത്ത് ഈ വേതാളത്തിന് ദേവിയെ എടുത്തുകൊണ്ട് പോകാമെന്ന് തോന്നി വേതാളത്തിനോട് പറയും. വേതാളം ആദ്യം ഒന്നും വഴങ്ങുന്നില്ല, കാരണം വളരെ സമാധാനമായിട്ട് ജീവിക്കുകയാണ് ഞാൻ, എനിക്ക് അങ്ങനെയുള്ള ലക്ഷ്യമൊന്നും ഇല്ലെന്ന് പറയുമ്പോൾ നിനക്ക് മതിയാവോളം രക്തം പാനം ചെയ്യാൻ തരാം, അങ്ങനെ ഒരു വാഗ്ദാനം നൽകുകയാണ്. അപ്പൊ അതില് വേതാളം മയങ്ങിപ്പോകും. മതിയാവോളം രക്തം തരാമെന്ന് പറയുന്ന ആ ഒരു വാഗ്ദാനത്തില് മയങ്ങി ഈ ഭൂതങ്ങളോടൊപ്പം പോവുകയും യുദ്ധക്കളത്തിലേക്ക് ദേവിയെ വഹിച്ചുകൊണ്ട് പോവുകയും ചെയ്യുകയാണ്. അപ്പൊ ഇതൊക്കെ നമ്മുടെ പടയണി പാട്ടുകളിലൊക്കെ ഉണ്ട്. മുട്ടുകുത്തി നടന്നു വേതാളം മേഘജാലേ തല മുട്ടുമെന്ന് നനച്ചവൾ. അപ്പൊ ദേവിക്ക് തോന്നിയ മേഘത്തിൽ മുട്ടും, അതുകൊണ്ട് വേതാളം ഇങ്ങനെ മുട്ടുകുത്തിയാണ് ദേവിയെ കൊണ്ട് നടന്നത്. ആ രീതിയിലുള്ള പാട്ടുകളൊക്കെ നമുക്ക് കേൾക്കാൻ പറ്റും. അപ്പൊ ഈ സമയത്ത് ഈ വേതാളത്തിനെ പോയി വെല്ലുവിളിക്കുന്നു. അപ്പൊ വേതാളത്തിനെ നോക്കി എന്താണ് സ്ത്രീകളാൽ പുരുഷന്മാരാലേ കൊല്ലപ്പെടും, ഇവിടെ സ്ത്രീയാണ് വന്നിരിക്കുന്നത്. സ്ത്രീ പിന്നെ രാത്രിയും പകലും ഒരുപാട് ഇതുണ്ട്, ഒരു തുള്ളി രക്തം പോലും ഭൂമി വീഴാൻ പാടില്ല. അപ്പൊ ഭയങ്കര അഹങ്കാരത്തോടുകൂടി യുദ്ധം ചെയ്ത് ഓരോ ദിവസവും ദേവിയെ യുദ്ധത്തിൽ പരാജയപ്പെടുത്തി വിടുകയാണ്. അങ്ങനെ 40 ദിവസം യുദ്ധം ചെയ്തു. 41-ാം ദിവസമായപ്പോ അപ്പൊ ദേവിക്ക് തന്നെ ഒരു ഉത്കണ്ഠയായി. അപ്പൊ മനസ്സിലായി ഒരു മൂലമന്ത്രമുണ്ട്, അത് കൈക്കലാക്കണം. അപ്പൊ ദേവി വേറൊരു കാർത്യായനി എന്ന് പറയുന്ന ഒരു ദേവിയുടെ രൂപത്തില് ഈ ഭദ്രകാളി ദാരികാസുരന്റെ ഭാര്യയുടെ അടുക്ക ചെന്ന് പറയും, നീ ഈ മന്ത്രം ജപിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഫലം ഉണ്ടാകത്തില്ല, നമുക്ക് ഒരുമിച്ച് മന്ത്രം ജപിക്കാം, അപ്പൊ ഇരട്ടി പവർ ഉണ്ടാകും, നിന്റെ ഭർത്താവിന് യുദ്ധത്തിൽ ജയം ഉണ്ടാകും. അങ്ങനെ പറഞ്ഞ് രണ്ടുപേരും കൂടി ഇരുന്ന് മന്ത്രം ജപിച്ച് ദേവി ഈ മന്ത്രം ഹൃദയസ്ഥമാക്കിയിട്ട് പോരുന്നു. അങ്ങനെ 41-ാം ദിവസവും 40-ാം ദിവസം വരെ പരാജയപ്പെട്ട ദേവി 41-ാം ദിവസം വന്നു കഴിഞ്ഞപ്പോഴേക്കും ദാരികാസുരന് തന്നെ ഒരു ഭയം തോന്നി. എന്താണ് സംഭവിച്ചതെന്ന് അന്വേഷിച്ചപ്പോൾ ഇങ്ങനെ മന്ത്രം വേറൊരു സ്ത്രീ വന്നു, അവരോട് ഞങ്ങൾ ഒരുമിച്ചിരുന്ന് മന്ത്രം ജപിച്ചു എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഈ തൻ്റെ കയ്യിൽ നിന്ന് മന്ത്രം പുറത്തു പോയല്ലോ എന്നുള്ള ഒരു ആശങ്ക ദാരികാസുരനുണ്ടായി. എങ്കിലും വീണ്ടും കൊണ്ട് വരങ്ങൾ, കാരണം രാത്രിയും പകലും അതുപോലെ തന്നെ രക്തം ഭൂമിയിൽ വീഴാൻ പാടില്ല, ഈ വരങ്ങളൊക്കെ ഉണ്ടല്ലോ. അങ്ങനെ ഉള്ള അഹങ്കാരത്തിൽ പിറ്റേ ദിവസവും ചെന്നു. പക്ഷെ പിറ്റേ ദിവസം വളരെ ശക്തിയോടുകൂടിയാണ് ദേവി ഈ മന്ത്രം കൈക്കൽ കിട്ടിയതിന്റെ ബലത്തിലാണ് ചെല്ലുന്നത്. ദാരികാസുരൻ യുദ്ധത്തിൽ ആദ്യം തന്നെ ഒന്ന് പതറി. ആ സമയത്തേക്ക് ദേവി കൂടുതൽ ശക്തിയോടെ യുദ്ധം ചെയ്തപ്പോൾ ദാരികാസുരൻ പാതാളത്തിലേക്ക് ഓടി ഒളിക്കുകയാണ്. ആ പാതാളത്തിലേക്ക് ഓടി ഒളിച്ച ആ ഒരു ദ്വാരത്തിന്റെ വായ്ക്കൽ നിന്നുകൊണ്ട് ദേവി ഇങ്ങനെ തന്റെ മുടി അന്തരീക്ഷത്തിൽ കറക്കി. നമുക്ക് പറയാറുണ്ട് കൂന്തൽ പെണ്ണെന്നൊക്കെയാണ് പടയണി ദേവിയെ പറയാൻ, തലമുടി ഒരുപാടുള്ളവൾ, കൂന്തൽ പെണ്ണ്. അങ്ങനെ ദേവി അന്തരീക്ഷത്തിൽ ഈ തന്റെ മുടി മുഴുവൻ കറക്കിയപ്പോഴത്തേന് സൂര്യബിംബം പൂർണ്ണമായിട്ടും സൂര്യമണ്ഡലം മറഞ്ഞു. ആ സമയത്തേക്ക് മൊത്തം ഇരുട്ടി വ്യാപിച്ചു. അപ്പം പകലാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പകലാണ്, പക്ഷേ ഒട്ടും തന്നെ വെളിച്ചമില്ലാത്ത രാത്രിയാണ്. രാത്രിയാണോ എന്ന് ചോദിച്ചാൽ സൂര്യൻ ഉദിച്ച് നിൽപ്പുണ്ട്. അങ്ങനെ പകലും രാത്രിയും അല്ലാത്ത ഒരു അവസ്ഥ സൃഷ്ടിച്ചപ്പോൾ ഈ രാത്രിയായെന്ന് വിചാരിച്ച് ദാരികാസുരൻ ഈ പാതാളത്തിൽ നിന്ന് പുറത്തേക്ക് വരികയാണ്. അപ്പൊ ആ വരുന്ന വഴിയിലേക്ക് വേതാളം തന്റെ നാക്ക് നീട്ടിയിട്ടിരുന്നു. വലിയ രൂപമാണല്ലോ വേതാളത്തിന്റെ തോളിലാണ് ദേവി ഇരിക്കുന്നത്. നാക്കിലോട്ട് ഈ ദാരികാസുരൻ ഓടിക്കയറിയ സമയത്ത് നാവ് ഉയർത്തുകയാണ്. നാവ് ഉയർത്തി കഴിഞ്ഞപ്പോൾ ആ നാവ് വലിയ ഒരു മൈതാനം പോലെ, ഒരു ഗ്രൗണ്ട് പോലെ വലിപ്പമാണ് അദ്ദേഹത്തിന്റെ നാവിന്. ആ നാവേലോട്ട് ദേവി തോളിൽ നിന്ന് ചാടി ഇറങ്ങി നാവിൽ കടന്നാണ് യുദ്ധം ചെയ്യുന്നത്. അപ്പൊ അത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, രാത്രിയും പകലും അല്ലാത്ത അവസ്ഥയായി. അതേപോലെ തന്നെ ഈ ഒരു തുള്ളി രക്തം ഭൂമിയിൽ വീഴാതെ മുഴുവൻ ഈ വേതാളം കുടിക്കുകയാണ് നാവിൽ നിന്ന്. അങ്ങനെ എല്ലാം ഒരുമിച്ച് വന്ന സമയത്ത് ഈ ഇദ്ദേഹത്തിന്റെ തല അറുക്കുകയാണ്. ഈ സമയത്ത് ദാരികാസുരന്റെ ഭാര്യയായ മനോദരി ഈ മഹാദേവനെ വിളിച്ച് പ്രാർത്ഥിക്കുകയാണ്. അപ്പം കുറേ നേരം തുടർച്ചയായിട്ട് പ്രാർത്ഥിച്ച് ശിവൻ ഈ പ്രാർത്ഥന കേൾക്കുന്നുണ്ട്. ഇങ്ങനെ ഹൃദയപൂർവ്വം ഉള്ള പ്രാർത്ഥനയായതുകൊണ്ട് മഹാദേവനെ വിയർത്തു ഭയങ്കരമായിട്ട്. കാരണം അവര് മുന്നിൽ പ്രത്യക്ഷപ്പെടാൻ സാധിക്കുന്നില്ല. കാരണം പ്രത്യക്ഷപ്പെട്ടാൽ അവർ ചോദിക്കാൻ പോകുന്നത് എന്റെ ഭർത്താവിന്റെ ജീവനാണ്. ആ ജീവൻ എടുക്കാനാണ് മകളെ അങ്ങോട്ട് അയച്ചിരിക്കുന്നത്. അതുകൊണ്ട് പ്രത്യക്ഷപ്പെടാതെ ഇങ്ങനെ നിൽക്കുകയും അവസാനം ദേവി ഈ ദാരികാസുരന്റെ ശിരസ് അറുത്തു എന്ന് മനസ്സിലായപ്പോൾ ശിവൻ ഇവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുകയാണ്. അപ്പം അവരിങ്ങോട്ട് തന്നെ ചോദിക്കുന്നതിന് മുമ്പ് തന്റെ മുഖത്തുണ്ടായിരുന്ന വിയർപ്പ് തുള്ളികളെ വടിച്ച് കൈക്കുടന്നയിലാക്കി ഇവർക്ക് ഒഴിച്ചു കൊടുത്തു. ഇവരുടെ കയ്യിൽ ഒഴിച്ചിട്ട് പറഞ്ഞു, നീ നിന്റെ ശത്രുവിന്റെ മേൽ തളിക്കുക. അങ്ങനെ ദാരികാസുരന്റെ ഭാര്യയായ മനോദരി ഈ ഇങ്ങനെ അവരെ ഈ വിയർപ്പ് തുള്ളിയും കൊണ്ട്
ഓടുമ്പോൾ ആദ്യം നേരെ എതിരെ വരുന്നത് ഇങ്ങനെ വലത്തുകയിൽ വാളും ഇടത്തുകയിൽ തന്റെ ഭർത്താവിന്റെ ശിരസും തൂക്കി പിടിച്ചു വരുന്ന ഭദ്രകാളിയാണ്. ആ ദേവിയുടെ നേർക്ക് തന്നെ ആദ്യം ഈ വിയർപ്പുള്ളികൾ ഒഴിക്കുകയാണ്. പെട്ടെന്ന് തന്നെ വിയർപ്പെന്ന് പറഞ്ഞാൽ ഉഷ്ണത്തിന്റെ ഒരു ഉൽപ്പന്നമാണല്ലോ. അപ്പൊ പെട്ടെന്ന് തന്നെ ദേവിയുടെ ദേഹത്ത് ആദ്യമായിട്ട് വസൂരി പൊങ്ങി എന്നാണ് കഥ. വളരെ മനോഹരമായിട്ടാണ് ഈ കഥയെല്ലാം ചിട്ടപ്പെടുത്തി എഴുതിയിരിക്കുന്നത്. അപ്പൊ ആ ദേവി വസൂരി ബാധിച്ച് തളർന്നു വീണു. ആ സമയത്ത് ശിവൻ കണ്ടാകർണൻ എന്ന് പറയുന്ന തന്റെ മകനെ വിട്ട് ദേവിയുടെ ദേഹത്തെ മുഴുവൻ വസൂരി പഴങ്ങളും നാവ് കൊണ്ട് നക്കിയെടുത്തു. സഹോദരിയാണ്, മുഖത്തെ പഴങ്ങള് നാവ് കൊണ്ട് നക്കിയെടുത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ ഈ കലാരൂപങ്ങളിലൊക്കെ ദേവിയെ വരയ്ക്കുമ്പോൾ എല്ലാം മുഖത്ത് വസൂരിയോടുകൂടി കാണുന്നത്. മലരൊക്കെ പറ്റിച്ച് മുടിയേറ്റിലൊക്കെ കാണും. അങ്ങനെ ദേവി അവിടെ നിന്ന് ഈ യുദ്ധത്തിൽ വീണ്ടും ക്ഷീണം മാറി എഴുന്നേറ്റ് മനോദരിയെ യുദ്ധം ചെയ്ത് തോൽപ്പിച്ച് മനോദരിയെയും തന്റെ സൗഹൃദത്തിൽ കൂട്ടി. മനോദരി പിന്നെ തന്റെ കൂടെ അടക്കുകയാണ്. കാൽപാദങ്ങൾ മുറിച്ചു കളഞ്ഞു മനോദരിയുടെ ശത്രുവിന്റെ. അപ്പൊ അവർക്ക് നടക്കാനായിട്ട് ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഒരു വടിയും കൊടുത്തു. അപ്പൊ വടി കുത്തി പിന്നീട് നമുക്ക് ദേവി എവിടെ പോയി കഴിഞ്ഞാലും പിന്നാലെ തോഴിയെ പോലെ ഈ മനോദരിയെ കാണാം. ചില ക്ഷേത്രങ്ങളിലൊക്കെ വസൂരിമാല എന്നുള്ള പേരിൽ ഈ ദേവിയുടെ ദേവി ക്ഷേത്രങ്ങളുടെ പിന്നില് നമുക്ക് കാണാൻ പറ്റും. വസൂരിമാല എന്നൊരു ഉപദേവത ഉണ്ടാവും. ചിലയിടത്ത് ഈ കാഞ്ഞിരമാല എന്നുള്ള പേരിലാണ് അത് കാണുന്നത്. അങ്ങനെ പല പേരുകളിലാണ് ഈ ദേവി അറിയപ്പെടുന്നുണ്ട്. ഇതിനെയൊക്കെ പടയണി നമുക്ക് കാണാൻ പറ്റും ഈ രൂപങ്ങളൊക്കെ. അപ്പൊ അങ്ങനെ യുദ്ധം ചെയ്ത് വീണ്ടും ദേവി കോപാകുലിയായിട്ട് അലറി വിളിച്ച് വരികയാണ്. യുദ്ധം ചെയ്ത് ശിവന്റെ അടുക്കിലേക്ക് വരികയാണ്. ഈ യുദ്ധം ചെയ്തതിന്റെ ആ ഒരു മുഴുവൻ ആവേശത്തിലുമാണ് അലറി വരുന്നത്. അപ്പം മഹാദേവന് മനസ്സിലായി ഇവർ വന്നു കഴിഞ്ഞാല് ഏത് രീതിയിൽ ഈ കോപം ശമിപ്പിക്കാൻ ഒക്കുമെന്ന് അറിയത്തില്ല. പെട്ടെന്ന് തന്നെ ഈ ശിവൻ തന്റെ ഭൂതഗണങ്ങളോട് പറയുകയാണ്, ഈ നിങ്ങള് പല രീതിയിലുള്ള നൃത്തഗീത വിനോദങ്ങൾ അവതരിപ്പിക്കണം. അങ്ങനെ അവതരിപ്പിച്ച് ദേവിയെ ശാന്തയാകണം. അപ്പൊ അങ്ങനെ നൃത്തഗീത വിനോദങ്ങൾ അവതരിപ്പിക്കുന്നതാണ് നമ്മൾ പടയണിയായിട്ട് കാണുന്നത്. അതിനകത്ത് നൃത്തമുണ്ട്, ഗീതമുണ്ട്, നാടകമുണ്ട്, ഇതെല്ലാം ഉണ്ട്. ഇതെല്ലാം കൂടി ചേർന്ന് വരുന്ന കലാരൂപമാണ് പടയണി. ഇത് അവതരിപ്പിച്ചിട്ടും പൂർണ്ണമായിട്ടും ദേവിയുടെ കോപം അടങ്ങാതെ വന്നപ്പോ സുബ്രഹ്മണ്യൻ ഈ അലറി വിളിച്ചു വരുന്ന ദേവിയെ തന്നെ വരച്ച് ഈ ദേവിയുടെ മുമ്പിൽ കാണിച്ചു. നമുക്ക് ദേഷ്യം വരുന്ന സമയത്ത് കണ്ണാടി നോക്കി നമ്മുടെ ദേഷ്യം കുറയുന്ന ആ മനഃശാസ്ത്രം പോലെ ദേവിയുടെ തന്നെ ആ രൂപം കണ്ടപ്പോഴത്തേന് കോപം അടങ്ങി എന്നുള്ളതാണ് പടയണിക്കരയുടെ വിശ്വാസം. ഇതാണ് ഈ പടയണിയുടെ പിന്നിലുള്ള ഒരു വിശ്വാസം. ഈ വിശ്വാസത്തെ സാധൂകരിക്കുന്ന രീതിയിലാണ് നമ്മൾ ഇതിന്റെ എഴുത്തുകളും ഇതിന്റെ പാട്ടുകളും ഒക്കെ നമ്മൾ മനസ്സിലാക്കുന്നത്. മുടിയേറ്റ് പോലെയുള്ള കലാരൂപങ്ങളിലാണെങ്കിൽ സുബ്രഹ്മണ്യനും ഗണപതിയും പോയിട്ട് അലറി വിളിച്ചു വരുന്ന വഴി വിലങ്ങി കിടക്കും. മാതൃസഹജമായ വാത്സല്യത്താല് ഈ മക്കളെ പിള്ളേരെ ഇങ്ങനെ കോരി എടുത്തുകൊണ്ട് കോപം അടങ്ങിയതാണ് ഇതേ കഥ മുടിയേറ്റിൽ നമ്മൾ കാണുന്നത്. എന്നിട്ട് ആ കുഞ്ഞുങ്ങളെ കൊണ്ട് അവസാനം വട്ടം ചുറ്റി കറങ്ങി നോക്കി ഇപ്പോഴും നമുക്ക് മുടിയേറ്റിൽ കാണാനായിട്ട് സാധിക്കും. ചിലടത്ത് ശിവൻ തന്നെ വഴി വിലങ്ങി കിടക്കും. അപ്പൊ ശിവനെ വന്ന് ചവിട്ടി നിൽക്കുന്ന പടമൊക്കെ അങ്ങനെ നമുക്ക് വളരെ അപൂർവമായിട്ട് കാണാൻ പറ്റും. അങ്ങനെ അച്ഛനെ ചവിട്ടി ആ ഒരു വിഷമത്തിൽ നിന്ന് പെട്ടെന്ന് തന്നെ കോപം അടങ്ങുന്നത് പോയിട്ട് കാണുന്നുണ്ട്. പല രീതിയിൽ കോപം അടങ്ങിയിട്ടുണ്ട്. പടയണിക്കരകളുടെ വിശ്വാസം ഇപ്രകാരം ഈ നൃത്തഗീത വിനോദങ്ങള് അവതരിപ്പിച്ചുകൊണ്ടാണ് ഈ കോപം അടക്കിയെന്നുള്ളതാണ്. ഇതാണ് പടയണി ഇതിന്റെ പിന്നിലുള്ള കഥ. പിന്നെ സംഭവിച്ചതെന്ന് പറഞ്ഞാല് ഇത് പറ്റിയത് ഈ വിശ്വാസം ഉണ്ടെങ്കിലേ നിലനിൽക്കൂ എന്ന് പറഞ്ഞ പോലെ ഈ പല ക്ഷേത്രങ്ങളിലും പല രീതിയിലുള്ള നാട്ടുരാജ്യങ്ങളായിരുന്നല്ലോ. കേരളം രൂപം കൊള്ളുന്നതിന് മുമ്പ് നമുക്കറിയാം ചെറിയ ചെറിയ രാജ്യങ്ങളായിരുന്നു. പിന്നീട് അത് ഇതായി വേണാട്, കൊച്ചി, മലബാർ എന്നായി. പിന്നെ വേണാട് വലുതായിട്ടാണ്, അല്ലെങ്കിൽ ഇത് മൂന്നും ചേർന്നാണ് പിന്നീട് കേരളമായത്. കഥയൊക്കെ നമുക്കറിയാം. അപ്പൊ അതിന് മുമ്പുള്ള ഓരോ നാട്ടുരാജ്യങ്ങൾ വെച്ച് നോക്കിയാലും ഈ ചെറിയ ചെറിയ കലാരൂപങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഈ പഴയ തെക്കൻകൂറും വടക്കൻകൂറും ചേർന്ന് വെമ്പലനാട് എന്ന് പറയുന്ന പ്രദേശത്തായിരുന്നു ഈ പടയണിയുടെ ഒരു ഏതാണ്ടൊരു ഭൂപ്രകൃതി അനുസരിച്ച് പറയാൻ പറ്റുന്നത്. അപ്പൊ ഇവിടെയുള്ള ദേവീക്ഷേത്രങ്ങളിലെല്ലാം നമുക്ക് പടയണി കാണാം. വ്യത്യസ്തമായ രീതിയിലുള്ള പടയണികൾ കാണാൻ സാധിക്കും. പക്ഷേങ്കില് ഈ എഡ്വേർഡ് ജെന്നർ ഗോവസൂരി പ്രയോഗത്തിലൂടെ ഇതിനെ പ്രതിവിധി കണ്ടുപിടിച്ചതോടെ ഭദ്രകാളിയുടെ കോപം കൊണ്ടല്ല, മറിച്ച് ഇതൊരു വൈറസിന്റെ ആക്രമണമാണെന്ന് ബോധ്യപ്പെട്ടതോടെ ഇത് വളരെ ശക്തമാകുകയും നമ്മുടെ അച്ചുകുത്തി പിള്ളമാര് നടന്ന് അച്ചുകുത്തി പൂർണ്ണമായിട്ടും ഇതില്ലാതാക്കിയ ചരിത്രമൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ. അങ്ങനെ വന്നപ്പോഴത്തേന് ഒരു 50കളിന് ശേഷം ഒരു 56, 57, ഒരു 60, 65 ആയപ്പോഴത്തേന് 70 ആയപ്പോഴത്തേന് നമ്മുടെ അച്ചുകുത്ത് ഏതാണ്ട് പൂർണ്ണമായി. ആ സമയം കൊണ്ട് തന്നെ വസൂരിയെ നിയന്ത്രിക്കാനായിട്ട് സാധിച്ചു. നമ്മുടെ NES ബ്ലോക്കുകളിലൊക്കെ എഴുതി വെക്കാറില്ലേ, വസൂരി ഉള്ളവരെ കണ്ടുപിടിച്ചെന്ന് 5000 രൂപ കൊടുക്കും എന്നൊക്കെയുള്ള ഇതുണ്ടായിരുന്നു. പക്ഷെ അത് പൂർണ്ണമായിട്ട് നമുക്കില്ലാതായി. അപ്പൊ അതുകൊണ്ട് സംഭവിച്ചത് ഇതേപോലെയുള്ള കലാരൂപങ്ങള് പെട്ടെന്ന് തന്നെ അതിലൊരു മാറ്റം വരികയുണ്ടായി. അതിന്റെ സ്ഥാനത്തേക്ക് ഹരികഥയും പിന്നീട് ബാലയും പിന്നെ ഇപ്പൊ പുതിയ കാലത്ത് ഈ ഗാനമേളയും മിമിക്സ് പരേഡും ഒക്കെ ആ ഒരു ഇടവേളയിലേക്ക് ഈ കലാരൂപങ്ങളുടെ സ്ഥാനത്തേക്ക് കയറി വന്നു. എന്നാൽ പൂർണ്ണമായിട്ടും ഇതൊരു അനുഷ്ഠാനത്തിന്റെ ഭാഗമായതുകൊണ്ട്
പൂർണ്ണമായിട്ടും പോയില്ല. വലിയ ഈ ഓഡിയൻസിന്റെ ഒന്നും പിൻബലമില്ലെങ്കിൽ പോലും ഇത് നിലനിന്ന് വന്നു. എന്നാൽ ഒരു 90കളൊക്കെ ആയിക്കഴിഞ്ഞപ്പോഴത്തേനും 90, 2000 ഒക്കെ പുതിയ നൂറ്റാണ്ടൊക്കെ ആയപ്പോഴത്തേനും വിശ്വാസത്തിലൊക്കെ പുതിയ ചില മാറ്റങ്ങൾ ഉണ്ടായി. വിശ്വാസത്തിന്റെ ഭാഗമാണ്, വിശ്വാസത്തിന്റെ മേഖലയിൽ ചില മാറ്റങ്ങളൊക്കെ ഉണ്ടായപ്പോൾ പടയണിയിലൊക്കെ പഴയ വിശ്വാസം പോയി. ഇപ്പോഴ് ശത്രു സംഹാരം പോലെയുള്ള, അല്ലെങ്കിൽ മൃത്യുഞ്ജയം പോലെയുള്ള ശിശുരോഗങ്ങള്, സ്ത്രീ രോഗങ്ങള്, പിന്നെ നമ്മുടെ ധാന്യ സമ്പൽ സമൃദ്ധി, ഇങ്ങനെയൊക്കെയുള്ള വിശ്വാസങ്ങൾ ഓരോ കോലങ്ങളുടെയൊക്കെ പശ്ചാത്തലത്തില് പുതിയ കാലത്തുണ്ട്. അപ്പൊ ആ രീതിയിലുള്ള വിശ്വാസം വന്നു കഴിഞ്ഞപ്പോഴത്തേന് വീണ്ടും വിശ്വാസം എപ്പോഴും ഈ ശക്തമായിട്ട് സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ പിൻബലത്തില് ഇതേപോലെയുള്ള കലാരൂപങ്ങളൊക്കെ വളരെ ശക്തമായിട്ട് വന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ പടയണിയൊക്കെ അവതരിപ്പിക്കാനായിട്ട് ഇഷ്ടംപോലെ ആൾക്കാർ വഴിപാടായിട്ട് ഇത് സമർപ്പിക്കാൻ വരും. എന്നാൽ പലയിടത്തും നമുക്കറിയാം ഒരു വലിയ ഒരു ഗാനമേളയ്ക്ക് ഉള്ള ആൾക്കൂട്ടം പോലെയുള്ള ആൾക്കൂട്ടമല്ല, വേറൊരു രീതിയിലുള്ള ആൾക്കൂട്ടമാണ്. എന്നാൽ ഇന്നത് ഒരുപാട് മാറി. ഇന്ന് ഒരുപാട് ആൾക്കാരെ ഈ കലാരൂപങ്ങളെ കാണാൻ വരുന്നുണ്ട്. ഇത് പൂർണ്ണമായിട്ട് ഒരു സംസ്കാരത്തിന്റെ ഒരു ഭാഗമായതുകൊണ്ട് തന്നെ ഇതിന്റെ കലയും പാട്ടും ഇതിന്റെ ചിത്രമെഴുത്തും ഇങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള മേഖലകൾ ഉള്ളത് കൊണ്ട് ഒരുപാട് പഠനങ്ങളൊക്കെ ഇപ്പൊ ഇതിലേക്ക് വന്നു. നമ്മുടെ യൂണിവേഴ്സിറ്റികളിലെല്ലാം ഇതിന്റെ സിലബസിലെല്ലാം ഇത് ഉൾപ്പെടുത്താനായിട്ട് സാധിച്ചു. പല യൂണിവേഴ്സിറ്റികളും അത് പഠനമുണ്ട്. അങ്ങനെ കഴിഞ്ഞ നമ്മുടെ IAS എക്സാമിനേഷൻ പോലും നമ്മുടെ പൈരവി കോലത്തെ പറ്റി ചോദ്യം ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയുള്ള രീതിയിലേക്ക് ഇത് വളർന്നു വന്നു. ഇതാണ് ഇതിന്റെ ഒരു പശ്ചാത്തലം എന്ന് പറയുന്നത്. ഇപ്പം പിന്നെ പുതിയ കാലത്ത് ഈ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് ഓരോരുത്തരും അവരവരുടേതായ ആശയങ്ങൾ, പുരോഗമനപരമായിട്ടുള്ളത് ഞങ്ങളുടെ ലക്ഷ്യമാണ്, അല്ലെങ്കിൽ ഹൈന്ദവ സംബന്ധമായിട്ടുള്ളത് ഞങ്ങളുടേതാണ്, ഈ രീതിയിലൊക്കെയും ഉള്ള ഇതിനെ ബലപ്പെടുത്താനായിട്ട് സാധിച്ചു. ഇവർക്കെല്ലാം ഇതിനോട് യോജിക്കാൻ പറ്റുന്നുണ്ട്. ഇങ്ങനെയുള്ള സാംസ്കാരികമായിട്ടുള്ളതിനെ നിലനിർത്തുക എന്നുള്ള ഒരു വിശ്വാസമുള്ളവർ അതിനു വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നു. ഇതൊരു ഹൈന്ദവ ഏകീകരണത്തിന് കൊള്ളാമെന്നുള്ള അങ്ങനെ പ്രവർത്തിക്കുന്നു. ഇപ്പൊ പല രീതിയിലും ഈ കലാരൂപങ്ങൾ ഏതായാലും എല്ലാം വളരെ സജീവമായിട്ട് സമൂഹത്തിൽ ഇന്നുണ്ട് എന്നുള്ളതാണ്. ഇനി നമുക്ക് ഇതിന്റെ ഈ നമ്മൾ മണിമലയാറുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ മണിമലയാറിന്റെയും പമ്പാ നദിയെ ചോദിച്ചോ? എന്തെങ്കിലും ആരെങ്കിലും എന്തോ ചോദിച്ചോ? ഇല്ല സാർ, എന്റെ അടുത്ത ക്വസ്റ്റ്യൻ അത് തന്നെയായിരുന്നു. എന്തുകൊണ്ടാണ് ഇത് മധ്യ കേരളത്തിൽ മാത്രം അനുഷ്ഠിച്ചു വരുന്ന ഒരു കലയായി മാറിയത് എന്നുള്ളതായിരുന്നു. എനിക്ക് തോന്നുന്നു സാർ അതിലേക്ക് തന്നെയാണ് അതിലേക്ക് വരാം. അത് ഞാൻ പറഞ്ഞല്ലോ, ചെറിയ രാജ്യങ്ങളായതുകൊണ്ട് ഈ ഓരോ രാജ്യത്തിനും പണ്ട് രാജ്യം എന്നുള്ള സങ്കല്പത്തിൽ തന്നെയാണ് അത്യാവശ്യം നാണയവും സേനയും ഒക്കെ ഉള്ള രാജ്യം ഉണ്ടാകും. അധികാരമൊക്കെ ഉള്ള സമയത്ത് തങ്ങളുടേതായ ആ മേഖലയിൽ നമ്മളുടെ ഒരു സ്വത്വം പ്രകടിപ്പിക്കാൻ പറ്റുന്ന രീതിയിലുള്ള കലാരൂപങ്ങളോ എല്ലാത്തിന്റെ അടിസ്ഥാനം ഞാൻ പറഞ്ഞ കാളിദാരിക പുരാവൃത്തം തന്നെയാണ് ഇന്ന് നമ്മൾ അന്വേഷിച്ച കണ്ടെത്താം. പക്ഷെങ്കിൽ എല്ലാവരും അവരവരുടേതായിട്ടുള്ള കലാരൂപങ്ങൾ കൊണ്ടുവന്നു. അതുകൊണ്ട് അങ്ങനെ വന്നപ്പോഴാണ് നമ്മളുടെ ഈ മേഖലയിൽ ഇപ്പം ഒരു തെക്കൻകൂറിന്റെ ഭാഗത്തേ ഉള്ളൂ അങ്ങനെയുള്ള ഒരു ഭാഗത്ത് പൂർണ്ണമായിട്ടും ഇവിടെയുള്ളവരെ ഈ രീതിയിലുള്ള ഒരു കലാരൂപത്തെയാണ് മുന്നോട്ട് കൊണ്ടുവന്നത്. അപ്പം അതിന് വേറെ തെളിവുകളൊക്കെ ഉണ്ട്. കുഞ്ഞൻ നമ്പ്യാർ വന്ന് താമസിക്കാനിടയായത് ഈ മേഖലയിലായതുകൊണ്ട് അദ്ദേഹത്തിന്റെ തുള്ളൽപ്പാട്ടിലും ഒക്കെ ഉള്ള ഇതിന്റെ ഒരു സ്വാധീനവും ഇതിന്റെ വൃത്തത്തിന്റെയും ഭാഷകളുടെയും അതുപോലെ തന്നെ നമ്പ്യാരുടെ ചില ശൈലികൾ പടയണിയിലേക്ക് വന്ന് നോക്കാൻ നമുക്ക് വേണേ പഠനത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റും. അങ്ങനെയൊക്കെയുള്ള പ്രത്യേകതയുണ്ട്. അതുകൊണ്ട് ഈ മേഖലയിൽ മാത്രമേ ഉള്ളൂ. ഇത് ഈ മണിമലയാറിന്റെയും പമ്പാ നദിയുടെയും തീരങ്ങളിലാണുള്ളത്. ഈ തീരങ്ങളില് ശരിക്കും പ്രധാനപ്പെട്ട 5 ഈ ബ്രാഹ്മണ ഗ്രാമങ്ങൾ വന്നപ്പോൾ ഈ ഭാഗത്ത് ഈ 5 ഉണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്ന് കവിയൂരും ആറന്മുളയും ചെങ്ങന്നൂരും. ഇത് 3 പ്രധാനപ്പെട്ടതാണ്. അപ്പൊ ഇവയോട് ബന്ധപ്പെട്ടാണ് ഈ പടയണി കലകളെല്ലാം രൂപം കൊണ്ടിരിക്കുന്നത്. അപ്പം ഇവിടെ മറ്റുള്ളിടത്തെ പോലെയുള്ള ഒരു എന്താ പറയുക ഒരു സംഘർഷമൊന്നും ഈ ആര്യാധിനിവേശത്തിന്റെ ഭാഗമായിട്ട് ഉണ്ടായില്ല. ഒരു സമവായത്തിലാണ് ഇവിടെ പോയതായിട്ടാണ് പറയുന്നത്. അപ്പൊ അങ്ങനെ വന്നുകൊണ്ട് തന്നെ ഈ ക്ഷേത്രങ്ങളൊക്കെ ഈ നടന്നിരുന്ന കാവുകളൊക്കെ ക്ഷേത്രങ്ങളാക്കിയെങ്കിലും ഇവയെല്ലാം നേരത്തെ കാവുകളായിരുന്നു. അതിന് തെളിവ് ഇപ്പോഴും ഉണ്ട്. നമുക്ക് നടക്കുന്ന എല്ലാ രൂപങ്ങൾ നമുക്ക് കാണിക്കാം, ഇതിനകത്ത് കാണിക്കാം. അങ്ങനെയുള്ള കാവുകൾ എങ്ങനെ ക്ഷേത്രങ്ങളായി, അത് ഇവരുടെ വരവോടുകൂടിയാണ് ഈ രീതിയിലുള്ള രൂപങ്ങളും ആരാധനാ സമ്പ്രദായങ്ങളും ഒക്കെ വന്നത്. പക്ഷെങ്കിൽ ഈ ക്ഷേത്രത്തിനുള്ളില് ഈ ബ്രാഹ്മണ രീതിയിലുള്ള പൂജയും പുറത്ത് ഇവിടെ നടന്നിരുന്ന രീതിയിലുള്ള ഒരു അനുഷ്ഠാനമാണ് ഇപ്പം നടക്കുന്നത്. ഇപ്പോൾ ഈ പടയണി നടക്കുന്ന സമയത്തേക്ക് നമുക്ക് ഈ ക്ഷേത്രത്തിൽ നിന്ന് ഭഗവതിയെ ഇങ്ങനെ വിളക്കിൽ ആവാഹിച്ച് വെളിയിൽ കൊണ്ടുതരികയാണ്. തിരിച്ച് പടയണി തീരുമ്പോൾ തിരിച്ചകത്തേക്ക് കൊടുക്കുകയാണ്. ക്ഷേത്രത്തിനുള്ളിൽ പ്രവേശനം ഈ ബ്രാഹ്മണ സമുദായത്തിൽപ്പെട്ടവർക്കേ ഉള്ളല്ലോ. എന്നാൽ പുറത്തുള്ള ദേവീ പൂജ പൂർണ്ണമായിട്ടും ഈ പടയണി പോലെയുള്ള അനുഷ്ഠാനങ്ങളിലെ മറ്റ് സമുദായം മുതലുള്ള മറ്റ് സമുദായങ്ങളാണ് ചെയ്തു വരുന്നത്. എല്ലാ സമുദായങ്ങൾക്കും അതിനകത്ത് അതിൻ്റെതായ അർഹിക്കുന്ന രീതിയിലുള്ള പ്രാധാന്യവുമുണ്ട്. അപ്പൊ ഈ ആറ്റുതീരത്ത് ഉള്ള എന്ന് ഞാൻ പറഞ്ഞില്ല. അതുകൊണ്ട് തന്നെ ഈ കരപ്പടയണി എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ഈ നദിയും കരയും എന്നുള്ള അർത്ഥത്തിലാണ് ഈ കരകൾ വന്നത്. അപ്പൊ നദിയുടെ തീരത്തുള്ള ഓരോ കരകളും ഓരോ കരപ്പടയണി എന്നുള്ള രീതിയിലേക്ക് വന്നു.
പ്രധാനമായിട്ടും ഒരു 20ഓളം കരകളിൽ ശക്തമായ പടയണി ഇപ്പം നിലനിൽക്കുന്നുണ്ട്. അതില് 10 നമ്മുടെ മണിമലയാറിന്റെ തീരപ്രദേശങ്ങളാണ്. 8 പൂർണ്ണമായിട്ടും തീരപ്രദേശങ്ങളിലും കുന്നന്താനവും അതുപോലെ തന്നെ എഴുമറ്റൂരും ഒരു 4-5 കിലോമീറ്റർ വിട്ടുമാണ്. എന്നാലും ആ നദീ തീരത്തിന്റെ ആ ഒരു സംസ്കാരം ഉൾക്കൊള്ളുന്ന രീതിയിലാണ് അത് പറയുന്നത് അതിലുള്ള അനുഷ്ഠാനങ്ങളൊക്കെ. അതുകൊണ്ട് തന്നെ ഈ പടയണിയിലെ ഈ തൻകരയെന്നും ബന്ധുക്കരയെന്നും അക്കരെയുള്ള കര ഇപ്പറേ വരുന്നത് ബന്ധുക്കരയാണ്. കോട്ടാങ്ങൽ പോലെയുള്ള മണിമലയാറിന്റെ തീരത്തുള്ള ക്ഷേത്രം കോട്ടാങ്ങൽ പടയണി എന്നാണ് അറിയപ്പെടുന്നതെങ്കിലും 2 കരക്കാരാണ് അത് അവതരിപ്പിക്കുന്നത്. ഒന്ന് കോട്ടാങ്ങൽ കരയും കോട്ടാങ്ങൽ ആറിന് വടക്ക് വശത്തും കുളത്തൂർ ആറിന് വടക്ക് വശത്തും കോട്ടാങ്ങൽ ആറിന്റെ തെക്കേ സൈഡ് ആറിന് അക്കരെ ഇക്കരയായിട്ടാണ്. പക്ഷെ കോട്ടാങ്ങൽ ക്ഷേത്രത്തിലാണ് പടയണി നടത്തുന്നത്. അപ്പൊ ഒന്ന് പടയണി നടക്കുന്ന കരക്കാരാണ് തൻകര, അവർ മറ്റേ കരയെ ബന്ധുക്കര എന്നാണ് പറയുന്നത്. അപ്പൊ ബന്ധുക്കരെ സ്വീകരിക്കുക, അങ്ങനെയൊക്കെയുള്ള കര തിരിഞ്ഞുള്ള ഇത് നമുക്ക് കാണാൻ പറ്റും. അതിൽ നാടകങ്ങളിലൊക്കെ ഈ വള്ളവും മഞ്ചിക്കാരും ഒക്കെ വരുന്ന കഥകളൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പൊ ഈ രീതിയിലാണ് ഒരു സംഭവം പോകുന്നത്. നമുക്ക് പ്രധാനമായിട്ടും ഉള്ള കരകൾ എന്ന് പറയുന്നത് മണിമലയാറിന്റെ ഏറ്റവും കിഴക്ക് ഭാഗത്തു നിന്ന് ഇങ്ങോട്ട് പടിഞ്ഞാട്ട് ഒഴുക്കില് ആദ്യം നമുക്ക് പറയാൻ പറ്റുന്നത് കോട്ടാങ്ങൽ പടയണിയാണ്. കോട്ടാങ്ങൽ പടയണി ഇപ്പം വരികയാണ്. കോട്ടാങ്ങൽ പടയണി നമുക്ക് ധനുമാസം മുതല് ധനുമാസിലെ ഭരണിക്ക് തുടങ്ങി മുതല് ഭരണി നാളിലാണ് തുടങ്ങി 28 ദിവസമാണ് അത് നീണ്ടു നിൽക്കുന്നത്. അതിന്റെ 2 ദിവസം മാറി അവസാനത്തെ 26-27 ദിവസങ്ങളായിട്ട് കോട്ടാങ്ങൽക്കാരെ അവസാനത്തെ ദിവസവും അതിന് തൊട്ട് തലേ ദിവസം കുളത്തൂക്കാരും വലിയ പടയണി നടത്തുന്നതാണ് കോട്ടാങ്ങൽ കരയിലുള്ളത്. കോട്ടാങ്ങൽ കരയിലെ പടയണിയുടെ ഒരു വലിയ വിശ്വാസം എന്ന് പറഞ്ഞാൽ കോട്ടാങ്ങലിലെ ഭരണി ഈ പടയണി അങ്ങോട്ട് തീർന്നു കഴിഞ്ഞാൽ, അതായത് ഈ സമയമൊക്കെ ഒരു ഫെബ്രുവരി മാർച്ചിലാണ് അധികം നടക്കുന്നത്. അവിടുത്തെ ഈ പടയണി തീർന്ന ഉടൻ തന്നെ ഒരു വലിയ കാറ്റ് അന്തരീക്ഷത്തിൽ സ്വാഭാവികമായിട്ട് ഉണ്ടാകും. അപ്പൊ അവിടുത്തെ വിശ്വാസം എന്ന് പറയുന്നത് ഈ ആറ്റിലൂടെ ഭഗവതി അവിടെ നേരെ കല്ലുപ്പാറയ്ക്ക് പോരുകയാണ്. ആറ്റിൽ കൂടെ തന്നെയാണ് സഞ്ചാരം, പഴയ ഒരു സഞ്ചാര വഴി ആളാണ്. അതുകൊണ്ട് പിറ്റേ ദിവസം മുതൽ ഇവിടെ അല്ല ഭഗവതി, ആ ഭഗവതി തന്നെ കല്ലുപ്പാറ ചെല്ലുമെന്നാണ് പറയുന്നത്. അപ്പൊ അടുത്ത മാസം കുംഭത്തിലാകുമ്പോഴത്തേന് അവിടെ ഭരണിക്ക് മുമ്പുള്ള രേവതിക്കും അശ്വതിക്കുമാണ് കല്ലുപ്പാറയിൽ ഈ പടയണി നടക്കുന്നത്. അപ്പൊ ഇങ്ങനെ ഈ കരകളെല്ലാം തമ്മിൽ ബന്ധമുണ്ട്. ഇപ്പൊ കോട്ടങ്ങളാണ് നമ്മുടെ ഈ ആദ്യമുള്ള കര. പക്ഷേ പടയണി ആദ്യം നടക്കുന്ന നമ്മുടെ ഇതിനോട് അടുത്ത് വരുന്ന ഒരു ക്ഷേത്രം എന്ന് പറയുന്നത് തെള്ളിയൂർക്കാവാണ്. അതൊരു 4-5 നമ്മുടെ വെണ്ണിക്കുളത്ത് നിന്ന് കുറച്ച് 4 കിലോമീറ്റർ പോകണം. എന്നാലും മണിമലയാറാണ് അതിനോട് ചേർന്ന് വരുന്ന ഒരു കര. അവിടെ ഇപ്പൊ ഈ മാസം തുടങ്ങുകയാണ്. ഈ ഡിസംബർ അവസാനം, അതായത് ധനു 5 അവിടെ ആരംഭിക്കും. ധനു 5 മുതൽ ധനു 10 വരെയാണ് അവിടുത്തെ പടയണി. എല്ലാ വർഷവും ഡിസംബർ അവസാനം മുതൽ ജനുവരി ആദ്യം വരെ, ചിലപ്പം ഡിസംബറിൽ തന്നെ തീരും. അതിപ്പോ ഈ ഇവിടെ തുടങ്ങുകയാണ്. അവിടെയുള്ള പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ ചില ക്ഷേത്രങ്ങളൊക്കെ ഈ ബുദ്ധമത പാരമ്പര്യത്തിന്റെ പഴയ തേര് വലിക്കുന്ന സമ്പ്രദായമൊക്കെ നിലനിന്നിരുന്നു. പ്രകൃതി നമ്മുടെ ആ ഒരു പഴയ ആരാധനാക്രമത്തിന്റെ ചില തിരുശേഷിപ്പുകൾ എന്നൊക്കെ നമുക്ക് പറയാവുന്ന തേരുകള്, അതുപോലെ തന്നെ ഈ തൊഴുവ് എന്ന് പറയുന്ന വലിയ കാളത്തലകള് അലങ്കരിച്ച് വെക്കുന്നത്. അതൊക്കെ നേരത്തെ വലിയ കാളക്കെട്ടൊക്കെ ഉണ്ടായിരുന്ന അതിന്റെ ഇന്ന് അവശേഷിക്കുന്ന അതിന്റെ തല മാത്രമേ ഉള്ളൂ. അപ്പൊ ഏതാണ്ട് 12ഓളം വലിയ കാളത്തലകളൊക്കെ അവിടെ പ്രദർശിപ്പിക്കും. അത് വലിയ തൊഴുവും പോലെ കെട്ടിയുണ്ടാക്കി അതിലാണത് പ്രദർശിപ്പിക്കുന്നത്. അവിടെ നമുക്ക് കാണാൻ പറ്റും. പിന്നെ അവിടെയുള്ള വേറൊരു പ്രത്യേകത, ഈ ചൂരലടവി നമ്മുടെ ഇവിടെയുള്ളതിൽ ഏറ്റവും ശക്തമായിട്ടുള്ള ഒരു ക്ഷേത്രമാണ് തെള്ളിയൂർക്കാവ്. അവിടുത്തെ 7ാം ഉത്സവത്തിന്, അതായത് 5-ാം തീയതി ധനു 5-നാണെങ്കിൽ 2 ദിവസം കഴിയുമ്പോൾ അവിടെ അടവിയാണ്. ചൂരൽ ഇങ്ങനെ ദേഹത്ത് വലിച്ച് ചുറ്റി ഒരു രക്തബലിയുടെ തുല്യമായിട്ടുള്ള പഴയ ഒരു ബലിക്കൊക്കെ തുല്യമായിട്ട് രക്തം ഭൂമിയിൽ വീഴുക, ഭൂമിയെ ഉർവരമാക്കുക എന്നൊക്കെ ഉള്ള ചില വിശ്വാസങ്ങളാണ് അതിന്റെ പിന്നിൽ നിന്നാണ് വായിച്ചു കേട്ടിട്ടുള്ളത്. അപ്പൊ അങ്ങനെയുള്ള ഒരു ബലി അവിടെ ഇപ്പോഴും നടക്കുന്നുണ്ട്. അതുപോലെ ക്ഷേത്രത്തിലല്ലാതാണ് അവിടെ പടയണി നടക്കുന്നത്. അവിടെ ഒരു പ്രത്യേക പാട്ടമ്പലമുണ്ട്. അവിടുത്തെ വലിയ അമ്പലത്തിൽ നിന്ന് ഏകദേശം ഒരു 1 കിലോമീറ്ററോളം ദൂരെ ഉള്ള, എന്നും ഈ 41 ദിവസവും കളമെഴുത്തും പാട്ടുമുള്ള ഒരു പാട്ടമ്പലത്തിന്റെ മുമ്പിലാണ് അവിടെ ഈ ചൂരലടവി നടക്കുന്നത്. ചൂരലടവിക്ക് മുമ്പായിട്ട് പകലടവിയുണ്ട്. അതുപോലെ തന്നെ അടവി എന്ന് ഉദ്ദേശിക്കുന്നതിന് വനം എന്നാണ് അർത്ഥം. അപ്പം അത് അവിടെ വേല സമുദായത്തിൽപ്പെട്ടവരാണ് അധികാരം കൊടുക്കുന്നത്. അപ്പൊ വേല സമുദായത്തിൽ പകലടവിയിൽ വന്നിട്ട് അവിടുത്തെ ഇന്നത്തെ മറ്റു സമുദായങ്ങൾക്ക് അധികാരം കൊടുക്കുകയാണ്. നായർ സമുദായം എന്ന എല്ലാ സമുദായങ്ങൾക്കും ചേരുന്ന ഒരു ഹിന്ദു സമൂഹത്തിന് വൈകുന്നേരത്തെ അടവി നടത്താനുള്ള അനുവാദവും നമ്മൾ തെയ്യത്തിലൊക്കെ കാണുന്ന പോലെ ദേവിയുടെ പ്രതിനിധിയായിട്ട് വന്ന് അവിടുത്തെ പോരായ്മകളൊക്കെ പറയുന്ന ചടങ്ങ് നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും. പിന്നെ 2 ദിവസം കഴിഞ്ഞിട്ടാണ് വലിയ പടയണി അവിടെ നടക്കുന്നത്. അവിടുത്തെ അടവിയാണ്, അവിടുത്തെ ചൂരലടവിയാണ് അവിടുത്തെ പ്രധാനമായിട്ടുള്ളത്. പിന്നെ ഉള്ള മണിമലയാറിന്റെ തീരത്തുള്ളതെന്ന് തൊട്ടടുത്തുള്ള
പോരിട്ടിക്കാവ്, പോരിലെ ദേവത, പോരിന്റെ യുദ്ധദേവത എന്നൊക്കെ പറയുന്നത് പോരിട്ടിക്കാവാണ്. ഇപ്പൊ അത് പറഞ്ഞ് പോർട്ടൂക്കാവുന്നായി. പോർട്ടൂക്കാവ് പടയണി അതും പെണ്ണിക്കുളത്തിനടുത്ത് തന്നെയാണ്. അത് അതിന്റെ തീരത്ത് തന്നെയാണ്, മണിമലയാറിന്റെ തീരത്ത് തന്നെയാണ്. അതിന്റെ അമ്പലത്തിന്റെ തെക്ക് വശത്തായിട്ട് ആറൊഴുകും നമുക്ക് കാണാം. നാട്ടിൽ നിന്ന് കയറി വരാവുന്ന പോലെയുള്ള അകലമേ ഉള്ളൂ. പോരട്ടിക്കാവില് അവിടെയല്ല ഈ ധനുമാസം, ഈ ഫെബ്രുവരി മാർച്ചിലാണ് ഇവിടെ എല്ലാം പടയണി നടക്കുന്നത്. അവിടെ എല്ലാം പടയണിയുടെ ഒരുക്കങ്ങളായി തുടങ്ങി. പിന്നുള്ള അവിടെ ഈ പറഞ്ഞ പോലെ അടവിയുണ്ട്, പക്ഷെ അവിടെ ചൂരലടവിയില്ല. എന്നാലും മറ്റുള്ള പല കരകൾ ചേർന്നുള്ള ഒരു പടയണിയാണ് അവിടെ നടക്കുന്നത്. ഏതാണ്ട് 6-7 കരകള് ചേർന്നിട്ട് കരപ്പടയണിയായിട്ട് ഓരോ ദിവസം ഇടവിട്ടാണ് അവിടെ നടക്കുന്നത്. അമ്പാട്ട് ഭാഗം, കവുങ്ങുംപ്രയാറ്, വാലാങ്കര, ഇങ്ങനെ പല സ്ഥലങ്ങളുണ്ട്. അപ്പൊ ഇവരെല്ലാം കൂടെ ചേർന്ന് പല ദിവസങ്ങളായിട്ട് പടയണി നടത്തുന്നതാണ് കണ്ടുവരുന്നത്. പിന്നെ തൊട്ടടുത്തുള്ളത് ഇത് ഈ നമ്മുടെ ആറേ അമ്പലത്തിന്റെ തെക്ക് വശത്തൂടാണ്, തെക്ക് വശത്തൂടാണ് ഒഴുകുന്നത്. തൊട്ടടുത്ത് തന്നെ ഒരു 3-4 കിലോമീറ്റർ വരുമ്പോഴാണ് കല്ലൂപ്പാറ എന്ന് പറയുന്ന സ്ഥലം. കല്ലൂപ്പാറയില് നേരെ തിരിച്ചാണ്, ഇങ്ങേക്കരയിലാണ്, ആറിന്റെ തെക്കേ കരയിലാണ് അമ്പലം ഇരിക്കുന്നത്. അപ്പൊ ഒന്ന് വടക്കേ കരലും ഒന്ന് തെക്കേ കരലുമായിട്ടാണ് ഈ അമ്പലങ്ങളുടെ ഒരു സ്ഥിതി. ഇവിടെയും ഇതേപോലെ തന്നെ വലിയ പടയണിയുള്ള ക്ഷേത്രമായിരുന്നു. ഏതാണ്ട് 1 മാസത്തെ ഉത്സവം ഇവിടെ ഉണ്ട്. ഇവിടെയും ഭരണിക്ക് തന്നെയാണ് ഇത് വരുന്നത്. ഇതും ഫെബ്രുവരി മാർച്ച്, ഇതെല്ലാം അടുത്തടുത്ത സമയങ്ങളാണ്. അതായത് മീനം, മേടം, കുംഭം, മീനം, കുംഭഭരണി, മീനഭരണി, മേടഭരണി. ഈ ഭരണിയോട് ചേർന്നാണ് ദേവീക്ഷേത്രങ്ങളിൽ സാധാരണ ദേവിയുടെ പിറന്നാളെന്നുള്ള ഈ ഉത്സവം വരുന്നതുകൊണ്ടാണ് ഈ ഭരണിയോട് ചേർന്ന് വരുന്ന രേവതി, അശ്വതി, ഭരണി നാടുകളിൽ ഈ പടയണി നടന്നു വരുന്നത്. കല്ലൂപ്പാറയിലാണ് ഈ പാട്ടുകളിലൊക്കെ കല്ലൂർ എന്നുള്ള രീതിയിൽ പല പാട്ടുകളിലും കാണാം. അപ്പൊ ആദ്യം വന്ന ക്ഷേത്രം എന്നുള്ള നിലയ്ക്കും മാത്രമല്ല, ഇതിവരുടെ രണ്ടും കൂടെ അടുത്തായിട്ടാണ് ഈ ഇടപ്പള്ളി സ്വരൂപത്തിന് നമ്മളുടെ ഈ പ്രാദേശിക ചരിത്രത്തിൽ ഒരു പ്രാധാന്യമുള്ള ഇവരുടെ ഒരു ആസ്ഥാനം ഇവിടെ ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അതിന്റെ ഒരു സ്ഥലമൊക്കെ ഇപ്പൊ അതിനടുത്തുണ്ട്. പക്ഷെ കണ്ടിട്ടുള്ളവർ പറയുന്നത് നേരത്തെ അവിടെ ഒരു ചാവടിപ്പര പോലെയൊക്കെ ഉള്ള സംഭവം ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അവിടെ ഇളങ്ങല്ലൂർ എന്നാണ് പറയുന്നത്. അപ്പൊ ഇടപ്പള്ളി വാളും അമ്പും, അത് അധികാരത്തിന്റെ വാളും അമ്പും ഇളങ്ങല്ലൂർ വാഴുന്നവർക്ക് നല്ലു എന്ന് പാട്ടിൽ തന്നെ പറയുന്നുണ്ട്. അപ്പൊ ഇടപ്പള്ളിയുടെ ഒരു പ്രാധാന്യം ഈ ക്ഷേത്രത്തിനുണ്ടായിരുന്നു. അവിടെ ഒരു ക്ഷേത്രത്തിനോട് ചേർന്ന് തന്നെ ഒരു പള്ളിയുണ്ട്. ആ പള്ളിയും ഇതേപോലെ തന്നെ ഒരു ക്ഷേത്രത്തിന്റെ മാതൃകയിലാണ് ആ പള്ളി ഇരിക്കുന്നത്. പള്ളിയുടെ ഒരു മൈതാനത്തിലൂടെ ഇത് കടന്നു വരുന്ന കോലം കടന്നു പോകാനുള്ള അനുവാദവും പണ്ട് അതുപോലെ തന്നെ ഈ ക്ഷേത്രത്തിന്റെ മൈതാനിയിലൂടെ നിരണത്തേക്ക് ആറ്റിലൂടെ ശവങ്ങളൊക്കെ അടക്കം ചെയ്യാൻ കൊണ്ടുപോകാൻ ക്രിസ്ത്യാനികൾക്ക് അനുവാദവും ഒരു കാലത്തുണ്ടായിരുന്നു. അതൊക്കെ ഇടപ്പള്ളി തമ്പുരാൻ പിന്നീടാണ് ഈ പള്ളി പണിത് കൊടുക്കുന്നത്. അങ്ങനെയുള്ള ബുദ്ധിമുട്ട് പരിഹരിച്ചുകൊണ്ടാണ് അതിനടുത്ത് പള്ളി പണിതെന്നാണ് അവരുടെ ഇതിന്റെ ചരിത്രത്തിൽ കാണുന്നത്. അപ്പൊ ഇവര് രണ്ട് സഹോദരങ്ങൾ എന്നുള്ള രീതിയിൽ ആ ക്ഷേത്രത്തിൽ പോകുന്നൊരു പള്ളി വരുന്ന ഒരു ക്ഷേത്രത്തിലേക്ക് വരുന്ന ഒരു ആരാധനാ രീതിയും എല്ലാം പരസ്പരം വളരെ യോജിച്ചു പോകുന്നൊരു സംസ്കാരമൊക്കെ ആ പ്രദേശത്തുണ്ട്. ഈ ക്ഷേത്രത്തിൽ നമ്മുടെ ക്ഷേത്രങ്ങളിൽ കാണുന്ന പോലെ പള്ളിയിലെ കല്ലുവിളക്കും കൊടിമരവും ഒക്കെ നമുക്ക് കാണും. ഏതാണ്ട് മാതൃകയും ക്ഷേത്രം പോലെ തന്നെയാണ് ഇരിക്കുന്നത്. അടുത്തടുത്താണ്, വളരെ അടുത്തടുത്താണ് ഇത് രണ്ടും സ്ഥിതി ചെയ്യുന്നത്. പിന്നെയുള്ള ഇതിനോട് ചേർന്ന് വരുന്ന ഒരു ക്ഷേത്രം നല്ലൂർ സ്ഥാനം എന്ന് പറയുന്ന മണിമലയാറിന്റെ തെക്ക് വശത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന മറ്റൊരു ക്ഷേത്രമാണ്. അവിടെയും ഈ കുംഭമാസം തന്നെയാണ് പടയണി നടക്കുന്നത്. എല്ലാം ഫെബ്രുവരിയിലോ മാർച്ചിലോ ആയിട്ട് വരും അവിടെ ഈ പടയണി നടക്കുന്നത്. അവിടെയുള്ള ഒരു മറ്റുള്ളിടത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള കോലടി അവിടെ വളരെ പ്രാധാന്യമാണ്. മറ്റു ഈ കാവുകളിൽ കാണാത്ത രീതിയിലുള്ള പുലവൃത്ത കോലടിയും അവിടുത്തെ ഒരു പ്രത്യേകതയായിട്ട് പറയാം. ബാക്കിയുള്ളിടത്തെല്ലാം ഈ പറയുന്ന കോലങ്ങളൊക്കെ തന്നെയാണ് വരുന്നത്. പിന്നെ മണിമലയാറിനോട് ചേർന്ന് വരുന്ന മറ്റൊരു ക്ഷേത്രം എന്ന് പറയുന്നത് തിരുവല്ല കഴിഞ്ഞ് മണിമലയാറിന്റെ ഒരു കൈത്തോടുണ്ട്. അത് വെമ്പാല എന്ന് പറയുന്ന സ്ഥലത്തൂടെയാണ് അത് ഒഴുകുന്നത്. ചക്രശാലക്കടവ് എന്നുള്ള ഈ പുരാണ കഥകളൊക്കെ ഒരുപാട് ക്ഷേത്രങ്ങളുള്ള തിരുവല്ല വൈഷ്ണവ ക്ഷേത്രമാണല്ലോ. അതിനോട് ചേർന്ന് വരുന്ന ആ പ്രദേശത്ത് അത് വളരെ അടുത്ത് തന്നെ മണിമലയാറിലോട്ട് ചേരുകയാണ്. ആ ക്ഷേത്രത്തില് ഇതേപോലെ വളരെ വലിയ പടയണിയാണ് നടക്കുന്നത്. ഏതാണ്ട് ഒരു 25 ദിവസത്തിനടുത്ത് അവിടെ പടയണി നടക്കും. അവസാനത്തെ അവിടെ ഈ ഭരണി നാൾ ഇതുപോലെ തന്നെ ഭരണി നാളിൽ തീരുന്ന പോലെയാണ് അവിടുത്തെ പുറകോട്ട് 20 ദിവസമാണ് അവിടുത്തെ പടയണി കടന്നു വരുന്നത്. അവിടെ ഇതേപോലെ 2 കരകളാണ് ഈ പടയണി നടത്തുന്നത്. തിരുവല്ല നമ്മൾ ആ മെയിൻ റോഡിലെ MC റോഡിന്റെ കിഴക്ക് വശത്ത് വരുന്ന കരക്കാരുടേത് ഇരുവള്ളിപ്പറ എന്ന് പറയുന്ന കരക്കാരുടെ പടയണിയുണ്ട്. പിന്നെ വെമ്പാല
അമ്പലം ഇരിക്കുന്ന കരക്കാരുണ്ട്. അങ്ങനെ 2 കരക്കാരുടെ പടയണിയാണ് അവിടെ. അതുപോലെ തെങ്ങോലി ഇരുവള്ളിപ്പറക്കാരുടെ കൂടെ തന്നെ ചേർന്നാണ് പടയണി നടത്തുന്നത്. അങ്ങനെ 2 കരകള് മാറി മാറിയാണ് അവിടെ പടയണി നടത്തുന്നത്. ഇവിടെയുള്ള ഒരു പ്രത്യേകത, ഇവിടെയും അടവിയുണ്ട്, ചൂരലടവിയുണ്ട്. പക്ഷെ ഇവിടുത്തെ ചൂരലടവി നമ്മുടെ തെള്ളിയൂർ പറഞ്ഞ പോലെ വലിയ ചൂരല ആ രീതിയിലല്ല. ഇവിടെ ചെറിയ ചൂരലുകളാണ് ചുറ്റുന്നത്. ഇവിടെയും ചൂരല് ചുറ്റി തന്നെയാണ് അടവി നടക്കുന്നത്. പക്ഷെ അതിനെക്കാട്ടി പ്രാധാന്യം ഈ ക്ഷേത്രത്തിലെ കാലയക്ഷി എന്ന് പറയുന്ന ഒരു കോലമുണ്ട്. വേറെ മറ്റ് ഈ പടയണി കലകളിലെങ്ങും ഇല്ലാത്ത വളരെ അപൂർവമായ ഒരു കോലമാണ് കാലയക്ഷി കോലം. കാലങ്കോലം എല്ലായിടം ഉണ്ടെങ്കിലും കാലയക്ഷി എന്ന് പറയുന്ന കോലം അവിടെ ഇല്ല. ഈ കാലങ്കോലം ഈ കാലയക്ഷി കോലത്തിന്റെ പ്രത്യേകത, അത് പകലാണ് തുള്ളുന്നത്. ഇപ്പം വലിയ പടയണി കഴിഞ്ഞിട്ട് നേരം വെളുത്ത് കഴിഞ്ഞ ഒരു 8 മണി 9 മണിയൊക്കെ ആകുമ്പോഴേക്കാണ് ഈ കാലയക്ഷി തുള്ളുന്നത്. ഒരു വലിയ മുഖവും മാറും എല്ലാം ഒരുമിച്ച് ചേർത്തെഴുതുന്ന രീതിയിലുള്ള ഒരു വലിയ കോലമാണ്. ഈ കോലത്തിന്റെ പ്രത്യേകത, നമ്മൾ തെയ്യമൊക്കെ കാണാൻ പോകുമ്പോൾ കാണുന്നത് പോലെ ഈ അഗ്നി ഇങ്ങനെ കൂട്ടിയിട്ട് അതിനകത്ത് ചവിട്ടി കയറി നൃത്തം ചെയ്യുകയും, അതുപോലെ തന്നെ അഗ്നി വാരി എല്ലാ വശത്തോട്ട് എറിയുകയും, ചിലപ്പോൾ നമ്മുടെ കാഴ്ചക്കാരായ ദേഹത്തൊക്കെ ഈ അഗ്നി വീഴാൻ സാധ്യതയുണ്ട്. അങ്ങനെ അഗ്നി വാരി എറിയുന്ന ഒരു കോലം അവിടെ കാണാം. അതേപോലെ തന്നെ ഗന്ധർവൻ എന്ന് പറയുന്ന അപൂർവമായിട്ടുള്ള കോലം, ഗന്ധർവൻ പാട്ട് പാടി വരുന്ന ഒരു പ്രത്യേക കോലം, ഗന്ധർവൻ കോലവും നമുക്ക് ഈ ക്ഷേത്രത്തിൽ കാണാം. അപ്പൊ വ്യത്യസ്തമായ കോലങ്ങൾ ഇവിടെ എല്ലാം ഉണ്ട്. പിന്നെയുള്ള 2 ക്ഷേത്രങ്ങള്, ഒന്ന് എഴുമറ്റൂർ ക്ഷേത്രമാണ്. എഴുമറ്റൂര് പടയണി കുറച്ച് ദൂരം വന്നേ ഉള്ളൂ, എന്നാലും മണിമലയാറിന്റെ ഒരു തീരത്ത് തന്നെയുള്ള ദേശമാണ്. അവിടെ വിഷുവിനാണ് പടയണി, വിഷു പടയണിയാണ് അവിടെ പ്രധാനമായിട്ടുള്ളത്. ഇവിടെയുള്ള ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, മറ്റു ക്ഷേത്രങ്ങളിൽ കാണാത്ത പോലെ തങ്ങളും പടയും എന്നൊരു നാടകമുണ്ട്, ഒരു വിനോദ നാടകമുണ്ട്. ഇതിനകത്ത് മുസ്ലിം സമുദായത്തിൽപ്പെട്ടവരെ ആദരിക്കുന്നു എന്നുള്ള രീതിയിലാണ് അവിടെ പണ്ട് ഉണ്ടായിരുന്നുകൊണ്ട് മുസ്ലിം സമുദായക്കാരുടെ തന്നെ അവിടെ വന്ന് ചെയ്യണമായിരുന്നു. പക്ഷെ അവർ വരാറില്ലാത്തതുകൊണ്ട് അതേ നാടകങ്ങൾ ഹിന്ദുക്കൾ തന്നെ അവിടെ ചെയ്യുകയാണ്. വളരെ വലിയ യോദ്ധാവായിട്ടുള്ള ഒരു മുസ്ലിം, പഴയ കാലത്തെ പോലീസിന്റെ അധികാരമൊക്കെ ഉള്ള ആളാണ്. ഇപ്പൊ പോലീസുകാരുടെയൊക്കെ അകമ്പടിയോടുകൂടി ഈ ക്ഷേത്രത്തിൽ ക്ഷേത്ര പ്രദേശത്ത് വരികയും അവിടുത്തെ വിഷയങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കുകയും ചെയ്യുന്ന ഒരു സമ്പ്രദായം. ഈ പടയണി നടക്കുന്നതിൽ ഏറ്റവും കൂടുതൽ ഈ മുസ്ലിം ഈ ജനസഞ്ചയമുള്ള ഒരു മേഖലയും ഈ എഴുമറ്റൂരാണ്. വായ്പൂര് മുതൽ അങ്ങോട്ട് നമുക്കറിയാം, ബാബർസ്വാമിയുടെ സ്ഥലം എന്നുള്ള അവിടെ മുതൽ എഴുമറ്റൂർ വരെയുള്ള പ്രദേശത്തൊക്കെ മുസ്ലിം സമുദായം കൂടുതലായിട്ടുണ്ട്. അപ്പൊ അവരോടുള്ളൊരു ബഹുമാനത്തിലാണ് ആ രീതിയിൽ ഇത് കാണുന്നത്. എന്നാൽ മറ്റേ ഈ നമ്മുടെ ബെമ്പാല പോലെയോ അല്ലെങ്കിൽ കല്ലൂപ്പാറ പോലെയോ ഒക്കെ ഉള്ള സ്ഥലങ്ങളിൽ ഹിന്ദു സമുദായം പോലെ തന്നെ ക്രൈസ്തവ സമൂഹവും വളരെ ശക്തമാണ്. അതുകൊണ്ട് തന്നെ അവിടെ ഇതേപോലെ ഒരു കഥാപാത്രമുണ്ട്. അത് അന്തോണി എന്നാണ് പറയുന്നത്, അന്തോണി മരക്കാര്, കടത്തുകാരൻ അന്തോണി എന്നുള്ള പല പേരില് അന്തോണി ഉണ്ട്. അപ്പൊ അങ്ങനെ എല്ലാ സമുദായത്തിലും പെട്ട ആൾക്കാരെ ആദരിക്കുന്ന ഒരു സംഭവം നമുക്ക് ഈ പടയണി കലകളിൽ ആ പ്രദേശത്തിൻ്റെതായ വ്യത്യസ്തയോടെ കാണാം. പിന്നെ ഏറ്റവും ലാസ്റ്റ് നടക്കുന്നത് ഞങ്ങളുടെ ഈ ദേശത്ത് കുന്നന്താനത്ത് നടക്കുന്ന പടയണിയാണ്. അത് മേടമാസത്തിലാണ് നടക്കുന്നത്. നേരത്തെ മേടം 23-നായിരുന്നു തീരുന്നത്. പക്ഷെ ഇപ്പൊ ഉത്സവത്തിന്റെ രീതിയൊക്കെ പുതിയ ഭരണസമിതി അതിനനുസരിച്ച് കൊടിയേറി ഉത്സവമൊക്കെ വന്നപ്പോഴത്തേനെ അല്പം പുറകോട്ടിറങ്ങി. ഇപ്പൊ മേടം 7-ാം തീയതിയാണ്, അതായത് ഏപ്രിൽ 20. എല്ലാ വർഷവും ഏപ്രിൽ 20-നാണ്. ഏപ്രിൽ 21-ന് അതേ സമയത്ത് കടമ്മനിട്ടയിൽ ഇപ്പൊ തീരും. ഇപ്പൊ കടമ്മനിട്ട പടയണിയാണ് ലാസ്റ്റ് തീരുന്നത്. അത് പിന്നെ നമ്മുടെ ഈ തീരത്തല്ലാത്തതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഏതാണ്ട് 9ഓളം കരകള് മണിമലയാറിന്റെ തീരത്തും 10-11 കരകള് പമ്പയാറിന്റെ തീരത്തുമായിട്ടാണ് ഈ പടയണി നടക്കുന്നത്. ഇതാണ് അതിന്റെ ഒരു പൊതുവായിട്ടുള്ള സംഭവങ്ങൾ പറയുന്നത്. ഇനിയിപ്പോ ഇതിന്റെ കോലങ്ങള്, കോല എഴുത്ത്, പിന്നെ അങ്ങനെയുള്ള സംഭവം ഞാൻ ആ വീഡിയോയിലൂടെ കാണിക്കാതായിരിക്കും കുറച്ചുകൂടി എളുപ്പം എന്ന് എനിക്ക് തോന്നുന്നത്. ഒരുപാട് സമയം പോകുന്നുള്ളൂ തോന്നുന്നല്ലേ? അപ്പൊ അതോ ഞാൻ തന്നെ പറഞ്ഞു തീർത്താൽ മതിയോ? വീഡിയോ കാണിക്കണമെങ്കിൽ കാണിക്കാം. ഐ മീൻ കുഴപ്പമില്ല, സമയം അധികമൊന്നും ആയിട്ടില്ല, നമുക്ക് സമയമുണ്ട്. അങ്ങനെ ഞാൻ ആ വീഡിയോയിലൂടെ അത് പറയാം. അപ്പൊ ജസ്റ്റ് ഒന്ന് കാണാൻ പോകുന്ന സംഭവങ്ങൾ ഞാനൊന്ന് സൂചിപ്പിച്ചിട്ട് അതിലേക്ക് വരാം. അതായത് നമ്മളിത് പൂർണ്ണമായിട്ടും പ്രകൃതിയോട് ചേർന്ന് നിൽക്കുന്ന ഒരു കലാരൂപമാണ്. നമ്മൾ വളരെ വളരെ പ്രാധാന്യം നമ്മൾ തെയ്യത്തിന് കൊടുക്കുന്നുണ്ട്. പക്ഷേങ്കിൽ തെയ്യത്തിനകത്ത് ഈ പ്രകൃതിയോട് ഇത്രയും അടുപ്പമില്ല. കാരണം അതിനകത്തെ ഈ അണിയലങ്ങൾ പകുതിയും നേരത്തെ തന്നെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഈ മാസ്കുകളും അല്ലെങ്കിൽ കിരീടങ്ങളും ഒക്കെയാണ്. അതിൽ തെച്ചിപ്പൂവും കുരുത്തോലയെ കൊണ്ടുള്ള ചില ഈ അലുക്ക് പണികളൊക്കെ മാത്രമേ കാണുന്നുള്ളൂ. പക്ഷെ ഈ പടയണി അങ്ങനെയല്ല. 100% പ്രകൃതിദത്തമായിട്ടുള്ളത് അന്നേരത്തെ ആവശ്യത്തിന്, ഈ ക്ഷേത്രങ്ങളിൽ മാല കെട്ടുന്ന പോലെ അന്നേരത്തെ ആവശ്യം നിർമ്മിക്കുന്നു, അതിനുശേഷം അത് ഉപേക്ഷിക്കുന്നു. ഈ നാരായണത്തുറന്നന്റെ കഥ പോലെ തന്നെയാണ്. വളരെ പാടുപെട്ട് 2 ദിവസം കൊണ്ടൊക്കെയാണ് ഒരു കോലം തീരുന്നത്. അതൊന്ന് തുള്ളിയാൽ ഉടൻ തന്നെ ഏതെങ്കിലും പ്ലാവിലോ ഏതെങ്കിലും ആലിലോ ഒക്കെ, അമ്മ സങ്കല്പത്തിലാണ് പാലുള്ള വൃക്ഷം എനിക്ക് അതേ കൊണ്ട് ചാരി വെക്കുന്ന ഒരു രസകരമായ അനുഭവം നമുക്ക് കാണാൻ പറ്റും. അപ്പൊ അങ്ങനെയുള്ള കോലങ്ങള് പൂർണ്ണമായിട്ടും
കമുകിന്റെ പാളയിൽ നിന്നാണ്, പാളയിലാണ് ഇത് എഴുതുന്നത്. കമുകിന്റെ പാളയിലെ അതിന്റെ ആ ഒരു പച്ച പ്രതലം ചെത്തിക്കളഞ്ഞിട്ട് അവിടെയാണ് ഇത് വരയ്ക്കുന്നത്. നമ്മൾ എല്ലാവരും കവുങ്ങിന്റെ പാള കണ്ടിട്ടുണ്ടായിരിക്കും. ഒരു പാള എടുക്കത്തുള്ളൂ ഒരു കവുങ്ങിൽ നിന്ന്. അതിന്റെ അടയ്ക്കായ്ക്കൊരു നഷ്ടം വരാത്ത രീതിയിൽ അത് അതിന്റെ ചെത്തി എടുക്കുന്നു. അതിലാണ് ഇതെല്ലാം എഴുതുന്നത്. പ്രകൃതിദത്തമായിട്ടുള്ള നിറങ്ങളായിരുന്നു ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഈ മഞ്ഞയ്ക്ക് മഞ്ഞ ചണ്ണ എന്ന് പറയുന്ന ഒരു കൂവ, അല്ലെങ്കിൽ മഞ്ഞള്, പിന്നെ അതുപോലെ തന്നെ കരിക്ക് പല മാവിന്റെ ഇല കരിച്ച കൈ കൊണ്ട് എഴുതിയിരുന്ന കാലമുണ്ട്. പിന്നെ ചെങ്കല്ലരച്ച് തോടും ഒക്കെ നല്ല സജീവമായിട്ട് ഒഴുകിയിരുന്ന കാലത്ത് ഇഷ്ടംപോലെ ചുവന്ന കല്ലുകളൊക്കെ കിട്ടുമായിരുന്നു. അത് അരച്ചൊരച്ച് പേസ്റ്റ് ആക്കിയായിരുന്നു ചുവപ്പിന് ഉപയോഗിച്ചിരുന്നത്. പിന്നെ പാളയിലെ പച്ചയും പാളയിലെ വെള്ളയും, ഓരോ നിറത്തിനും ഓരോ പ്രകൃതിയിലെ ഓരോ ഇതുമായിട്ടൊക്കെ ബന്ധമുണ്ട്. ആ രീതിയിലാണ് വിശ്വസിക്കുന്നത്. ഈ വെളുപ്പ്, കറുപ്പ് ഇങ്ങനെയൊക്കെ ഉള്ളതിനൊക്കെ നമ്മുടെ ഭൂമിയുമായിട്ടും ആകാശമായിട്ടും അങ്ങനെയൊക്കെയുള്ള ബന്ധങ്ങൾ പറയുന്നുണ്ട്. വെളുപ്പ് എന്ന് പറഞ്ഞാൽ വായുവാണ്, കറുപ്പെന്ന് പറഞ്ഞാൽ ആകാശമാണ്, പച്ചയെന്ന് പറഞ്ഞാൽ വെള്ളമാണ്. ഈ രീതിയിലൊക്കെ ഉള്ള അങ്ങനെ പ്രകൃതിയുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് ഈ ചിത്രരചന നടത്തുന്നത്. അങ്ങനെയാണ് ഈ പഞ്ചഭൂതങ്ങൾ ചേർന്ന് ജീവൻ ഉണ്ടാകുന്നൊക്കെയുള്ള ഈ ഒരു സയൻസിലേക്കൊക്കെ നമുക്ക് എത്താൻ പറ്റും. അതിനൊക്കെ ചേർന്ന രീതിയിലാണ് ഇതിനൊക്കെ നിറങ്ങൾ കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഈ 5 കൂട്ടങ്ങളാണ് എഴുതുന്നത്. പക്ഷെ ഇന്ന് പഴയ കാലത്തെ പോലെ സമയമില്ലാത്തതുകൊണ്ടും ഇന്ന് ഈ നിറങ്ങളെല്ലാം വിപണിയിൽ ലഭ്യമായതുകൊണ്ടും ചില അപൂർവമായിട്ടുള്ള ചിലയിടത്തൊഴിച്ച് ബാക്കി പലയിടത്തും ഇന്ന് വാട്ടർ കളറൊക്കെ ഉപയോഗിച്ച് എഴുതുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അത് നമുക്ക് കാലം മാറുന്നതിനനുസരിച്ച് അതിനെ നമുക്ക് കുറ്റപ്പെടുത്താൻ പറ്റത്തില്ല. കാരണം എല്ലാം വളരെ സുലഭമായിട്ട് ഈ നിറങ്ങളെല്ലാം വളരെ ഇതായിട്ട് കിട്ടും. എങ്കിലും ഈ വിശ്വാസത്തിന്റെ ഒരു ഭാഗമായിട്ട് ചില കോലങ്ങളൊക്കെ ഇപ്പോഴും ഈ ചെങ്കല്ലരച്ചും കരിയരച്ചും മഞ്ഞളരച്ചും ഒക്കെ തന്നെ എഴുതുന്നത് കാണാം. അപ്പൊ അതാണ് അതിന്റെ ഒരു എഴുത്തിന്റെ രീതി. പിന്നെ ഇതിനുള്ള വാദ്യം എന്ന് പറയുന്നത് തപ്പാണ്. തപ്പ് ഈ പടയണിക്കും അതുപോലെ തന്നെ വേലകളിക്കും മാത്രം ഉപയോഗിക്കുന്ന ഒരു വാദ്യമാണ്. അത് പ്ലാവിന്റെയോ കൊന്നയുടെയോ ഒക്കെ വേരുകൾ കൊണ്ടാണ്, വളരെ കാതലായിട്ടുള്ള ഭാഗങ്ങൾ കൊണ്ടാണ് അത് അതിന്റെ ഒരു ചട്ടം ഉണ്ടാക്കിയിരിക്കുന്നത്. 3 അല്ലെങ്കിൽ 5 ചെറിയ ചെറിയ ഇഷ്ടിക പോലുള്ള രീതിയിൽ ഉണ്ടാക്കി അവയെ ചേർത്ത് ആറുകൊടുമ എന്ന് പറയുന്ന ഒരു ഈ തച്ചുശാസ്ത്രം അനുസരിച്ച് ആറുകൊടുമ, മറ്റേ ഭയങ്കരമായിട്ടുള്ള ലോക്ക് എന്നുള്ള അർത്ഥത്തിൽ ആ ലോക്കിലാണ് ഇത് ഇട്ടിരിക്കുന്നത്. ഇങ്ങനെ വൃത്താകൃതിയിലാക്കി എടുക്കുകയാണ്. എന്നിട്ട് ഒരു അലവ് കൊണ്ടുള്ള ഒരു ആണി അടിച്ചാണ് ഇതിനെ ഉറപ്പിക്കുന്നത്. അതിനുശേഷം അതേല് എരുമയുടെ തോല് പതപ്പിച്ചാണ് അതിന്റെ ഒട്ടിക്കുന്നതും. നമ്മള് പനച്ചി എന്ന് പറയുന്ന ചെടി, വലിയ മരത്തിന്റെ, അതൊരു വലിയ മരമാണ്. നെല്ലിക്ക നാരങ്ങ പോലെയുള്ള വലിപ്പത്തിലുള്ള കായ ഉണ്ടാകും. അത് ചതച്ച് പേസ്റ്റ് ആക്കിയിട്ട് അത് പുരട്ടിയാണ് ഇത് ഒട്ടിക്കുന്നത്. അത് പിന്നെ വലിച്ചു പറിച്ചാൽ പോലും നമുക്ക് ചെണ്ടയുടെ ഒക്കെ വട്ടം ഉണ്ടാക്കുന്നു, അതൊക്കെ തന്നെ ഉപയോഗിച്ചാണ്. അപ്പൊ നമ്മുടെ ആറ്റുതീരങ്ങളിലെല്ലാം ഈ പനച്ചി വൃക്ഷം വളരെ സുലഭമാണ്. പക്ഷെ എന്തുകൊണ്ടോ ഈ നമ്മുടെ ഈ പേറ്റന്റ് ഉള്ളവരൊന്നും ഇതിന്റെ പശയെ പറ്റി മനസ്സിലാക്കിയിട്ടില്ല. അതുകൊണ്ട് ഈ പനച്ചി വൃക്ഷം അങ്ങനെ ആരും അടിച്ചോണ്ട് പോയിട്ടില്ല. ആ പനച്ചി നമ്മുടെ ഈ ആറ്റുതീരങ്ങളെല്ലാം വളരെ സുലഭമാണ്. അതിന്റെ പശ കൊണ്ടാണ് ഇത് ഒട്ടിക്കുന്നത്. ഒട്ടിച്ചിട്ട് പിന്നെ തീക്കൽ വെച്ച് അതിങ്ങനെ ചൂടാക്കുമ്പോഴത്തേന് ഈ തടിയുടെ ഈ വളയം വലുതാകുകയും ഇതിന് നല്ല നാദശുദ്ധി വരികയും ചെയ്യും ഈ തപ്പിന്. അങ്ങനെ ചൂടത്ത് പടയണിക്ക് മുമ്പായിട്ട് 1 മണിക്കൂർ മുമ്പ് ഇതെല്ലാം ചൂടത്ത് വെക്കും. ഒരു 3-4 എടുത്തോണ്ട് പോകുമ്പോൾ അടുത്ത 4 വെക്കും. അങ്ങനെ ഇത് മാറി മാറി ചൂടാറുന്നതിനനുസരിച്ച് വീണ്ടും അയയും. അങ്ങനെ മുറുക്കിയാണ് അത് താളമാക്കുന്നത്. പിന്നെ അതിന്റെ വിശ്വാസമുണ്ട്, പച്ചത്തപ്പി ചൂടാക്കാത്ത കാച്ചുക എന്നാണ് പറയുന്നത് ഈ തീക്ക വെക്കുന്നതിന്. കാച്ചാത്ത പച്ചത്തപ്പിന് ദേവവാദ്യം എന്നാണ് പറയുന്നത്. നമ്മൾ ഈ ചെണ്ടയുടെ ഇടന്തലയും വലന്തലയും പോലെ. പിന്നെ അത് കാച്ചി കൊട്ടുമ്പോഴത്തേന് അസുരവാദ്യമാകും. ഈ കോലങ്ങളൊക്കെ കളത്തി വരുമ്പോൾ അസുരവാദ്യമാണ്. ദേവിയെ കളത്തിലേക്ക് കൊണ്ടുവന്നത് പച്ചത്തപ്പ് കൊട്ടി ദേവവാദ്യമാണ്. അങ്ങനെയൊക്കെയുള്ള സൂക്ഷ്മമായിട്ടുള്ള ഈ വിശ്വാസങ്ങള് വളരെ രസകരമായിട്ട് ഇതിനകത്ത് സന്നിവേശിപ്പിച്ചിട്ടുണ്ട്. ആ രീതിയിലാണ് പടയണി മുന്നോട്ട് പോകുന്നത്. പിന്നെയുള്ള പാട്ടുകളാണ്, പല രീതിയിലുള്ള പാട്ടുകൾ. അത് കുറച്ച് ഇതിനകത്ത് ഞാൻ വീഡിയോ വരുമ്പോൾ കേൾപ്പിക്കാം. കൃത്യമായിട്ടുള്ള താളങ്ങളും നൃത്തങ്ങളും ആ പാട്ടിനനുസരിച്ചുള്ള ചുവടുകളും ഒക്കെയാണ് ഇതിനെ എന്താ പറയണ്ട, ഒരു നാടോടി കലയല്ല, ശരിക്കും ഒരു ശാസ്ത്രീയ കലകൾ പോലെ തന്നെ കൃത്യമായിട്ട് ചിട്ടപ്പെടുത്തി പഠിച്ച് അവതരിപ്പിക്കുന്നതാണ്. അപ്പൊ അങ്ങനെ നമുക്കിത് ഒരു നാടൻ കലയിൽ നിന്നൊരു വ്യത്യസ്തത നമുക്ക് പറയാൻ സാധിക്കും. അതുപോലെ കളരികളാണേലും വളരെ സജീവമായിട്ട് എല്ലാ കലകളിലും നിൽക്കുന്നുണ്ട്. 30ഓളം കളരികൾ ഇപ്പം ഈ മധ്യ തിരുവിതാംകൂറിലെ പല ഭാഗത്തായിട്ടുണ്ട്. അതിലെ പല കലാകാരന്മാർക്ക് ഇപ്പൊ അംഗീകരിക്കപ്പെട്ടു തുടങ്ങിയിരിക്കുന്നു. കലാകാരന്മാർക്കൊക്കെ അവാർഡുകൾ കിട്ടി തുടങ്ങിയിരിക്കുന്നു. അങ്ങനെ പടയണിയിൽ ഒരു വലിയ മുന്നേറ്റം ഇപ്പം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഈ ഫെലോഷിപ്പ് പോലെയുള്ള സ്കോളർഷിപ്പ് ഇത് കിട്ടുമല്ലോ, വജ്രജൂബി ഫെലോഷിപ്പ്, വളരെ നല്ല തുകയാണ്. 15,000 രൂപ വെച്ച് 2 വർഷത്തേക്ക് 40 വയസ്സ് താഴെയുള്ള കലാകാരന്മാർക്ക് ഒരുപാട് പേർക്ക് കിട്ടി. അപ്പൊ അങ്ങനെയൊക്കെ പടയണിയെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു നയവും ഗവൺമെന്റിനുണ്ട്. ആ രീതിയിൽ പടയണി വളരെ സജീവമായിട്ടുള്ള ഒരു സമയമാണ്. പിന്നെ നമ്മുടെ ഈ കോലങ്ങളൊന്നും എല്ലാ കോലവും എല്ലായിടത്തും ഒന്നും ഇല്ല. പ്രധാനമായിട്ടും 5 കോലങ്ങൾ എന്നാണ്, പഞ്ചകോലങ്ങളാണ് പടയണിയിലുള്ളത്. അത്
ഈ ഭൂതഗണങ്ങൾ എന്നാണ് പറയുന്നത്. പിശാചെ, പക്ഷി, യക്ഷി, മാടൻ, മറുത, അങ്ങനെയാണ് 5 കോലങ്ങൾ വരുന്നത്. പിശാചെ, യക്ഷി, പക്ഷി, മാടൻ, മറുത, അങ്ങനെ 5 കോലങ്ങളെ ഉണ്ടായിരുന്നു. പഴയ ഒരു നമ്മുടെ നിങ്ങൾ ഈ ചരിത്ര താല്പര്യമുള്ളവരായിട്ട് പഴയ ദൈവസങ്കല്പമൊക്കെ സംഘകാലം മുതൽ ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ആ രീതിയിലുള്ള ഒരു ദൈവസങ്കല്പം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. എന്നാൽ പിൽക്കാലത്ത് ഈ മാടനെയൊക്കെ എടുത്തു കളയണമെന്ന് കുമാരന ഈ നമ്മുടെ ശ്രീനാരായണ ഗുരുവിനെ പോലെയുള്ളവരൊക്കെ പറയുകയുണ്ടായി. കാരണം ഇതൊക്കെ നമ്മുടെ ഈ വിപത്താണ്, ഇങ്ങനെയുള്ള ദൈവസങ്കല്പം എന്നൊക്കെയുള്ള രീതിയിൽ പിൽക്കാലത്ത് വരികയും കുറെ അങ്ങനെയുള്ള നഷ്ടങ്ങൾ ഉണ്ടാകുകയും ചെയ്തു. പക്ഷെ ഇതേപോലെയുള്ളിടത്തൊക്കെ ഇപ്പോഴും അങ്ങനെയുള്ള മാടനും മറുതയും ഒക്കെ വളരെ സജീവമാണ്. പക്ഷെ ക്ഷേത്രങ്ങളായിട്ടല്ല, ഈ ആരാധനയുടെ ഭാഗമായിട്ട് വരുന്നു. എന്നാലും മാടൻ കോവിലും ഈ മറുതയുടെ മറുതാക്ഷിയൊക്കെ ഉണ്ട്, നമുക്ക് പലയിടത്തും കാണാനായിട്ട് സാധിക്കും. ഇങ്ങനെയുള്ള ദൈവങ്ങളാണ് ഉണ്ടായിരുന്നത്. ഇത് പയ്യെ പയ്യെ ആര്യ ദൈവങ്ങളുടെ ഒരു വരവോടുകൂടി ഇതിൽ മാറ്റം വന്നു. അവർ വന്നതോടുകൂടി കാവുകൾ എന്നുള്ള സങ്കല്പം മാറി ക്ഷേത്രങ്ങളിലേക്ക് ഇത് മാറുന്നു. ക്ഷേത്രങ്ങളിലേക്ക് മാറിയപ്പോൾ തന്നെ വിഗ്രഹങ്ങളൊക്കെ വരുന്നു. അതിന്റെ കൂടെ തന്നെ വിഗ്രഹങ്ങളോട് ചേർന്ന് വിശ്വാസങ്ങൾക്ക് വലിയ മാറ്റം ഉണ്ടായി. അങ്ങനെ വന്നപ്പോഴത്തേന് ഈ യക്ഷിക്കും പക്ഷിക്കും മറുതയ്ക്കും ഒക്കെ പാടിയിരുന്ന പാട്ടിന്റെ ഭാഗത്തേക്ക് ദേവീ സ്തവങ്ങൾ കയറി വരികയാണ്. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ പുതിയ കോലങ്ങളുണ്ടായി, പുതിയ കഥകൾ വരുന്നു. സുബ്രഹ്മണ്യൻ ഭദ്രകാളിയെ വരച്ചു എന്നുള്ള കഥ വരുന്നു. അങ്ങനെ വന്നപ്പോഴത്തേനെ ഭൈരവി എന്നുള്ള ഈ ക്ഷേത്രത്തിലെ ദേവത തന്നെ ഈ കോലത്തിലേക്ക് വന്നു. അങ്ങനെ ഭൈരവി കോലം ഉണ്ടാകുന്നു. ഭൈരവി എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം നാടൻ പോയി സംസ്കൃത ശബ്ദം വന്നു. അതുപോലെ തന്നെ കാലൻ കോലം എന്നുള്ള നമ്മളുടെ യമധർമ്മനുമായിട്ടും ശിവനും തമ്മിൽ ഏറ്റുമുട്ടുന്ന പുരാണ കഥ കാലൻ കോലത്തിലേക്ക് നാടകമായിട്ട് വന്നു. അപ്പൊ ഇതൊക്കെ പിന്നീട് വന്ന കോലങ്ങളായിട്ടാണ് നമ്മുടെ ഒരു ചരിത്രം പറയുന്നത്. ആദ്യ സങ്കല്പങ്ങളിൽ ഇപ്പോഴും പടയണി പഞ്ചകോലങ്ങൾ എന്നാണ് പറയുന്നത്. ദേഷി, പക്ഷി, മാടൻ, മറുത, പിശാചി, ഇത് എല്ലാ ക്ഷേത്രങ്ങളിലും ഉണ്ട്. പിൽക്കാലത്ത് വന്ന ഭൈരവി, കാലൻ കോലമൊക്കെ ഇപ്പം എല്ലാ ക്ഷേത്രങ്ങളിലുമായി. നമുക്കറിയാമല്ലോ ഈ കാലൻ കോലത്തിലെ കാലനില്ലാത്ത കാലം വന്നതും മരണത്തെ ജയിച്ചത് കൊണ്ടാണ്. അതുകൊണ്ട് കാലൻ കോലത്തിനൊക്കെ വളരെ വിശ്വാസികളുടെ ഇടയിൽ വളരെ ഈ പ്രാധാന്യമാണ്. പല ക്ഷേത്രങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട കോലമായിട്ട് കാലൻ കോലം മാറി. അതിന്റെ ആ വിശ്വാസത്തിന്റെ പിൻബലമാണ്. അപ്പൊ കാലൻ കോലത്തിന്റെ കിട്ടുന്ന തുക കൊണ്ട് തന്നെ പലയിടത്തും പടയണി നടത്താവുന്ന പോലെയുള്ള രീതിയിലേക്ക് മാറിയിട്ടുണ്ട്. അങ്ങനെ നല്ല രീതിയിലുള്ള ഒരു ഈ വിശ്വാസമാണ് ഈ കാലൻ കോലത്തിനുള്ളത്. മറ്റു കോലങ്ങൾക്കെല്ലാം അതേപോലെയുള്ള വിശ്വാസങ്ങളുണ്ട്. നമുക്ക് സമയമുണ്ടെങ്കിൽ പറയാം. പിന്നെ നമ്മുടെ ഈ വിഷയത്തിന്റെ ഒരു ഇതിലുള്ളതല്ല. നമുക്ക് ആ ഒരു പ്രസന്റേഷൻ ഒന്ന് നോക്കാം. കാണാൻ പറ്റുന്നുണ്ടോ? എന്തോ ശബ്ദം വേണോ? ശബ്ദം കുറച്ച് അല്ല, ഞാൻ അതിന്റെ കൂടെ ഞാനങ്ങ് സംസാരിച്ചോളാം. അപ്പൊ അതായിരിക്കും കൂടുതൽ നല്ലതാന്ന് എനിക്ക് തോന്നുന്നത്. അത് അല്ലെ നമ്മളെ കാണിക്കാനുള്ള സമയം നമുക്കില്ല. അപ്പൊ ഇപ്പൊ ഇവിടെ നടക്കുന്നതെന്ന് പറയുന്നത് പടയണിയുടെ പരിശീലനമാണ്. അതിന് സാധിപ്പെന്നാ പറയുന്നത്. നേരത്തെ വളരെ അതിനുള്ളൊരു പരിശീലനം അവിടെ നടക്കുകയാണ്. അപ്പൊ അതിന്റെ തപ്പുമൊക്കെ ശ്രദ്ധിച്ചറിയാം. അതിന്റെ കാലും ചുവടും താളവും എല്ലാം കൃത്യമായിട്ട് വീഴുകയാണ്. അപ്പം സാധിപ്പ് എന്നാണ് ഇങ്ങനെയുള്ള പടയണിക്ക് ഈ പരിശീലനത്തിന് പറയുന്നത്. സാധിപ്പ് ആ വാക്കൊന്നും നമ്മുടെ ഭാഷയിലുണ്ടെന്ന് തന്നെ തോന്നുന്നില്ല. അപ്പൊ ഇനി ഇതിന്റെ ഒരു പാള എടുക്കുന്ന സംഭവമാണ്. ഈ പാള എടുക്കുന്നതൊക്കെ നാട്ടുകാർ തന്നെയാണ്. ഇപ്പൊ ഒരു കവുങ്ങ് കയറിയാൽ ഒരു പാള എടുക്കാൻ പറ്റും. അപ്പൊ വളരെ എക്സ്പെർട്ട് ആയിട്ടുള്ള ആൾക്കാർക്ക് ആ പാള എടുക്കാൻ പറ്റും. അവരത് എടുത്ത് തോളയിൽ വെച്ച് താഴെ കൊണ്ടുവിടാം. മേളിൽ താഴോട്ട് ഇട്ട് കഴിഞ്ഞാൽ ഇത് പൊട്ടിപ്പോ. അപ്പൊ അവരങ്ങനെ പാള എടുത്ത് വളരെ പാളയും കൊണ്ട് താഴോട്ട് ഇറങ്ങുകയാണ്. അല്ലെങ്കിൽ ഒരു കവുങ്ങ് നടത്തയിലേക്ക് ചാടി കയറിക്കോളും. പിന്നെ ഇതൊന്നും ഈ എല്ലാവരും കൂടെ ചേർന്നുള്ള ഒരു സമൂഹത്തിന്റെ ഒരു വലിയ സഹകരണമാണ്. ഇതിനകത്ത് ഈ സാമ്പത്തികമായിട്ടുള്ളോ അല്ലെങ്കിൽ അങ്ങനെ ഈ ജാതിയുമായിട്ടുള്ളോ ഒന്നും അകലങ്ങളില്ല. നാട്ടകങ്ങളിലെ ഊടുവഴികളിലൂടെ ആവശ്യമായ പാളകൾ എഴുത്തുപുരയിലേക്ക് വന്നു നിറയും. കോലം എഴുത്താണ്. ഇനി ഞാൻ പറഞ്ഞ പോലെ തന്നെ അതിന്റെ പാളയും കുരുത്തോലയും ഈർക്കിലും വാരിക്കീറുകളും പ്രകൃതിദത്തമായ ചായക്കൂട്ടുകളുമാണ് അലൗകിക ഛായ ഉണർത്തുന്ന പടയണിക്കോലങ്ങളുടെ നിർമ്മിതിക്കായി സ്വീകരിക്കുന്നത്.
തലമുറകളുടെ വ്യത്യാസമില്ലാതെ ദേശവാസികൾ വരകളുടെയും വർണ്ണങ്ങളുടെയും ലോകത്ത് സ്വയം മറന്നുപോകുന്ന പടയണിക്കാലം. അളവുകളും രൂപരേഖകളും മനക്കണക്കിലും കൈത്തഴക്കത്തിലും വാർന്നു വീഴുന്നു. പച്ചപ്പാളയുടെ ചെത്തിവാർന്ന വെളുത്ത പ്രതലത്തിൽ ചണ്ണക്കിഴങ്ങ് ഇടിച്ചു പിഴിഞ്ഞ മഞ്ഞ നിറവും ചെങ്കല്ലരച്ച് കുഴമ്പാക്കിയ ചുവപ്പ് ഈ നിറവും പാള ഇങ്ങനെ ചെത്തിയതിനു ശേഷം ഇങ്ങനെ ഒരു വശത്ത് നിന്ന് മറുവശത്തേക്ക് ചുരുട്ടി കഴിയുമ്പോഴത്തേന് അത് ക്യാൻവാസ് പോലെ ഒരു പേപ്പർ പോലെ തന്നെ പരന്നൊരു പ്രതലമായിട്ട് മാറും. മഷിത്തണ്ട്, മന്ദാരം, കമത്ത്, പീലിക്കണ്ണ്, സർപ്പകൊട്ട്, ചൊക്ക്, വണ്ടെറുക്ക്, അരയാത്തൂക്ക് തുടങ്ങിയ നാടൻ ചിത്രമെഴുത്ത് സങ്കേതങ്ങളാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. കേറിയ കമുകൻ വാരി ചേർത്തു കെട്ടിയ ചട്ടങ്ങളിൽ എഴുതിത്തീർത്ത പാളകൾ കുത്തിയുടക്കിയാണ് കോലങ്ങൾ നിർമ്മിക്കുന്നത്. ഈ പാള പോലെ തന്നെ കമുകിന്റെ ഭാര്യയിലാണ് ഇതിന്റെ ഫ്രെയിം ഉണ്ടാക്കുന്നത്. അതുമൊക്കെ എല്ലാവരും കൂടെ ചേർന്ന് ചെയ്ത് ഓരോരുത്തരും ആരാണോ കലാകാരൻ, എടുക്കുന്ന കലാകാരൻ ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഈ തലയ്ക്ക് ചേരുന്ന രീതിയിലുള്ള തൊപ്പി ഉണ്ടാക്കി അവർ വന്ന് നോക്കും. ബാക്കിയെല്ലാം അവരെല്ലാം ചെയ്യും. ഉപയോഗിച്ച് കെട്ടിമുറുക്കുന്ന ചട്ടത്തിൽ കുരുത്തോലയുടെ ഈർക്കൽ ഉപയോഗിച്ച് പാളകൾ കുത്തിയുണ്ടാക്കും. ഇത് മുമ്പേ പറഞ്ഞ പോലെ തന്നെ ചൂടത്ത് വെച്ച് ഈ തപ്പ് കാച്ചിയെടുക്കുന്നതാണ് ഈ കാണുന്നത്. പടയണി ആരംഭിക്കുന്നതിന് 1 മണിക്കൂർ മുമ്പ് തന്നെ പച്ചത്തപ്പ് തീ കായുന്നതിനായി വെക്കുന്നു. കന്നിൻ തോൽ പൊതിഞ്ഞ തപ്പ് കനൽ ചൂടിൽ മുറുകുമ്പോൾ പാണലില കൊണ്ട് തടവി പദം വരുത്തുന്നു. കാച്ചിയെടുത്ത തപ്പിൽ വീഴുന്ന കൈത്താളമാണ് പടയണിയുടെ ജീവതാളം. ഈ ചൂട്ടുവെപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത് അകത്തുള്ള ദേവിയെ ശാക്തിക്കാരൻ പുറത്തേക്ക് കൊണ്ടുതരുന്നതാണ്. കളത്തിലേക്ക് വരുന്നതോടെ കളം ഉണരും. ഭഗവതിയെ ചൂട്ടുകറ്റയിലെ ദീപത്തിലേക്ക് ഏറ്റുവാങ്ങിക്കൊണ്ട് കോലങ്ങളുടെ എടുത്തുവരവിനായി പുറപ്പെട്ടു. ഇവിടെ തപ്പ് പരിശീലിപ്പിക്കുന്ന കോട്ടാന കളിയിലെ കലാകാരന്മാരും ആശാനുമാണ് വന്നിരിക്കുന്നത്. രവീന്ദ്രൻ ആശാനും സംഘവുമാണ് വന്നിരിക്കുന്നത്. ഈ അടവി എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ പറഞ്ഞില്ലേ, പല ക്ഷേത്രങ്ങളിലും ഈ മരക്കൊമ്പുകൾ കൊണ്ട് നേരത്തെ ശേഖരിച്ചിട്ട് ഈ അടവിയുടെ സമയമാകുമ്പോഴത്തേന് അത് മുഴുവൻ ക്ഷേത്ര മൈതാനി കൊണ്ടുവന്നിട്ടുള്ള ഒരു അനുഷ്ഠാനമാണ്. പഴയ ഒരു കാലത്തെ പുനഃസൃഷ്ടിക്കാനായിട്ടെന്ന് പറയുന്നു. അതുപോലെ തന്നെ ഇത് ഈ ഭദ്രകാളി ദാരികാസുരനെ ക്ഷണിക്കുന്ന സമയത്ത് അദ്ദേഹം ഒരു നല്ല കൃഷിക്കാരനായിരുന്നു. പല രീതിയിൽ പ്രകോപിപ്പിച്ചിട്ടും അദ്ദേഹം വന്നില്ല. ആ സമയത്ത് അദ്ദേഹത്തിന്റെ കൃഷിയിടങ്ങളിൽ കയറി വലിയ നാശം ഉണ്ടാക്കുകയാണ്. അദ്ദേഹത്തിന്റെ ഈ ധാന്യവിളകളെല്ലാം നശിപ്പിക്കുന്ന ഒരു സംഭവം കഥയിലുണ്ട്. അപ്പൊ അതിന്റെ ഒരു നാടകമായിട്ടും പറയുന്നുണ്ട്. ഇവിടെ 100 കണക്കിന് നാളികേരമൊക്കെ ആ സമയത്ത് അടിച്ചു പൊട്ടിക്കുകയാണ്. അതുപോലെ തന്നെ എല്ലാ മരങ്ങളും അവിടെ കൊണ്ടുവരുന്ന മുഴുവൻ മരങ്ങളുടെയും ഇലകളും ശിഖരങ്ങളും എല്ലാം ഒടിച്ചിടുന്നതും ഒക്കെ നമുക്ക് ഇതിനകത്ത് നിന്ന് കാണാനായിട്ട് സാധിക്കും. വേലപ്പറ എന്ന് പറയുന്ന ഒരു വാദ്യമാണ് ഇതിനായിട്ട് ഉപയോഗിക്കുന്നത്. ഇതൊക്കെ ഒരുപാട് നേരം ഉള്ളതുകൊണ്ട് ഞാൻ അതൊന്ന് വളരെ വേഗത്തിലേക്ക് നോക്കാനൊന്ന് ശ്രമിച്ചു പോകട്ടെ. ഇതതിന്റെ ഒരു അവസാന ഘട്ടമാണ്. അവസാനം ഈ വനത്തിന് അങ്ങ് തീയിടും, മൊത്തം നശിപ്പിച്ച് തീയിടുമ്പോഴൂടിയാണ് അടവി അവസാനിക്കുന്നത്. ഇതെല്ലാ പടയണിയുള്ള ക്ഷേത്രങ്ങളിലും ഒരു ദിവസം പൂർണ്ണമായിട്ടും അടവിക്ക് വേണ്ടിയിട്ട് മാറ്റിവെക്കാറുണ്ട്. ഇതെല്ലാം ഇപ്പോഴും
നടക്കുന്നതാണ്. ഇപ്പൊ ഈ ധനുമാസം മുതൽ ആരംഭിക്കുകയാണ്, മേടമാസത്തിൽ അവസാനിക്കുക. ഏതാണ്ട് ഒരു 4 മാസക്കാലം എന്നും ഏതെങ്കിലും ഒക്കെ കരയിലെ പഴയണിയും അതുപോലെ തന്നെ അതിനോടനുബന്ധിച്ച് ഇതേപോലെയുള്ള അടവിയും വേലകളിയും ഒക്കെ കാണാൻ സാധിക്കും. പിന്നെ ഇതിന്റെ കൂടെ ഉള്ള 2 കാര്യങ്ങൾ പറഞ്ഞത്, ഒന്ന് നായാട്ടുവിളി. അപ്പൊ ഇതിനിടയില് ഈ ഒരുപാട് മൃഗങ്ങളെ കാണിക്കും. നായാട്ടിനായിട്ട് ആൾക്കാർ വരികയും ഇതിനിടയിലെ പല മൃഗങ്ങളുടെയും വേഷങ്ങൾ വരിക, നായാട്ടുകാർ വരിക, നായാട്ട് വിളിച്ച് അതിനെയൊക്കെ വേട്ടയാടുന്ന പോലെയുള്ള നാടകങ്ങൾ ഇതിനകത്ത് അരങ്ങേറും. പിന്നെ ഉള്ളതൊന്ന് താവടി എന്ന് പറയുന്നതാണ്. തപ്പുമേളം പടയണിയുടെ ഒരു ഇടവേളയാണ്. ഈ ക്ഷേത്രത്തിൽ നിന്ന് ഏകദേശം ഒരു കിലോമീറ്റർ അകലെയൊക്കെ ആയിരിക്കും പലപ്പോഴും കോലങ്ങൾ എഴുതി വെക്കുന്നത്. ഇപ്പൊ ഈ ഭഗവതിയുടെ വിളക്ക് അകത്തുനിന്ന് വന്ന വിളക്ക് കത്തിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ ആ കോലങ്ങൾ എടുക്കാനായിട്ട് ആൾക്കാർ പോകുന്ന സമയം, ആ സമയത്താണ് ഈ ഇതിന്റെ വാദ്യക്കാരായിട്ടുള്ളവർ നിലനിരുന്ന് തപ്പുമേളം നടത്തുന്നത്. ഇപ്പൊ ഈ തപ്പിൽ തന്നെ വലിയ വലിയ വാദ്യമേളങ്ങളൊക്കെ തന്നെ നടത്തി കളയും. മണിക്കൂറുകൾ നീണ്ടു നിൽക്കുന്ന തപ്പ് മേളങ്ങളുണ്ട്. ഇതെല്ലാം ശാസ്ത്രീയമായിട്ട് പഠിച്ചവരാണ്. ഇത് നമുക്ക് ശ്രദ്ധിച്ചാൽ അറിയാൻ സാധിക്കും. ഒരാൾ കൊട്ടുമ്പോൾ മറ്റുള്ളവർ താളം പിടിക്കുകയാണ്. ഇതൊക്കെ ഒരുപാട് നേരമുണ്ട്, ഞാനത് വളരെ വേഗത്തിൽ ഓടിച്ചുവിടാം. കുടിച്ചും കൊണ്ട് അമ്മ പറങ്ക അമ്മോട്ടിലൊട്ടെഴുന്നള്ളത്ത് കൊല്ലം കാടി കുടിച്ചും കൊണ്ട്. ഇത് പടയണിയിലെ ഒട്ടേറെ വിനോദ നാടകങ്ങളുണ്ട്. അതിലെ ഈ കാർഷിക വൃത്തിയുമായി ബന്ധപ്പെട്ടിരുന്ന ഒരു കലാരൂപമാണ് ചാക്ക. അങ്ങനെ ഒരു സമുദായം തന്നെ ഈ മധ്യതിരുവിതാംകൂറുണ്ട്, ചാക്ക സമുദായം എന്ന് പറഞ്ഞ്. ഇത് തമിഴ്നാട്ടിൽ നിന്ന് ഈ ആറന്മുള ക്ഷേത്രം പോലെയുള്ള ക്ഷേത്രങ്ങളുടെയൊക്കെ പണിക്ക് വേണ്ടിയിട്ട് വന്ന ഒരു സമുദായം ഇവിടെ നിലനിൽക്കുന്നതാണെന്നും അഭിപ്രായമുണ്ട്. കൃത്യമായ താളവും പടയണിയുടെ താളം തന്നെയാണ് ഇതിനെല്ലാം കൊട്ടുന്നത്. അതിന്റെ പാട്ടുമൊക്കെ പടയണിക്കുള്ള താളങ്ങളൊക്കെ തന്നെയാണ്. അത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണാം എന്തോരം ആൾക്കാരാണ് ഇത് കാണാനായിട്ട് അതിന്റെ ചുറ്റിനും ഇരിക്കുന്നത് എന്നുള്ളത്. ഇതൊക്കെ ഇപ്പൊ നടക്കുന്ന സംഭവങ്ങളാണ്. ഇപ്പോഴും ഇതേപോലെയുള്ള ഈ കലാരൂപം നിലനിൽക്കുന്നുണ്ട്. ഇത് പന്തളത്തിനടുത്തുള്ള കുരമ്പാല ക്ഷേത്രത്തിൽ നിന്ന് എടുത്ത ഒരു വീഡിയോ ആണ്. ഇപ്പൊ അവിടെ പാടുന്ന ആളിനെ ശ്രദ്ധിച്ചാൽ അറിയാം. നമ്മുടെ മനോരമ വിഷനിൽ എപ്പോഴും ന്യൂസും ഒക്കെ ആയിട്ട് വരുന്ന വിനു മോഹനാണ് ആ പാട്ട് പാടിക്കൊടുക്കുന്നത്. ചാക്ക എന്നാണ് ഇതിന്റെ ഒരു പേര്. മറ്റൊരു കലാരൂപമാണ് മുടിയാട്ടം. ഈ മുടിയാട്ടമാണ് ഞാൻ പറഞ്ഞത്, ദേവി തലമുടി അന്തരീക്ഷത്തിലെ വീശിക്കൊണ്ട് സൂര്യമണ്ഡലം മറച്ച് രാത്രിയും പകലും അല്ലാത്ത ആ ഒരു അന്തരീക്ഷം സൃഷ്ടിച്ചല്ലോ. അതാണ് ഈ മുടിയാട്ടത്തിന്റെ പിന്നിലുള്ള കഥ. ഇത് കണ്ടു കഴിഞ്ഞാല് സ്ത്രീകളാണെന്ന് തോന്നുമെങ്കിൽ ഇതെല്ലാം വേഷം കെട്ടിയ പുരുഷന്മാരാണ്. നമുക്ക് ആ കഥ നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ ഇതിനൊക്കെ ഒരു പുതിയ അർത്ഥം കൂടെ വരുന്നു. പിന്നെയുള്ളത് ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ മണിമലയാറിന്റെ തീരത്തുള്ള നല്ലൂസ്ഥാനം എന്ന് പറയുന്ന ക്ഷേത്രത്തിലാണ്, അതായത് ഇരുവേരൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ഈ കലാരൂപം നമുക്ക് കാണാൻ പറ്റുന്നത്. പുലവൃത്ത കോരടി അവിടെയാണ് ഉള്ളത്. പുലവൃത്ത എല്ലാ ക്ഷേത്രങ്ങളും ഉണ്ടെങ്കിലും പുലവൃത്ത കോരടി വളരെ അപൂർവ ക്ഷേത്രങ്ങളിൽ മാത്രമേ ഉള്ളൂ. അവിടെ പണ്ടുപോലെ ആ ക്ഷേത്രത്തിൽ നമുക്കിത് കാണാം. ഇത് പല കാലത്തിൽ നമുക്കിത് വളരെ വേഗം പോകുന്ന നമുക്ക് കാണാം. ഇത് അതിന്റെ വേറൊരു രീതിയാണ്. ഇത് പുലവൃത്തമാണ്. പുലത്തിൽ പണിയെടുക്കുന്നത് എന്നുള്ള പുലം പാടം എന്നുള്ള അർത്ഥം. അത് കാണുമ്പോൾ തന്നെ അവരുടെ വേഷമൊക്കെ കാണുമ്പോൾ അറിയാം. മാത്രമല്ല കൊയ്യുന്നതിന്റെയും മെതിക്കുന്നതിന്റെയും ഒക്കെ രീതിയിലാണ് അതിന്റെ ഒരു നൃത്തം ആവിഷ്കാരം നടത്തിയിരിക്കുന്നത്. അതിന്റെ ചലനങ്ങളൊക്കെ ആ രീതിയിലാണ് പോകുന്നത്. ഇത് പല ക്ഷേത്രങ്ങളിലും വളരെ വലിയ രീതിയിലുണ്ട്. ഇത് പാട്ട് പാടുന്നത് വാസവൻപിള്ള സാറാണ്. ഇത് വേറെ ഒരു ക്ഷേത്രത്തിൽ അല്പം കൂടെ വലിയ മുതിർന്നവരുടെ പുലവൃത്തമാണ്.
ഇന്ന് പടയണിയെ പറ്റി ആധികാരികമായിട്ട് പറയുന്ന പടയണിയുടെ ഒരു അതോറിറ്റി എന്നൊക്കെ പറയാവുന്ന ആള് അദ്ദേഹമാണ്. ഇപ്പോഴും വളരെ സജീവമായിട്ട് കടമ്പനിട്ട പടയിൽ നമുക്ക് കാണാൻ സാധിക്കും. മേട 21 കടമ്പനിട്ട് പോയ അദ്ദേഹത്തിന്റെ പാട്ട്, ഒരു പാട്ടെങ്കിലും നമുക്ക് കേൾക്കാൻ സാധിക്കും. ഈ നാടകം ഈ രീതിയിൽ പുലവൃത്തം മുന്നോട്ട് പോകുമ്പോൾ പുലയൻ എന്ന് പറയുന്ന ഒരു കഥാപാത്രം ഇതിനകത്ത് രംഗപ്രവേശം ചെയ്യും. അപ്പം ആ പുലയൻ എന്നുള്ള സങ്കല്പം മറ്റ് ഈ നമുക്കറിയാമല്ലോ, ഇവിടെ ഈ ക്ഷേത്രപ്രവേശന വിളംബരമൊക്കെ നടന്നതാണ്, ക്ഷേത്രത്തിൽ പരിസരത്തിൽ നടക്കാനുള്ളതാണെങ്കിൽ പോലും അങ്ങനെയൊക്കെ നടക്കുന്ന സമയത്ത് നമ്മുടെ ഇതേപോലെയുള്ള പ്രാദേശിക ക്ഷേത്രങ്ങളിലെ മറ്റ് സമുദായങ്ങൾക്ക്, ഇതെല്ലാ സമുദായങ്ങൾക്കും ഇതിനകത്ത് പ്രാധാന്യമുണ്ട്, എല്ലാ സമുദായങ്ങൾക്കും ഇവിടെ പ്രവേശനം ഉണ്ടായിരുന്നു എന്നുള്ളതിന്റെ ഇപ്പോഴും ഉള്ളൊരു അവശേഷിക്കുന്ന ചില തെളിവുകളാണ് ഇതിനകത്തെ പുലയന്റെ കടന്നുവരവൊക്കെ. പുലയൻ ഇതിനകത്ത് വന്ന് ഒരു നാടകം നടത്തും. പുലയൻ പുറപ്പാടെന്നാണ് അതിന് പറയുന്നത്. പുലയൻ പുറപ്പാട് കാണാം. പുലയൻ പുറപ്പാടാണ് ഈ കടമ്പനിട്ടയ്ക്ക് നിങ്ങൾ ഓർക്കുക നിങ്ങൾ എങ്ങനെ നിങ്ങളായെന്നുള്ള വരിയൊക്കെ പറയാൻ അവസരം കൊടുത്തത്. അവിടെ ഇരിക്കുന്ന മുഴുവൻ ആൾക്കാരെയും ചോദ്യം ചെയ്യും ഈ പുലയൻ. ഇതിനകത്ത് സംഭാഷണങ്ങളുണ്ട്. ഇത് മൊത്തം ഇതൊരു അരങ്ങായി മാറുന്നത് പുലയനും ഇവിടെ ഈ കാണികളായിട്ട് വന്നു നിൽക്കുന്നവരും കൂടെ ചേർന്നാണ് ഈ നാടകം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അദ്ദേഹത്തിനോട് ആർക്കും എന്തും ചോദിക്കാം, പക്ഷെ അവർക്ക് ഇതിനെല്ലാം സരസമായിട്ട് കൃത്യമായി കുറികൊള്ളുന്ന മറുപടി പറഞ്ഞാണ് പുലയൻ മുമ്പോട്ട് പോകുന്നത്. ഇപ്പൊ അവിടെ നിലവിളൊക്കെ കത്തിച്ചു വെച്ചതൊക്കെ പുള്ളി കെടുത്തുമെന്ന് പറയും. കാരണം ഇത് ഞാനും ഭദ്രകാളിയും കൂടി ഇരുന്ന് കഥ പറയുന്ന സ്ഥലം, അവിടെ ആരാ വിളക്ക് കത്തിച്ചെന്നൊക്കെയാണ് ചോദിക്കുന്നത് പുള്ളി. താവടി എന്നുള്ളത് നമുക്ക് അമ്മയുടെ പാദങ്ങൾ, താഴയുടെ അടികൾ വകാര ആഗമിച്ചതാണ്. അങ്ങനെ താഴയുടെ അടികൾ എന്നുള്ളത് നാളെ ഭദ്രകാളി ദാരികാസുരനെ നിഗ്രഹിക്കാൻ പോകുന്നതിന് മുമ്പ് തന്റെ സൈന്യം എങ്ങനെയുണ്ടെന്ന് അറിയാനായിട്ട് നോക്കുമ്പോൾ എല്ലാവരും കൂടെ ചുവട് വെച്ച് കാണിക്കുന്നതായിട്ടാണ്. അമ്മയുടെ പാദങ്ങളെ പിന്തുടരുന്ന ഒരു സംഭവമാണ്. എല്ലാവരും ഒരാളുടെ ഇതിന്റെ കൈമണിയൊക്കെ ഉള്ളെങ്കിലും നമ്മൾ എല്ലാവരും കൊട്ടുന്ന പോലെയുള്ള ഫീൽ ഉണ്ടാക്കും. ഇതിന്റെ ചുവടുകളൊക്കെ ഭയങ്കര രസകരമായിട്ടാണ്. ഇനിയുള്ളത് വെള്ള പരദേശിയാണ്. പടയണിയിലേക്ക് മറ്റൊരു ദേശത്തു നിന്നുള്ള ആളിന്റെ വരവ്. പരദേശി നമുക്കറിയാമല്ലോ, ഇവിടെ ഒരു ആര്യാധിനിവേശത്തിന്റെ ഒരു സൂചന വേണേൽ നമുക്ക് ഇതിനകത്ത് ആരോപിക്കാം. കാരണം പൂണൂലുണ്ട്, വെളുത്ത പരദേശി എന്നാണ് അറിയപ്പെടുന്നത്. ഇവര് ഇവിടെ വന്നതിന് ശേഷം ഇവിടെയുള്ള സമുദായവുമായിട്ട് ചേർന്ന് സങ്കര ജന്മങ്ങൾ എന്നുള്ള രീതിയിൽ മറ്റ് ബ്രാഹ്മണർ വന്ന് ഇവിടുത്തെ നായർ സമുദായമായിട്ടൊക്കെ ഉള്ള സംബന്ധവും ഒക്കെ അതിന്റെ ഫലമായിട്ട് ഈ വെളുത്ത പരദേശി പിന്നെ പിൽക്കാലത്ത് വേണമെങ്കിൽ നമുക്ക് പറയാവുന്നത് ഈ ചുവന്ന പരദേശിയിൽ ആരോപിക്കാം. കാരണം ഒരു നിറം കൊണ്ടൊക്കെ നമുക്കിനെ വ്യാഖ്യാനിച്ചാല് ചുവന്ന പരദേശികൾ വരുന്നു. ഇവരെ പല അഭിപ്രായങ്ങളുണ്ട്. ഇവരെ ഊണ് തേടി വരുന്നവരാണെന്നും ഇവരെ പണ്ടാര സമുദായത്തിൽപ്പെട്ടവരാണെന്നും ഒക്കെ അതിന്റെ ചില വാക്കുകൾ കൊണ്ട് പറയുന്നുണ്ട്. പക്ഷെ ഇവര് വലിയ വേദാന്ത കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. ഇവര് പറയുന്ന കാര്യങ്ങൾ വലിയ വേദങ്ങളുമായിട്ടും സംസ്കൃതവും ഒക്കെയായി ബന്ധപ്പെട്ടതാണ്. അപ്പൊ ഇങ്ങനെ ഭിക്ഷ തേടി വരുന്നവർക്ക് അത്രയും ഒരു ധാരണ ഉണ്ടാവണമെന്നില്ല. കാരണം ഇതൊക്കെ ഒരു ഈ കടന്നുകയറ്റം പോലെ തന്നെയാണ്. ഇന്നത്തെ ഒരു അധിനിവേശത്തിന്റെ ഈ നമ്മളെ അറിയാതെ ഉള്ള ഒരു അധിനിവേശമായിട്ട് വേണം നമുക്ക് ഇതിനെയൊക്കെ കണക്കാക്കാനായിട്ട്. ഇത് അങ്ങനെയുള്ള ഒരു വരവായിട്ട് വേണം കാണാൻ. ആര്യന്മാരുടെ ഒരു വരവായിട്ട് വേണ്ടി നമുക്ക് കാണാം. അവര് വരുന്നതാണ് ഈ കാണുന്നത്. ഇത് വലിയ നാടകമാണ്. ഞാനത് ഓടിച്ചുകൂടിയാണ്, അതായത് നമുക്ക് തീരത്തുള്ളൂ. ഇത് ഈ തപ്പുമേളം ക്ഷേത്രത്തിൽ നടക്കുന്ന സമയത്ത് ആ ഒരു ദേശത്ത് വേറൊരു സ്ഥലത്ത് നിന്ന് ഈ കോലങ്ങളെല്ലാം ഈ പടയണിക്കളത്തിലേക്ക് കൊണ്ടുവരുന്നതിനാണ് എഴുത്തുവരവ് എന്ന് പറയുന്നത്. അത് വലിയ ആഘോഷമായിട്ടാണ് കൊണ്ടുവരുന്നത്. അങ്ങനെ ഈ ദേശത്തിന്റെ എല്ലാവരും ചേർന്നുള്ള ഒരു ഉത്സവമായിട്ട് ഈ പടയണി മാറുന്നത് അങ്ങനെയാണ്. എല്ലാവരും ഇതിനകത്ത് പങ്കെടുക്കുകയാണ്. ഇതിനകത്ത് ഈ കാണികളെന്നോ കളിക്കാരെന്നുള്ള അകലങ്ങളില്ല. ആർക്കും പാട്ട് പാടാം, ആർക്കും ചൂട്ടെടുക്കാം, ആർക്കും താളം പിടിക്കാം. പിന്നെ പഠിച്ചവർക്കെ തുള്ളാൻ പറ്റും എന്നുള്ളതേ ഉള്ളൂ. പക്ഷെ പാടുകാനോ കൊട്ടാനോ ഒക്കെ ആർക്കും സാധിക്കും. അപ്പൊ അങ്ങനെ ജനങ്ങൾ ഈ കോലങ്ങളെ എഴുന്നള്ളിച്ച് ക്ഷേത്രത്തിലേക്ക് കൊണ്ടുവരുന്നതിനാണ് എടുത്തുവരവെന്ന് പറയുന്നത്. അത് വളരെ ദൂരെ നിന്നാണ് വരുന്നത്. അതങ്ങനെ ക്ഷേത്രത്തിൽ വരുന്നത് വരെ ക്ഷേത്രത്തിലെ പടയണി തുടങ്ങിക്കഴിഞ്ഞു. ഇപ്പൊ കളം മുഷിയാതിരിക്കാനായിട്ട് ആ സമയത്ത് ക്ഷേത്രത്തിലെ തപ്പുമേള നടക്കും. അത് ഓരോ കോലങ്ങളായിട്ട് ഒന്നിന് പുറകെ ഒന്നായിട്ട് ക്ഷേത്രത്തിലോട്ട് വന്ന് അവിടെ ഇറക്കി വെക്കും. പിന്നീട് അത് പടയണി സമയത്തേക്ക് കളത്തിലോട്ട് കാപ്പ വെച്ചുകൊണ്ട് വരത്തുള്ളൂ.
കാപ്പലി എന്ന് പറയുന്നത് നമുക്കറിയാം, സ്വീകരണത്തിനാണ് കാപ്പലി എന്നുള്ള ഒരു രീതി പറയുന്നത്. പിന്നെ പൊലിച്ചു കയറുക എന്നുള്ള ഒരു അർത്ഥമുണ്ട്. അപ്പൊ ഇവിടെ പല രീതിയിലുള്ള കാപ്പലികളുണ്ട്. ഈ കോലങ്ങളെ കാപ്പലിക്കുന്ന പല സമ്പ്രദായങ്ങളാണ്. ചിലയിടത്ത് തോർത്ത് മുകളിലേക്ക് എറിഞ്ഞാണ്, ചിലയിടത്ത് കാളകളെയൊക്കെ എറിഞ്ഞുകൊണ്ടാണ്. പല രീതിയിലുള്ള കാപ്പലികൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇത് ഇപ്പൊ ഇവിടെ മനുഷ്യരെ ആ രീതിയിൽ ഇങ്ങനെ തോർത്തുകളൊക്കെ മേലോട്ട് എറിഞ്ഞുകൊണ്ടുള്ള ഒരു കാപ്പലിയാണ് ഇവിടെ കാണുന്നത്. കദളിമംഗലം ക്ഷേത്രത്തിലെ കാപ്പലിയാണ്. ഇതെല്ലാം കോലങ്ങൾ കളത്തിൽ വരുന്നതിന് മുമ്പുള്ള ഒരു ജനകീയ ആഘോഷങ്ങളാണ്. ആദ്യം കളത്തിൽ വരുന്നത് കോലം ഗണപതി കോലമാണ്. അത് ഗണപതി കോലം എന്നൊക്കെ ഉള്ള പിന്നീട് വന്നതാണ്. പിശാചി കോലമാണ് ശരിക്കും ഇത്. പിശാചി കോലം എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ഇതിന് പല്ലൊക്കെ നോക്കിയാൽ കാണാം. മുകളിൽ ഇടതുവശത്താണ് പല്ലുണ്ടെങ്കിൽ താഴെ വലതുവശത്തായിരിക്കും പല്ല്. പിന്നെ താടി കാണത്തില്ല, പല്ലുകൊണ്ട് മുഖം തീരുകയാണ്. അങ്ങനെയൊക്കെയുള്ള കോലമാണ് ആദ്യം കളത്തിൽ വരുന്നതാണ്. ഇനിയുള്ള യക്ഷിക്കോലങ്ങൾ, പലതരം യക്ഷി. ഞാൻ പറഞ്ഞില്ലേ, പകൽ തുള്ളുന്ന കദളിമംഗലത്തെ കാലയക്ഷിയാണ് ഈ കാണുന്നത്. അത് നോക്കിയാൽ അറിയാം, ഒറ്റ കോലമാണെന്ന് തോന്നുന്നു. മുഖവും മാറും എല്ലാം ഒരുമിച്ചിരുന്നു. തീയുടെ അപകടം ഉണ്ടാകാതിരിക്കാനായിട്ട് അതിന്റെ പാവാട ഇലകുളകൾ ഉണ്ടാക്കിയാണ്. അഥവാ തീ ദേഹത്ത് പറ്റാതിരിക്കാനായിരിക്കും അങ്ങനെയുള്ള ഒരു മുൻകരുതലൊക്കെ എടുക്കുന്നത്. ഇലഞ്ഞിത്തൂപ്പുകൾ കൊണ്ടുള്ള പാവാടയാണ് അത്. ഈ പോകുന്ന വഴിക്കെല്ലാം തീക്കൂനകൾ കാണും. തീക്കൂനകൾ വാരി എറിഞ്ഞാണ് പോകുന്നത്. ചെറിയ ചെറിയ തീക്കൂനകൾ ഉണ്ടായിരിക്കും. ഇതാണ് കാലയക്ഷി കോലങ്ങള്. എല്ലാ കോലങ്ങളെയും ഓടിച്ചെന്ന് പരിചയപ്പെടുത്താം. ആകാശത്തോട് വരുന്ന കോലങ്ങളാണ് അമ്പരയക്ഷി കോലം. നമ്മുടെ ഉണ്ണുനീലി സന്ദേശത്തിലൊക്കെ കാണുന്ന ആ കഥാപാത്രമാണ്. ആകാശത്തോടാണ് സഞ്ചരിക്കുന്നത്. ഇത് ആകാശത്തോട് സഞ്ചരിക്കുന്നത് ഈ പഴയ ആൾക്കാർ നാടകം ആക്കി കൊണ്ടുവന്നു കഴിഞ്ഞപ്പോഴത്തേന് ചെറിയ തേരിൽ എടുത്തുകൊണ്ട് വരികയാണ്. അതിന്റെ മുന്നിൽ ചെറിയ താളം അറിയാവുന്ന കുട്ടികളാണ് ഈ തുള്ളി വരുന്നത്. അവർ സ്വീകരിച്ചുകൊണ്ട് വരുന്ന ആകാശത്തോടെ വരികയാണ്. അവർ വന്നിട്ട് താളത്തിനനുസരിച്ച് ഈ മുകളിൽ നിന്ന് താഴേക്ക് ചാടുകയാണ് ചെയ്യുന്നത്. ആകാശത്തോടെ വരുന്നു എന്നുള്ള സങ്കല്പത്തിലാണ് ഇതിനെ ഇങ്ങനെ എടുത്തുകൊണ്ട് വരുന്നത്. പടയണിയിലെ ഏറ്റവും ചെറിയ കുഞ്ഞുങ്ങളായിട്ടുള്ള കോലങ്ങളെ എടുക്കത്തുള്ളൂ. കാരണം ഇത്രയും പേരെ, ഇപ്പം ചില ഇതൊക്കെ 5 പേരോ 6 പേരൊന്നും ആയിരിക്കില്ല, ഒരുപാട് ആൾക്കാർ കാണും. അവര് പിന്നീട് കളത്തിലേക്ക് ഇറങ്ങിയിട്ടാണ് അതിന്റെ തുള്ളല് ആരംഭിക്കുന്നത്. ഇത് മായയക്ഷി കോലമാണ്. കഥകളിയോട് വളരെ സാമ്യമുള്ള കോലങ്ങളാണ്. അതിന്റെ കിരീടമാണെങ്കിലും അതിന്റെ മുഖത്തെ പച്ചയാണെങ്കിലും അതിന്റെ ഉടുത്തുകെട്ടാണെങ്കിലും അതിന്റെ കലായം ഒക്കെ നോക്കണം. കഥകളിയുടെ ഒരു രീതിയിലാണ് അതിന്റെ കലായം. കഥകളിയിലേക്ക് വളരെ ദൂരം കുറവാണ് ഈ പടയണിയിലെ മായയക്ഷി. ഇപ്പൊ യക്ഷികളൊക്കെ തന്നെ പലതരമുണ്ട്. ഇനി 1-2 യക്ഷി ഞാൻ ഓടിച്ചു വിട്ടു. ഇത് പഷിക്കോലമാണ്. പഷിക്കോലം പടയണിയിലെ ഈ വൈഷ്ണവ കഥ പാടുന്ന ഒരേ ഒരു കോലമാണ്. കൃഷ്ണനെ ശിശുവായിരുന്ന കൃഷ്ണനെ നിഗ്രഹിക്കുന്നതിന് വേണ്ടി കംസൻ പെടുന്ന ഒരു അസുരനാണ് ഈ പഷി. പക്ഷേ കൃഷ്ണൻ ഇതിന്റെ കൊക്കയിൽ പിടിച്ച് 2ആയിട്ട് കീറി അതിനെ വധിക്കുകയാണ്. അപ്പൊ അങ്ങനെ പഷി പീഡകളിൽ നിന്നുള്ള കുഞ്ഞുങ്ങളുടെ രോഗം മാറ്റാനായിട്ട്, അതുകൊണ്ടാണ് ആ കഥ വന്നത്. അതുകൊണ്ട് ഇപ്പൊ ഒരുപാട് പക്ഷികളാണ്. ഒരുപാട് ഈ ആൾക്കാരെ ഇത് വഴിപാടായിട്ട് നേരുന്നതുകൊണ്ട് ഇപ്പൊ വഴിപാടുകാരെ എല്ലാം തൃപ്തിപ്പെടുത്തുന്നുണ്ട്. കൂട്ടത്തോടെ പക്ഷികളെ ഇറക്കിട്ടുണ്ട്. ഒരുപാട് പക്ഷികൾ ഒരുമിച്ചുണ്ട്. ഇത് മാടൻ കോലമാണ്. പലതരം മാടൻ കോലങ്ങൾ നമ്മൾ പടയണി കാണാം. ഇത് തൊപ്പി മാടനുണ്ട്, വടിമാടനുണ്ട്, പുള്ളിമാടനുണ്ട്. ഇത് പുള്ളിമാടനാണ്. പുള്ളിമാടൻ കോലമുണ്ട്. അതുപോലെ തന്നെ കാലമാടനുണ്ട്. ഇങ്ങനെയുള്ള പല മാടൻ കോലങ്ങളെയും നമുക്ക് പടയണിയിലെ പല കലകളിലായിട്ട് കാണാൻ സാധിക്കും. അടവിയുള്ള കലകളിൽ മാത്രമേ നമുക്ക് കാലമാടൻ കോലം കാണാൻ പറ്റത്തുള്ളൂ. ഇത് വടിമാടൻ കോലമാണ് ഈ പോകുന്നത്. ഇത് ചെറ്റമാടൻ എന്ന് പറയുന്ന കോലമാണ്. പഴയ ഈ പുരകളുടെയൊക്കെ അടപ്പ് പോലെയുള്ള അതിന്റെ വാതിൽ ഇങ്ങനെ ചെറ്റക്കുടിലുകളുടെയൊക്കെ അതേപോലെയുള്ള രീതിയിലാണ് ഈ കോല വരച്ചുണ്ടാക്കുകയാണ്. അതിനുശേഷം എടുത്തു കൊള്ളുകയാണ്. അതിന്റെ ഒരു വശത്ത് ആ കോലം വരച്ചിട്ടുണ്ട്. ഇതാണ് ചെറ്റമാടൻ കോലം. ഇത് കാലമാടൻ കോലമാണ്. ഇത് അടവിയുള്ള ക്ഷേത്രങ്ങളിൽ കാലമാടൻ കോലം വന്നതിന് ശേഷമാണ് അടവി നടക്കുന്നത്. കാലമാടൻ കോലം വരുന്നതോടുകൂടി അടവി വിളിക്കും.
ഈ പന്തം കുത്തി കടമ്പനിട്ടയുടെ ഒക്കെ കവിതകളിൽ പലപ്പോഴും ഈ പന്തങ്ങൾ വരുന്നതും ഈ കണ്ണിൽ നിന്ന് വലിയ തീക്കനൽ താഴെ തീത്തുള്ളികൾ താഴേക്ക് വീണെന്നൊക്കെ പറയുന്ന ഈ ഇമേജുകളൊക്കെ കണ്ടിട്ട് അദ്ദേഹം എഴുതിയാണ്. അദ്ദേഹം വളരെ പരിചിതനായിരുന്നല്ലോ പടയണിയിൽ. ഇനിയുള്ളത് മറുതാക്കോലമാണ്. മറുതാക്കോലം എന്നുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞ മനോദരിയാണ്. വടി കയ്യിലുള്ളത്, നടക്കാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടാണ് ആ കഥയിലെ വടി കൊടുത്തത്. പക്ഷെ നാടകം അരങ്ങിൽ വരുമ്പോഴത്തേന് അത് കുറച്ചു നേരത്തേക്ക് വടി കുത്തി വന്നാലും പിന്നീട് അത് അവതരിപ്പിച്ചു പോവുകയാണ്. ആലോചിച്ച് നോക്കി, ഇത് വെറും താളം മാത്രമേ ഉള്ളൂ. പക്ഷെങ്കിൽ എങ്ങനെയായിരുന്നു പഴയ കാലത്ത് ഒരു കുടുംബം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോയി? അവര് മിറ്റം തൂക്കുന്നു, കുളിച്ച് മുടി കഴുകുന്നു, അതിനുശേഷം വീട്ടിലുള്ള മറ്റു ജോലികൾ ചെയ്യുന്നു, അരി വറ്റുന്നു, ഇങ്ങനെയൊക്കെയുള്ള ഇതെല്ലാം താളത്തിന്റെ ഇതിൽ ചെയ്ത് കാണിക്കുകയാണ്. ഇതിങ്ങനെ കുറെ നേരം ആകുമ്പോഴേക്കും ഇതിനിടയിലൊക്കെ ആൾക്കാരുടെ ഇടയിലൊക്കെ ചെറിയ ചെറിയ മറുതകൾ ഇരിക്കും. ആ മറുതകളെല്ലാം കൂടെ ഓടി വരും. കുഞ്ഞുങ്ങളെല്ലാം കൂടെ വീട്ടിലെ അമ്മമാരുടെ അടുക്കിലേക്ക് മക്കൾ ഓടി വരുന്ന പോലെ ഈ മറുതകളെല്ലാം കൂടെ ഓടി വരും. പിന്നീട് ആ മറുതകളെല്ലാം കൂടെ ഡാൻസ് പഠിപ്പിക്കുകയും പുതിയ കാലത്തെ രക്ഷിതാക്കൾ ചെയ്യുന്ന പോലെ തന്നെ അവരെ എല്ലാം കൂടെ കൊണ്ടുപോയിട്ട് പഠിപ്പിക്കാനായിട്ടുള്ള ഒരു ശ്രമമാണ്. ഇത് കുതിരക്കോലമാണ്. കുതിരക്കോലത്തിന്റെ താളമാണ് കുഞ്ഞനമ്പ്യാർ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച മർമ്മതാളം. മർമ്മതാളത്തിലാണ് ഈ പാട്ടുകളൊക്കെ എഴുതിയിരിക്കുന്നത്. ഇത് അന്നത്തെ രാജാവ്, നമ്മുടെ രാജ്യത്ത്, ഇവിടെ മധുരയിലെ രാജാവിന്റെ ആക്രമണം ഉണ്ടാകുമെന്ന് ഭയന്ന് വിദേശ രാജ്യത്ത് പോയിട്ട് ഈ കുതിരകളെ കൊണ്ടുവരുന്ന കഥയാണ് അവിടെ പാടുന്നത്. പിന്നെയും മുമ്പേ പറഞ്ഞതുപോലെ തന്നെ ചിലയിടത്ത് അന്തോണി എന്ന് പറയുന്ന കഥാപാത്രം നമുക്കറിയാം. ഈ ബന്ദിങ്ങ പോലെയുള്ള സംഭവം കഴുത്തലിട്ടാണ് അന്തോണിയുടെ വരവ്. അന്തോണി നാടകം കളിക്കുന്നത് ഈ ഒരു കരയിൽ നിന്ന്, ഞാൻ പറഞ്ഞല്ലോ മണിമലയാറിന്റെയും പത്മാവതിയുടെയും ഇക്കരയിൽ നിന്ന് അക്കരയിലേക്ക് ആൾക്കാരെ കൊണ്ടുപോകണം. അപ്പൊ പടയണി കഴിഞ്ഞിട്ട് അക്കരയ്ക്ക് വള്ളം പോവുകയാണെന്ന് പറഞ്ഞ് വള്ളത്തെ ആള് കൂട്ടുകയാണ്. അത് വള്ളം തുഴഞ്ഞു തുടങ്ങി. വള്ളത്തിന്റെ പകുതിക്കാകുമ്പോഴാണ് അദ്ദേഹം കാശ് ചോദിക്കുകയും നീന്തൽ അറിയാൻ മേഖല വള്ളം മുക്കാൻ ശ്രമിക്കുകയും പൈസ പിരിക്കുകയും ഒക്കെ ചെയ്യുന്ന രീതിയിലുള്ള രസകരമായ ഒരു നാടകമാണ്. അതേപോലെ തങ്ങളും പടയും മുസ്ലിങ്ങളുള്ള മേഖലകളിൽ കാണുന്ന നാടകമാണ് തങ്ങളും പടയും. ഇത് ക്ഷേത്രത്തിന്റെ നടയിൽ തന്നെ വാങ്ങുവിളിക്കുന്നതൊക്കെ നമുക്ക് ഈ നാടകത്തിൽ കാണാൻ പറ്റും. അതേപോലെ മാപ്പിളപ്പാട്ടിന്റെ ശൈലിയിലാണ്. പെണ്ണ് കാണാൻ പോയിട്ട് വരുന്ന ഒരു മുസലിയാറുടെ കഥയാണ് ഇവിടെ ഈ പറയുന്നത്. ഇനിയും ഉള്ള ഇത് ദേവത എന്ന് പറയുന്ന കോലമാണ്. ഇതെല്ലാം കണ്ടു കഴിഞ്ഞാൽ ഭൈരവിക്കോലമാണെന്ന് തോന്നുമെങ്കിൽ നമ്മൾ കുറച്ചു കാലം പടയണി കണ്ടു കിടന്നാൽ പോലൊന്നും പെട്ടെന്ന് മനസ്സിലാകും. ഇതിന് ഒറ്റ മുഖമേ ഉള്ളൂ, നടുക്കുള്ള പച്ച മുഖം മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം സർപ്പമുഖങ്ങളാണ് വെച്ചിരിക്കുന്നത്. ഏത് ക്ഷേത്രത്തിലാണോ നടക്കുന്നത് ആ ക്ഷേത്രത്തിലെ കോലത്തിലാണ് ദേവത കോലം എന്ന് പറയുന്നത്. ഇപ്പൊ ഇത് കുന്നന്താനത്താണെങ്കിൽ കുന്നന്താനം മടത്തിക്കാവ് ഭഗവതിയാണ്, കടമനിട്ടയാണ് കടമനിട്ട ഭഗവതിയാണ്. അങ്ങനെ അവിടുത്തെ ഒരു ഏതെങ്കിലും ഒരു ദേവീസ്തവം ആയിരിക്കും അവിടെ, ആ പ്രാദേശിക കവികൾ എഴുതിയ ദേവീസ്തവം ആയിരിക്കും അതിനവിടെ പാടുന്നത്. ദേവതക്കോലമാണ്. ഇത് നീണഭൈരവി കോലമാണ്. നമ്മള് ഈ ദാരികാസുരന്റെ ഭാര്യ കാണുന്ന ഒരു കയ്യിൽ വാളും ദേഹം മുഴുവൻ രക്തവും പുരണ്ട് യുദ്ധക്കളത്തിൽ നിന്ന് ഓടി വരുന്നത്. അതുകൊണ്ട് ചുവന്ന നിറം മാത്രമാണ് ഈ കോലത്തിനുള്ളത്. ചുവന്ന പട്ടുടുത്ത് കയ്യിൽ പന്തവും വാളും ഒക്കെ പിടിച്ച് ആണ് വരുന്നത്. ഒരു കയ്യിൽ വാളുണ്ട്, ഒരു കയ്യിൽ ശ്രദ്ധിച്ച് കാണാം വാളുണ്ട്. അതുപോലെ തന്നെ ചുവപ്പ് മാത്രമേ ആ കോലത്തിലുള്ളൂ. രക്തം ഒഴുകി വരുന്ന ഒരു അന്തരീക്ഷത്തിലാണ് അത് എഴുതുന്നത്. അങ്ങനെ ഭൈരവിയിൽ തന്നെ പല രീതിയിലുള്ള ഭൈരവികൾ നമുക്ക് കാണാൻ പറ്റും. ഇത് കാലങ്കോലമാണ്. കാലൻകോലം രണ്ട് രീതിയിലുണ്ട്. ഇത് കറുത്ത മുഖമുള്ള ഈ കരിമുഖമാണ്. കടമനിട്ട പോലെയുള്ള പമ്പയാറിന്റെ തീരത്തുള്ള ക്ഷേത്രങ്ങളിലൊക്കെ നമുക്ക് ഈ രീതിയിൽ കറുത്ത മുഖമുള്ള ഒരു പശുപതി സങ്കല്പത്തിലുള്ള കാലങ്കോലമാണ് കാണുന്നത്. എന്നാൽ ഈ മണിമലയാറിന്റെ തീരത്തുള്ള ക്ഷേത്രങ്ങളിലെല്ലാം ഇതേപോലെ 3 മുഖമല്ല 5 മുഖമുള്ള പച്ച മുഖമുള്ള കാലനെയാണ് നമ്മൾ കാണുന്നത്. അപ്പൊ ഈ പ്രാദേശികമായ വ്യത്യാസങ്ങൾ നമുക്ക് ഈ കോലത്തിൽ കാണാം. പക്ഷെ പാട്ടൊക്കെ നമുക്ക് ഒരേ പാട്ടും ഒരേ രീതിയും ഒക്കെ തന്നെയാണ്. ഈ പച്ചമുഖത്തിലുള്ള നോക്കാം. ഇതാണ് ഇത് പച്ചമുഖമുള്ള മണിമലയാറിന്റെ തീരത്തെ ക്ഷേത്രങ്ങളിൽ കാണുന്ന കോലമാണ്. ഇതിന് 5 മുഖങ്ങൾ ഉണ്ടായിരിക്കും. കരിമുഖത്തിന് 3 മുഖം.
ഇനിയുള്ളത് ഇത് ഓതര പടയണിയിലെ ഏറ്റവും വലിയ കോലമാണ്. 1001 പാടയിൽ എഴുതിയ കോലമാണ്. ഒരു തെങ്ങിനെക്കാട്ടിൽ ഉയരത്തിലാണ് ഈ കോലം വരുന്നത്. ഇത് 2 ചാടയിലെ വലിച്ചുകൊണ്ട് വരികയാണ് ചെയ്യുന്നത്. ഇത് നമുക്ക് ഈ പറഞ്ഞ പോലെ നമ്മുടെ ഈ ഫെബ്രുവരി മാസം മാർച്ച് മാസം ഒക്കെ ആയിട്ടാണ് ഈ കോലവും നടക്കുന്നത്. ഇത് എല്ലാ വർഷവും അവിടെ പ്രശ്നം വെച്ച് നോക്കിയതിന് ശേഷമാണ് അവിടുത്തെ ആ ഡേറ്റ് ഒക്കെ തീരുമാനിക്കുന്നത്. എന്നാൽ എല്ലാ വർഷവും നമുക്കിത് കാണാൻ പറ്റും. ഏറ്റവും വലിയ ഇന്നുള്ളതിലെ ഏറ്റവും വലിയ കോലമാണ് ഈ 1001 പാറയുടെ വലിയ ഭൈരവി. അത് താഴെ നിൽക്കുന്ന ആൾക്കാരെ നോക്കിയിട്ട് കോലത്തിലോട്ട് നോക്കി അതിന്റെ വലിപ്പം നമുക്കറിയാം. കോലം വലിച്ചു കയറ്റി കെട്ടുന്നതാണ്. ഒരു പകലും പിന്നെ ആ രാത്രിയും കൊണ്ടാണ് ഇത് വരച്ച് തീർത്ത് വെളുപ്പാങ്കാലത്ത് ഇത് കൊണ്ടിരുന്നത്. കളത്തിൽ കാലങ്കോലം തുള്ളിക്കഴിഞ്ഞാൽ ആ കാലങ്കോലം ഇതിന്റെ ഏറ്റവും മുകളിലായിട്ട് കൊണ്ട് പ്രതിഷ്ഠിച്ചിട്ടാണ് ഈ ഭൈരവി കോലം അവിടെ നിന്ന് വലിച്ചുകൊണ്ട് വരുന്നത്. ഇത് കത്തിക്കുന്നത് മുഴുവൻ മുഖത്തെല്ലാം പന്തം കുത്തിയിട്ടാണ് വരുന്നത്. അത് വെളിയിൽ നിന്ന് ഇതേപോലെ താഴെയുള്ള വലിയ കമ്പൽ നീളമുള്ള പന്തം കൊണ്ട് കയറി പിന്നെ സൈഡിൽ കൂടെ ഒക്കെ ചട്ടത്തെ വലിച്ചു കയറിയൊക്കെയാണ് ഈ ചൂട്ടെല്ലാം കത്തിക്കുന്നത്. അതിന് ശേഷമാണ് ഇത് വലിച്ചുകൊണ്ട് വരുന്നത്. അത് വലിച്ചുകൊണ്ട് വരികയാണ്. ഈ സമയത്തേക്ക് ഇത് പമ്പയാറിന്റെ തീരത്ത് വരട്ടാറിന്റെ തീരത്തു നിന്നാണ് ഇത് വരുന്നത്. ഈ സമയത്തേക്ക് നേരം വെളുത്ത് വരും. ഇത് തുടങ്ങുമ്പോഴത്തേക്ക് പുലർകാലമാകും. ഇത് ഏറ്റവും അവസാനമായിട്ട് തുള്ളുന്ന കോലമാണ്. ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ടത് ഇതിനകത്ത് എഴുത്ത് കണ്ടു. ഇതിനകത്ത് തളിരിലകൾ പോലെയും തളിര് പൂക്കൾ പോലെയും ഒക്കെ ഉള്ള എഴുത്ത് മാത്രമേ ഉള്ളൂ. അതായത് ഒരു പടയണി കോപാകുലയായിട്ട് വരുന്ന ദേവിയെ തൃപ്തിപ്പെടുത്തുകയാണ്. അങ്ങനെ ഒരു രാത്രി കൊണ്ട് തുള്ളി, ഒരു രാത്രിയിലെ ചൂട്ടുവെളിച്ചത്തിൽ തുള്ളി ആ ചൂട്ടണയിച്ചാൽ കോപാഗ്നി അണയുക എന്നൊരു അർത്ഥവും കൂടെ ഉണ്ട്. അങ്ങനെ ചൂട്ടണയുന്ന സമയത്തേക്ക് നേരം വെളുക്കും. ആ സമയത്താണ് ഈ മംഗളഭൈരവി തുള്ളുന്നത്. മംഗളഭൈരവിയിലെ പേടിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു മുഖവുമില്ല. ദേവിയുടെ മുഖം തളിരിലകൾ പോലെ ശാന്തമായി എന്നുള്ള നാടകമാണ് നമ്മൾ ഈ ഒരു കോലത്തിൽ നിന്ന് കാണേണ്ടത്. പടയണിയിലെ ഏറ്റവും അവസാനത്തെ ഒരു ചടങ്ങാണ് ആൾപ്പിണ്ടിയും വിളക്കും. ആപ്പിണ്ടിയും വിളക്കും എന്നാണ് പറയുന്നത്. ആൾപ്പിണ്ടിയാണ്. അതായത് ഈ പടയണി തുടങ്ങുന്നതിന് മുമ്പ് ദേവിയെ ഒരു കൊടിവിളക്കില് ദീപമായിട്ട് വിളക്കിൽ ഇങ്ങനെ വിളക്കില് ദീപം തെളിയിച്ച് അതിൽ ആവാഹിച്ച് പുറത്തേക്ക് അവിടുത്തെ മേശാന്തി തരികയാണ്. തിരിച്ച് പടയണി കഴിയുമ്പോൾ അഗ്നി പൂർണ്ണമായിട്ട് കെടുന്നതിന് മുമ്പ് അതിൽ നിന്നൊരു ദീപം കത്തിച്ച് ഈ ആൾപ്പിണ്ടിയില് ആ ക്ഷേത്ര നടയിൽ, തിരുനടയിലോട്ട് കയറാനുള്ള അനുവാദം ഇല്ലാത്തതുകൊണ്ട് ക്ഷേത്ര നടയിൽ കൊണ്ട് തിരിച്ച് ഭഗവതിയെ അല്ലെങ്കിൽ മറ്റു ഉപദേവതകളെ കടത്തിവിടുന്ന ചടങ്ങാണ് ആൾപ്പിണ്ടിയും വിളക്കും. അതോടുകൂടി ഒരു പടയണി അവസാനിക്കുകയാണ്. അവസാനത്തെ ചടങ്ങാണ് പടയണി. അഗ്നിസ്വരൂപിണിയായി കളത്തിലേക്ക് ഇറങ്ങി വന്ന ഭഗവതിയെ തിരുനടയിലേക്ക് മടക്കി അയക്കുന്ന ഭക്തി നിർഭരമായ അനുഷ്ഠാനമാണ് ആൾപ്പിണ്ടി. കളത്തിലെ അഗ്നിയിൽ നിന്നും ആൾപ്പിണ്ടി വിളക്ക് തെളിയിച്ച് 4 അമ്പലം വലം വെച്ച് ആൾപ്പിണ്ടി തിരുനടയിൽ സമർപ്പിക്കും. ഈ സമയത്തേക്കൊക്കെ വെളുപ്പാങ്കാലമാകും. നേരം വെളുത്ത് വരുന്ന സമയത്താണ് ഈ ആൾപ്പിണ്ടി. ഒരു രാത്രി പൂർണ്ണമായിട്ടും കോലങ്ങൾ ഇങ്ങനെ കളത്തിൽ വന്ന് അതിന്റെ ഒരു വെളുപ്പാകുമ്പോഴത്തേനെ അത് അവസാനിക്കാറുള്ളൂ. ഏതാണ്ട് നേരം വെളുത്തു. പുലകാലത്തെ വെളിച്ചമാണ് ഈ കാണുന്നത്. ആ സമയത്താണ് ഇത് മിക്ക ക്ഷേത്രങ്ങളിലും പടയണി അവസാനിക്കുന്നത്. തിരുനട
സമർപ്പണം പൂർത്തിയാവുന്നതോടെ ഒരു പടയണിക്കാലം കളം വിട്ടൊഴിയും. മഠത്തിൽക്കാവിലെ പടയണിയോടെ മധ്യ തിരുവിതാംകൂറിലും പടയണിക്കാലം അവസാനിക്കും. ഇതായിരുന്നു അതിന്റെ ആ ഒരു വീഡിയോയിലൂടെ ഒക്കെ നമുക്ക് വളരെ പെട്ടെന്ന് കാണിക്കാൻ സാധിക്കുന്നത്രേ ഉള്ളൂ. അങ്ങനെ ഓരോ ക്ഷേത്രങ്ങളിലും പടയണി തീരെ ഇപ്പൊ ഇതിനകത്ത് പറഞ്ഞതിനകത്തൊരു തെറ്റുണ്ട്. മടത്തിക്കാലെ പടയണിയോടുകൂടി ആയിരുന്നു അവസാനിച്ചിരുന്നത്. പക്ഷെ ഇപ്പം മടത്തിക്കാലെ പടയണി പുതിയ ഉത്സവം വന്നു കഴിഞ്ഞപ്പോഴത്തേനും അത് ഒരു ദിവസം പുറകോട്ട് മാറിയപ്പോൾ കടമ്പനിട്ടയിലെ പടയണിയോടുകൂടിയാണ് പടയണിയുടെ ഒരു കാലം അവസാനിക്കുന്നത്. കുറച്ച് കാണാൻ പറ്റിയെന്നാണ് എനിക്ക് തോന്നുന്നത്. കുറച്ച് കിട്ടിയായിരുന്നു, വിഷ്വല് കുറച്ച് കിട്ടിയോ? തീർച്ചയായും നമുക്ക് ഒരുപാട് അറിവുകൾ വിഷ്വൽസിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. അതെ, ഇനി നമുക്ക് ചോദ്യോത്തര വേളയാണ്. ആർക്കെങ്കിലും എന്തെങ്കിലും ചോദ്യങ്ങളോ സംശയങ്ങളോ ഒക്കെ തീർക്കാനുണ്ടെങ്കിൽ സാറിന്റെ അടുത്ത് സംസാരിക്കാവുന്നതാണ്. എനിക്ക് തോന്നുന്നു ആരും തന്നെ ഇല്ല. അത്രയും ആമുഖം പറഞ്ഞിട്ട് ഇത് കാണിക്കുമ്പോൾ ഏകദേശം ഒരു ഐഡിയ കിട്ടുമെന്നാണ് എന്റെ ഒരു പ്രതീക്ഷ. കാരണം ഇത്രയും ഉണ്ടെന്നൊന്നും പടയണി എന്ന് കേൾക്കുമ്പോൾ സാധാരണ ഒരാളുടെ മനസ്സിലൊരു ഭൈരവിക്കോലം മാത്രമേ കാണത്തുള്ളൂ. പക്ഷെ ഇത്രയും അധികം കലാരൂപങ്ങളും നാടകങ്ങളും വിനോദങ്ങളും താളങ്ങളും അതുപോലെ എഴുത്ത് രീതികളും ശില്പഭംഗികളും ഒക്കെ ഉണ്ടെന്നുള്ളത് ഒരു പടയണി കണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മാത്രമല്ല ഒരു ഈ എന്താ പറയുക, ഒരു ജാതീയമായ അകലങ്ങളില്ലാതെ രാഷ്ട്രീയമായ വൈരുദ്ധ്യങ്ങളില്ലാതെ ഈ സമൂഹങ്ങളെല്ലാം കൂടെ ചേർന്ന് നിൽക്കുന്ന ഒരു വലിയ സംസ്കാര സവിശേഷതയുണ്ട്. ഈ ആൾക്കാരെല്ലാം കൂടെ ഈ ചേരുമ്പോഴാണല്ലോ, ബന്ധപ്പെടുമ്പോഴാണല്ലോ ബന്ധം ഉറക്കുന്നത് എന്ന് പറഞ്ഞ പോലെ ഇതിനു വേണ്ടിയിട്ടൊക്കെ ഉള്ള ഒരു കൂട്ടായ്മയുടെ ഒരു 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 സാമൂഹ്യ ശാസ്ത്രം ഉണ്ട് ഇതിനൊക്കെ. അത് കുറച്ച് കണ്ടാലേ എനിക്ക് തോന്നുന്നു ജാതീയമായ ഈ ഒരു കൂടിച്ചേരലുകളൊക്കെ ഉണ്ട് എന്നുള്ളത് ഈ ഒരു സാറ് പറഞ്ഞപ്പോഴാണ് ഞാൻ അതിനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുന്നത്. അതൊരു അനുഷ്ഠാനപരമായ ഒരു കല എന്നായിരുന്നു ഞാൻ മനസ്സിലാക്കിയിരുന്നത്. ആദ്യം പറഞ്ഞതുകൊണ്ടാണ് ഇപ്പം പല രീതിയില് എല്ലാ രാഷ്ട്രീയക്കാർക്കും അവരുടേതായ രീതിയില് വ്യാഖ്യാനിക്കാൻ സാധിക്കും. അതുകൊണ്ട് ആർക്കും പ്രത്യേകിച്ച് എന്താണ് തങ്ങളുടെ ഈ അതിനകത്തുനിന്ന് സംരക്ഷിക്കാൻ പറ്റുന്ന കലയാണോ സംസ്കാരമാണോ അതിനൊക്കെ അതുകൊണ്ട് എല്ലാവരും സംരക്ഷിക്കാൻ തയ്യാറായിട്ട് വന്നിട്ടുണ്ട്, വിശ്വാസികൾ മാത്രമല്ല. ഇപ്പൊ കലാകാരന്മാർ തന്നെ ഇപ്പൊ ചിത്രമെഴുത്തിന്റെ ഒക്കെ ഏറ്റവും പ്രാക്തനമായിട്ടുള്ള ഛായങ്ങളെ പറ്റിയുള്ള സങ്കല്പം, പിന്നെ യാതൊരു പരിചയമില്ലാതെ മനക്കണക്ക് മാത്രമാണ്. ഈ 1001 പാളയും മനസ്സിൽ കണക്ക് കൂട്ടി കെട്ടിക്കയറ്റുന്നതാണ് അത്രയും തെങ്ങോളം വലിപ്പത്തിലുള്ളത്. 100 കണക്കിന് കലാകാരന്മാരിരുന്ന പരസ്പരം ഇതിനൊന്നും ഒരു കണക്കുമില്ല. പക്ഷെ അവരുടെ മനസ്സിൽ ഒരു ഐഡിയ ഉണ്ട്, ഒരു പാളയിൽ ഇത്ര അകലം, കയ്യേലും മനസ്സിലുമാണ് അതിന്റെ കണക്ക് വരും. അത് വരച്ചാണ് അതൊക്കെ ചെയ്യുന്നത്. അപ്പൊ അതൊക്കെ ഈ പഠിക്കേണ്ടതാണ്. കാര്യമായ പഠനങ്ങളില്ലെന്നേ ഉള്ളൂ. ഞാൻ ജസ്റ്റ് ഒരു കാര്യം ചോദിച്ചോട്ടെ. സോറി അല്ല, രാഹുൽ ചോദിച്ചോ, അത് കഴിഞ്ഞിട്ട് ചോദിച്ചോളൂ. സർ, എനിക്ക് അറിയേണ്ടത് നമ്മൾ ഇവിടെ കുട്ടനാട്ടിൽ നടക്കുന്ന നീലംപേരൂർ പടയണി എന്ന് പറയുന്ന നീലംപേരൂർ പള്ളി ഭഗവതി ക്ഷേത്രത്തിൽ നടക്കുന്ന പടയണിയുണ്ടല്ലോ, അവരും പക്ഷെ അവിടെ ഈ കോലം കെട്ടി തുള്ളുന്ന ആ പടയണിയ ഫോം അല്ല. അവിടെ ആക്ച്വലി ആ അന്നം എന്ന് പറയുന്ന അത്രയും ഹ്യൂജ് എഫിജീസ് അവരുണ്ടാക്കിയിട്ട് അത് ദേവിയുടെ മുന്നിൽ കൊണ്ടുവരുന്നതാണ്. അതും ഇതുമായിട്ട് എന്തെങ്കിലും, അതുപോലെ തന്നെ ചെട്ടിക്കുളങ്ങരയിലെ ഭരണി എന്ന് പറയുന്നത് അവരാ കുതിര എന്ന് പറയുന്ന അത്രയും വലിയ സാധനങ്ങൾ പല കരകളിൽ എന്താ പറയാ എള്ള് കൊയ്ത്ത് കഴിഞ്ഞ പാടങ്ങളിലൂടെ വലിച്ച് ദേവിയുടെ മുന്നിലേക്ക് കൊണ്ടിട്ട് അതും ഇതും ഈ പടയണിയായിട്ടുള്ള എന്തെങ്കിലും രീതിയിലുള്ള ബന്ധമോ സാമ്യമോ? ഇത് നമ്മളിപ്പം വടക്കൻ കേരളത്തിലൊക്കെ ഈ ക്ഷേത്രത്തിലെ ഉത്സവങ്ങൾക്ക് 2 പേരിലാണ് അറിയപ്പെടുന്നത്. പല ഉത്സവങ്ങളായിരിക്കും. അത് ഒന്നുകിൽ വേല എന്ന് പറയും, അല്ലെങ്കിൽ പൂരം എന്ന് പറയും. എന്നതുപോലെ നമ്മുടെ നാട്ടിലെ ഈ മധ്യരാമൂർ മേഖല തന്നെയാണ് ഈ കുട്ടനാട്ടിലെ ആ ഒരു ഭാഗം ഇതിനകത്തൊക്കെ തന്നെ വരുന്നതാണ്. ഇവിടെയുള്ള ഇതേപോലെയുള്ള ദേവീക്ഷേത്രങ്ങളെ ഉത്സവത്തിന് പൊതുവെ പടയണി എന്നാണ് പറയുന്നത്. ഇപ്പൊ മങ്കൊമ്പ്, കുട്ടനാട് ആ മേഖലകളിലൊക്കെ ഇത്രയും സജീവമല്ലാത്ത പടയണികളുണ്ട്. അതെല്ലാം കരപ്പടയണി, ചൂട്ടുപടയണി എന്നൊക്കെ ഉള്ള രീതിയിൽ പറയും. നീലംപേരൂരെ പടയണി ഈ പറഞ്ഞ പോലെ കുത്തിയോട്ടം ചെട്ടികുളങ്ങരയിലെ ഭരണിയുമായിട്ടാണ് അതിന് കൂടുതൽ അടുപ്പം കാണുന്നത്. കാരണം അതൊരു കെട്ടുകാഴ്ചയാണ്. ഈ നമ്മുടെ ആദ്യത്തെ ഒരു മലയാള വർഷം തുടങ്ങിക്കഴിഞ്ഞാൽ ചിങ്ങമാസത്തിലെ ഈ തിരുവോണം കഴിഞ്ഞു വരുന്ന 16 ദിവസമാണ്. തിരുവോണം കഴിഞ്ഞു വരുന്ന പിന്നത്തെ പൂരത്തിനാണ് ഈ നീലംപേരൂരെ പടയണി നടക്കുന്നത്. അവിടെ ഈ പറഞ്ഞ പോലെ പ്രകൃതിദത്തമായ സംഭവങ്ങൾ മാത്രമാണ്. അത് ഒരുപക്ഷേ നമ്മളിപ്പോ ഞാനിവിടെ പറഞ്ഞ പടയണിക്ക് മുമ്പുള്ളതായിരിക്കും. കാരണം അതിന്റെ നിറങ്ങളൊക്കെ ഇപ്പൊ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേന് നമ്മൾ മഞ്ഞൾ അരച്ചാണേലും കരി അരച്ചാണേലും ചെങ്കൽ അരച്ചാണേലും ചായം എന്നുള്ള ഒരു സങ്കല്പം നമ്മുടെ മനസ്സിൽ വന്നു. ആ ചായങ്ങൾ ബ്രഷ് കൊണ്ട് വരയ്ക്കുകയാണ് ഇത്. നീലംപേരൂർ വന്നാൽ കാണുന്ന അങ്ങനല്ല. നീലംപേരൂർ ഇതേ 5 നിറങ്ങളാണ്. പക്ഷെ 5 നിറത്തിനും
പ്രകൃതിയിലെ വർണ്ണങ്ങൾ വെച്ച് കെട്ടുകയാണ്. പച്ച വേണ്ടിടത്ത് മുഴുവൻ താമരയില പൊതിയുകയാണ് ചെയ്യുന്നത്. വെളുപ്പ് വേണ്ടിടത്ത് മുഴുവൻ വാഴപ്പോള വെച്ച് വട്ടം ചുറ്റി വെളുപ്പാക്കുകയാണ്. ചുവപ്പ് വേണ്ടിടത്തെല്ലാം തെച്ചിപ്പൂ വെക്കുകയാണ്. അപ്പൊ ഇങ്ങനെ പ്രകൃതിയിലെ വസ്തുക്കൾ തന്നെയാണ് കൊണ്ടുവരുന്നത്. അതിന് വേറെ കാർഷിക സംസ്കൃതിയുമായി ബന്ധപ്പെട്ട പഠനമുണ്ട്, നമുക്ക് ഇപ്പൊ നേരമില്ലാത്തതുകൊണ്ട് നമുക്ക് അത് പറയുന്നില്ല. അങ്ങനെ പ്രകൃതിയിലെ വസ്തുക്കൾ കൊണ്ടാണ് അന്നങ്ങൾ ഉണ്ടാക്കുന്നത്. അത് ഇതേപോലെ തന്നെ ദേവീക്ഷേത്രത്തിലുള്ള ഒരു ആഘോഷമായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. അതിന് പടയണി എന്നുള്ള പേരേ ഉള്ളൂ. അവിടെ പാളക്കോലങ്ങളില്ല, മറിച്ച് അവിടെ മുഴുവൻ ഈ അന്നങ്ങള് വാഴക്കച്ചി കൊണ്ടും വാഴപ്പോള കൊണ്ടും താമരയില കൊണ്ടും ഉണ്ടാകുന്ന പ്രധാനപ്പെട്ട 3 അന്നങ്ങളും, പിന്നെ ധാരാളം 196 അന്നങ്ങൾ ഈ വർഷം ഉണ്ടായിരുന്നു, ചെറിയ അന്നങ്ങളും. അതുപോലെ തന്നെ ഇതേപോലെ പ്രകൃതിയിലെ വസ്തുക്കൾ കൊണ്ടുണ്ടാക്കിയ ഭീമസേനൻ, ഹനുമാൻ, കുബേരൻ, അതുപോലെ യക്ഷി, അങ്ങനെയുള്ള ഒരുപാട് രൂപങ്ങൾ അവിടെ ഉണ്ടാക്കും. ഇതെല്ലാം പ്രകൃതിയോട് ചേർന്ന് നിൽക്കുന്ന ഉത്സവമാണ്. അപ്പൊ ഈ നിറങ്ങളുടെ ഒരു ഉദാഹരണം കൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നത് ഇതിനെക്കാട്ടിൽ പഴക്കം അതിന് വേണേൽ പറയാൻ പറ്റും. ഇതിനകത്ത് ചായം എന്നുള്ള ഒരു സങ്കല്പം വന്നു കഴിഞ്ഞു. അപ്പൊ അത്രയും ഒരു ചിന്ത ഉണ്ടാകുന്നതിന് മുമ്പ് വന്നതായിരിക്കണം ഈ നിറങ്ങൾ വെച്ച് കെട്ടുക. നമ്മളിപ്പോ അത്തപ്പൂക്കളം ഇടുന്ന പൂക്കൾ കൊണ്ടൊരു പൂക്കൾ ഇടുന്ന പോലെ അതേപോലെ നിറവൈവിധ്യത്തിന് വേണ്ടിയിട്ട് അതിൽ ചെയ്യുന്ന മുഴുവൻ പ്രകൃതിയിലെ വസ്തുക്കളാണ്. അതുപോലെ കുത്തിയോട്ടവും ഒക്കെ ഈ കഥയുമായിട്ട് ബന്ധമുള്ളതാണ്. അത് ഈ വേതാളത്തിന് രക്തം കൊടുക്കാമെന്ന് പറഞ്ഞ് ആണ് ഈ നമ്മുടെ ശിവന്റെ ഭൂതാനങ്ങൾ വിളിച്ചുകൊണ്ട് വരുന്നത്. അങ്ങനെ ഒരു ഓഫർ ഉണ്ടായിരുന്നു. പക്ഷേ വേതാളത്തിന് എത്ര രക്തം കുടിച്ചിട്ടും മതിയായില്ല. അപ്പൊ ദേവി ദാരികാസുരനെ കൊന്നിട്ട് ശിവന്റെ അടുക്കലേക്ക് ഓടുമ്പോൾ തൊട്ട് പിന്നാലെ വേതാളം പാഞ്ഞു. കാരണം രക്തം കൊടുത്ത് കൊതി തീർന്നില്ല. ആ സമയത്ത് ഈ ദൈവങ്ങളും മനുഷ്യരും എല്ലാം കൂടി ദാരികാസുരന്റെ ഈ ശല്യം അവസാനിച്ചല്ലോ. അപ്പം അവര് 2 രീതിയിൽ തീരുമാനിക്കും. ഒന്ന്, ദൈവങ്ങള് ഗരുഡനെ പറഞ്ഞു വിടും. ഗരുഡൻ പോയിട്ട് രക്തം കൊടുക്കുന്നുണ്ട്. അതാണ് ഗരുഡൻ തൂക്കത്തിൽ ചൂണ്ട കൊത്തി രക്തം പൊടിക്കുന്ന അനുഷ്ഠാനം വന്നത്. ആ കഥയുമായി ബന്ധപ്പെട്ടുള്ള നാടകമാണ് ഈ ഗരുഡൻ തൂക്കത്തില്. ഇവിടെ ദേഹത്ത് ഈ കുത്തിയോട്ടം നടത്തുന്ന, നമ്മൾ ഈ പാട്ടുമൊക്കെ കാണാറുണ്ടെങ്കിലും അവിടെ 2-3 അനുഷ്ഠാനങ്ങളുണ്ട്. ഈ തേര് വലിക്കുന്നതൊക്കെയാണ് നമ്മൾ കാണുന്നതെങ്കിലും കുത്തിയോട്ടം പാടിയിട്ട് ഈ കുത്തിയോട്ട കുട്ടികളെ ക്ഷേത്രത്തിലേക്ക് കൊണ്ടുപോകുന്ന ഒരു ചടങ്ങുണ്ട്. അവരുടെ ദേഹത്ത് ഈ ചൂരൽ നൂലുകള് ദേഹത്തൂടെ ഇങ്ങനെ കോർത്ത് കയറ്റും. രക്തം ഇങ്ങനെ ഒഴുകി വരും. അല്ലെങ്കിൽ സ്വർണ്ണ നൂലുകൾ ചെയ്യും. ഇപ്പൊ അതിനൊക്കെ ചില മനുഷ്യാവകാശ പ്രവർത്തകരൊക്കെ ഇടപെട്ടിട്ട് അത് നിരോധിച്ചെന്നും ചെറിയ അനുഷ്ഠാനത്തിന് വേണ്ടിയിട്ടുള്ളതെന്നൊക്കെ പറയുന്നു. എങ്കിലും ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു ബലിയാണ്, രക്തം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് മനുഷ്യര് ഞങ്ങള് ഈ വേതാളത്തിന് വേണ്ടി രക്തം കൊടുത്തോളാം എന്നുള്ള രീതിയിലാണ് ആ അനുഷ്ഠാനത്തിന്റെ ഒരു കഥ പോകുന്നത്. പിന്നെ ഈ എള്ളും പാടത്തിലൂടെ വരുമ്പോ എള്ളൊക്കെ ഇതിന്റെ ഈ ചാടിനിടയിൽ കൊടുക്കും. കാരണം ഈ ചാട് കറങ്ങണമെങ്കിൽ എണ്ണ വേണം. അപ്പൊ എള്ളിൽ നിന്നാണല്ലോ എണ്ണ വരുന്നത്. അങ്ങനെയുള്ള സങ്കല്പമൊക്കെ അതിനകത്തുണ്ട്. അതിന് ബുദ്ധമതവുമായിട്ട് കൂട്ടടുപ്പമുണ്ട്. കെട്ടുകാഴ്ചകൾക്ക്, തേരിനും കെട്ടുകാഴ്ചകൾക്കും ഒക്കെ ബുദ്ധമത സ്വാധീനമുള്ള മേഖലകളിലാണുള്ളത്. ഈ നീലംപേരൂരും അത് തന്നെയാണ്. നീലംപേരൂര് ബുദ്ധമതവുമായി ബന്ധപ്പെട്ട ഒരു പെരുമാൾ അവിടെ വന്നു എന്നൊക്കെയുള്ള കഥകൾ അവിടെയും ഉണ്ട്, നീലംപേരൂർ ദേശത്തിനുണ്ട്. അപ്പൊ അങ്ങനെ ഉള്ള ബന്ധമുണ്ട്. നമ്മുടെ ഇപ്പൊ ഞാനിവിടെ അവതരിപ്പിച്ച പടയണിയുമായിട്ട് നീലംപേരൂർ പടയണിക്ക് ബന്ധമില്ല. പേര് കൊണ്ടുള്ള ഒരു സാദൃശ്യം മാത്രമേ ഉള്ളൂ. അതിപ്പോഴാണ് നീലംപേരൂർ പടയണി എന്നൊക്കെ ഉള്ള പേരിലേക്ക് വന്നത്. ഞാൻ എന്റെ ചെറിയ പ്രായത്തിലൊക്കെ അത് നീലംപേരൂർ അന്നം നാട്ടെന്ന് പറയുന്നത്. അന്നം കെട്ടുക എന്നുള്ള രീതിയിലായിരുന്നു. വലിയ അരയന്നങ്ങളാണല്ലോ. കല്യാണ സൗഗന്ധിയ പുഷ്പം തേടി പോകുന്ന ഭീമസേനൻ കുബേരന്റെ സൗഗന്ധിയ പൊയ്യയില് പൂ പറിക്കാൻ പോയതാണെങ്കിലും അവിടെ ചെല്ലുമ്പോൾ അരയന്നങ്ങളെ കാണുന്നതായിട്ടാണ് ആ ഒരു സങ്കല്പം. അങ്ങനെ ഭീമസേനൻ ഇങ്ങനെ യാത്ര ചെയ്ത് ഓരോ ദിവസം 16 ദിവസം ശ്രീമസേനൻ യാത്ര ചെയ്യും. 4 ദിവസം വീതം ഇതേപോലെ ആദ്യം ചെറിയ കമ്പുകൾ കൊണ്ടുള്ള ചെറിയ കാടുകള്, പിന്നെ പൂമരങ്ങളുള്ള പൂക്കാടുകൾ, ഇതൊക്കെയാണ് അവിടെ വരുന്നത്. ഇത് പോയി കാണാവുന്നതാണ് നിങ്ങൾക്കൊക്കെ. വളരെ അടുത്താണല്ലോ, അങ്ങനെ ശരി, വളരെ അടുത്തല്ലേ. അങ്ങനെ 4 ദിവസം കഴിയുമ്പോൾ പിന്നെ ഇലകൾ കൊണ്ടുള്ളതാകും. പ്ലാവിലക്കോലങ്ങളാണ് 4 ദിവസം. പിന്നെ വാഴപ്പോള കൊണ്ടുള്ള കോലങ്ങൾ. അങ്ങനെയുള്ള കാഴ്ചകളാണ് അവിടെ ഈ ഓരോ ദിവസവും. ഇതെല്ലാം ഭീമസേനൻ കാണുകയാണ്. ഒരു ദിവസം ചെല്ലുമ്പോൾ ഹനുമാനെ കാണും. ഇതൊക്കെ കല്യാണ സൗന്ദര്യം കഥയിലുള്ളതാണ്. വഴി വിലങ്ങിയിരിക്കുന്ന ഹനുമാനൊക്കെ നമ്മളുണ്ടല്ലോ. അപ്പൊ ഹനുമാനെയും പ്ലാവില കൊണ്ടുള്ള ഹനുമാനെ ഉണ്ടാക്കും. അവസാന ദിവസം ആകുമ്പോഴത്തേന് ഹനുമാന്റെ ഒറിജിനൽ ആയിട്ടുള്ള വലിയ ഹനുമാനെ, ഭീമസേനെ കണ്ട ഹനുമാനെ, അതുപോലെ തന്നെ സൗഗന്ധിയ പൂജയ്ക്ക് കാവൽ നിൽക്കുന്ന യക്ഷി, കാവൽക്കാരായിട്ടുള്ള കാവൽ പിശാചുക്കള്, ഇങ്ങനെയുള്ള ഒരുപാട് ഈ കോലങ്ങൾ നമുക്ക് നീലംപേരൂർ പടയണിയിൽ കാണാനായിട്ട് സാധിക്കും. എനിക്ക് തോന്നുന്നു രാഹുലിന്റെ ചോദ്യത്തിനുള്ള ഉത്തരമായി എന്നുള്ളത്. വേറെ ഏതെങ്കിലും ആർക്കെങ്കിലും എന്തെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കാൻ ബാക്കിയുണ്ടെങ്കിൽ ഓക്കെ. സോ നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. പടയണി എന്ന അനുഷ്ഠാന കലയെക്കുറിച്ച് വളരെയധികം അറിവുകൾ ലഭിക്കാൻ ഇന്നത്തെ ചർച്ച വേദിയൊരുക്കി. ഇതിൽ പങ്കെടുത്ത ഏവർക്കും ഇതൊരു അനുഭവമായി. കുറെ പുതിയ അറിവുകൾ ലഭിക്കുവാൻ ഇടയായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ ചർച്ച നയിച്ച ശ്രീ ബി രവികുമാർ സാറിന് ഏറെ സ്നേഹത്തോടെ നന്ദി അറിയിച്ചു കൊള്ളുന്നു. അതോടൊപ്പം ഈ സാംസ്കാരിക ചർച്ചയിൽ പങ്കെടുത്ത ഏവർക്കും ധരണിയുടെ പേരിലുള്ള നന്ദിയും സ്നേഹാശംസകളും അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.
ശരി, വീണ്ടും കാണാം. എനിക്ക് ഒരു റിക്വസ്റ്റ് ഉണ്ട് ധരണിയോട്. മേ ബി ഇപ്പൊ സാറിന് ഈ ജനുവരിയിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഈ പടയണികൾ എവിടെയൊക്കെ ഏതൊക്കെ അമ്പലങ്ങളിൽ ഏതൊക്കെ ദിവസങ്ങളിലാണെന്ന് അറിയാൻ സാധിക്കും. മേ ബി അതൊരു കലണ്ടർ ഫോർമാറ്റിലായിട്ട് നമുക്ക് മാറ്റാൻ പറ്റുകയാണെങ്കിൽ നമുക്കും എന്തെങ്കിലും ഒരു ട്രിപ്പോ അല്ലെങ്കിൽ ഇതിനെപ്പറ്റി കൂടുതൽ അറിയാനുള്ള യാത്രകളൊക്കെ ആയിട്ട് നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റുകയായിരുന്നെങ്കിൽ നല്ലതായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. ഇനിയിപ്പോ അതിന്റെ സമയമാണ്. ഇപ്പൊ അടുത്ത ആഴ്ച മുതൽ തുടങ്ങുകയാണ്. തെള്ളിയൂർക്കാവിലാണ് ആദ്യത്തെ പടയണി. അത് ശനിമാസം 5-ാം തീയതി തുടങ്ങും. ശനിമാസം 10-നാണ് അവിടുത്തെ വലിയ പടയണി, ഏറ്റവും അടുത്തുള്ളത്. പിന്നെ തൊട്ട് വരുന്നത് നമ്മുടെ കോട്ടാങ്ങൽ പടയണി. ഇതെല്ലാം നിങ്ങളുടെ ഈ പഠന മേഖലയിലുള്ള ക്ഷേത്രങ്ങളുമാണ്. ഈ കോട്ടാങ്ങാൽ വരുന്നത് അതും ഈ ജനുവരി ഫെബ്രുവരി മാസത്തിലായിട്ടാണ്. ഇത് ഡിസംബർ അവസാനം തുടങ്ങും. പിന്നെ ജനുവരി ഫെബ്രുവരി, അത് കഴിഞ്ഞ അവിടെ കല്ലൂപ്പാറ. ഇതെല്ലാം നമ്മുടെ പഠന മേഖലയിലുള്ള ക്ഷേത്രങ്ങളിലാണ് ആദ്യം പടയണി വരുന്നത്. പിന്നീടാണ് പമ്പയാറിന്റെ തീരത്തേക്ക് പോകുന്നത്. ആദ്യം ഈ മേഖലയിലെ പടയണികൾ നടക്കുകയാണ്. ഞാൻ അതിന്റെ ഒരു കലണ്ടർ ഉണ്ടാക്കിയിട്ട് നിങ്ങളുടെ ആരുടെ പേരിൽ അയച്ചു തരാം. ജിൻസിയുടെ പേരിൽ അയച്ചു തന്നേക്കാം. ഞാൻ അതിനകത്ത് നോക്കിയിട്ട് നിങ്ങളത് ഒരു ചാർട്ട് പോലെ ആക്കി ഇട്ടാൽ മതി. താങ്ക് യു. നല്ല സജഷൻ ആണ് രാഹുൽ. താങ്ക് യു. ഞാനത് സാറിന്റെ അടുത്ത് സംസാരിക്കാം അതിനെ കുറിച്ച്. അത് ഞാൻ ചെയ്തു തരാം, കുഴപ്പമില്ല. അത് കാണാം. പടയണി ഞാൻ ഫ്രീ ആയിട്ടുള്ള സമയമാണ് ഞാനും വരികയും ചെയ്യാം. ഉണ്ട്, അങ്ങനെ പല കോളേജുകളിൽ നിന്ന് കുട്ടികൾ വരാറുണ്ട് പടയണി കാണാനായിട്ട്. അവരോട് പോകാറുണ്ട്. പിന്നെ ഇതിന് ക്ഷണിച്ചതിന് ജിൻസിയോടും നിങ്ങളുടെ ലിസിനോടും അതുപോലെ തന്നെ എന്നെ പരിചയപ്പെടുത്തിയ രാജീവിനോടും ഒക്കെ ഉള്ള നന്ദി പറയുന്നു. വീണ്ടും നമുക്ക് കാണാം. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഓക്കെ, താങ്ക് യു. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്.